Hi dear students, welcome all of you to our Darsana KEAM 2023 paper discussion. First of all, I introduce myself. എൻ്റെ പേര് ജോണി പോൾ എന്നാണ്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ കെമിസ്ട്രി പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. കെമിസ്ട്രി പേപ്പറിനെ കുറിച്ച് ഒറ്റ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു എന്നാണ് പറയാനുള്ളത്. എളുപ്പമായിരുന്നു, എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ എളുപ്പമായിരുന്നു. ഒരു ചോദ്യം അല്ലെങ്കിൽ രണ്ട് ചോദ്യത്തിൽ മാത്രം നമ്മളൊന്ന് ചിന്തിക്കണമെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും വളരെ എളുപ്പമായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ദർശന അക്കാഡമിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതേപോലുള്ള അതേ ക്വസ്റ്റ്യൻസ് തന്നെ പലതും റിപ്പീറ്റ് ആയിട്ട് വന്നു എന്നുള്ളത് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. നീറ്റ് എക്സാമിലും കഴിഞ്ഞ കീം എക്സാമിലും സംഭവിച്ചതുപോലെ തന്നെ ക്വസ്റ്റ്യനുകളുടെ എണ്ണം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. ഞങ്ങളതിൽ അഭിമാനിക്കുന്നു. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു അനാലിസിസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ +1 പോർഷൻ എടുക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യനുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. 26 ക്വസ്റ്റ്യൻസ് ആയിരുന്നു +1-ൽ നിന്നുണ്ടായിരുന്നത്. +2-വിൽ നിന്ന് 22 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ +1-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആ സ്ക്രീനിൽ കണ്ടോ, എന്താണെന്ന് മനസ്സിലായോ? ഹൈഡ്രോ കാർബണിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നമ്മൾ പറഞ്ഞായിരുന്നു കീമിനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രോ കാർബൺസ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ചോദ്യങ്ങൾ കൂടും. അത് കൂടാൻ സാധ്യതയുള്ള ചാപ്റ്ററുകൾ 2 എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബണും ആൽഡിഹൈഡ്സും ആണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറഞ്ഞായിരുന്നു. ഓക്കെ, ഞങ്ങൾ അതിലും അഭിമാനിക്കുന്നു. ഞങ്ങൾ മുൻകൂട്ടി കണ്ടതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് അതിൽ കൂടുതൽ കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത് കെമിക്കൽ ബോണ്ടിങ്ങിന്റെ കാര്യത്തിലാണ്. 4 ക്വസ്റ്റ്യൻസ് നമുക്ക് കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് കിട്ടി. നമുക്ക് റിഡോക്സ് റിയാക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ടോട്ടൽ 26 ക്വസ്റ്റ്യൻസ് ആണ് +1 പോർഷനിൽ നിന്ന് കാണുന്നത്. ഇനി നമ്മൾ +2 പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിലെടുത്ത് ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ അവിടെ എല്ലാം കണ്ടൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ചോദ്യങ്ങൾ പല വർഷങ്ങളിലും ഇല്ലായിരുന്നു. എസ്പെഷ്യലി നമ്മൾ റിപ്പീറ്ററിലുള്ള കുട്ടികളൊക്കെ ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നതിൽ നിന്ന് ഓർക്കുന്നുണ്ടായിരിക്കും. സോളിഡ് സ്റ്റേറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. അന്നേ നമ്മൾ ഈ ഒരു പ്രത്യേകത നമ്മൾ സോളിഡ് സ്റ്റേറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞതാണ്. ഇവിടെ നമുക്ക് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ചോദ്യങ്ങളില്ല. മറ്റൊന്ന്, സൊല്യൂഷനിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് സാധാരണ എല്ലാ വർഷങ്ങളിലും തന്നെ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് ഒന്നും ഈ വർഷം ചോദിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നു. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് സാധാരണ ഉള്ളതുപോലെ തന്നെ 2 ചോദ്യങ്ങൾ, കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് 2 ചോദ്യങ്ങൾ, സർഫസ് കെമിസ്ട്രിയിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്, പി ബ്ലോക്കിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ്, കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്നാണ് 6 ചോദ്യങ്ങൾ. അത് പൊതുവെ വർഷങ്ങളിലെല്ലാം 3 ചോദ്യങ്ങൾ 4 ചോദ്യങ്ങളൊക്കെ ഉള്ളതാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായിട്ട് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ക്വസ്റ്റ്യൻസ് അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആ 3, 4 ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് 6 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആൽഡിഹൈഡ് കീറ്റോൺസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അമീൻസിൽ നിന്ന് ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബയോമോളിക്യൂൾസും പോളിമറും കൂടെ കൂട്ടി 3 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇതാണ് +2-ൽ ടോട്ടൽ 22 ക്വസ്റ്റ്യൻസ് ആണ് +2-ൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മളൊരു അനാലിസിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബേസിക് കോൺസെപ്റ്റിൽ ഒരു ചോദ്യം, അറ്റോമിക് സ്ട്രക്ചറിൽ ഒരു ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വർഷങ്ങളിൽ 3, 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചതായിരുന്നു. പീരിയോഡിക് പ്രോപ്പർട്ടിയിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. കെമിക്കൽ ബോണ്ടിങ്ങിൽ പൊതുവെ 3 ക്വസ്റ്റ്യൻസ് ആയിരുന്നു വർഷങ്ങളിൽ ചോദിച്ചത്. ഈ വർഷം 4 ക്വസ്റ്റ്യൻ ആയി. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്ന് ചോദ്യങ്ങളുടെ എണ്ണം കൂടുതലായിരുന്നു. 3 ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്നുണ്ടായിരുന്നു. അതും ഒരു വ്യത്യസ്തമായിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനും 2 ക്വസ്റ്റ്യനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്ന്. തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഇക്വിലിബ്രിയം ഒക്കെ നോക്കിയാൽ മതി. കഴിഞ്ഞൊരു 4 വർഷമായിട്ട് 2 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് വന്നിരുന്നത്. റിഡോക്സ് റിയാക്ഷനിൽ നിന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചായിരുന്നു, ക്വസ്റ്റ്യൻ ഒന്നുമില്ല. എസ് ബ്ലോക്ക് അത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ, പി ബ്ലോക്കിലും അങ്ങനെ തന്നെ. ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബണിലേക്ക് വരുമ്പോഴാണ് ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്. 6 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. സോളിഡ് സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ തൊട്ട് 2021 നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്നുള്ളത് വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്തേക്കുവാണ് 2023-ലും. സൊല്യൂഷനിൽ ആണ് ഞാനൊരു അപ്രതീക്ഷിതമായിട്ട് എനിക്ക് തോന്നി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കാരണം എല്ലാ വർഷങ്ങളിലും തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നതാണ് സൊല്യൂഷനിൽ നിന്ന്. പക്ഷേ എന്തോ ഈ ഒരു വർഷം ചോദ്യങ്ങൾ അതിൽ നിന്ന് കാണുന്നില്ല. അത് എനിക്കും അപ്രതീക്ഷിതമായിട്ട് തോന്നി. ഇലക്ട്രോ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കൈനറ്റിക്സ് കോൺസ്റ്റന്റ് ആയിട്ട്
രണ്ട് ക്വസ്റ്റ്യൻസ് വെച്ച് 4 വർഷങ്ങളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. മെറ്റലർജിയിൽ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. പി ബ്ലോക്കിൽ 4 ചോദ്യം, അത് നമുക്കറിയാവുന്നതാണ്. വലിയ ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. D&Fലാണ് മറ്റൊരു പ്രത്യേകത, ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ കഴിഞ്ഞ 2 വർഷത്തെ ഒരു പാറ്റേൺ അനുസരിച്ച് D&Fന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ എന്തോ ഈ ഒരു വർഷം D&Fൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. പകരം കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് മുഴുവൻ വന്നിരുന്നത്. 6 ക്വസ്റ്റ്യൻസ് ഉണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഹാലോ ആൽക്കൈൻസ്, ആൽക്കഹോൾ, ഫിനോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, ഓരോ ക്വസ്റ്റ്യൻസ്. അമീൻസിൽ നിന്ന് ചോദ്യങ്ങളൊന്നുമില്ല. ബയോമോളിക്യൂൾസ്, പോളിമറും കൂടെ കൂട്ടി 3 ക്വസ്റ്റ്യൻസ്. കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് 1 ചോദ്യം. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. ഇനി നമ്മൾ ഈ ഫിസിക്കലും ഇനോർഗാനിക്കും ഓർഗാനിക്കും എടുത്ത് നോക്കുകയാണെങ്കിൽ ഓർഗാനിക്കിൽ നിന്ന് 16 ചോദ്യങ്ങൾ, ഇനോർഗാനിക്കിൽ നിന്ന് 18 ചോദ്യങ്ങൾ, ഫിസിക്കലിൽ നിന്ന് 14 ചോദ്യങ്ങളെ ഉള്ളൂ. അതും അധികം കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ എനിവേ നമ്മൾ അതിൽ നമുക്ക് ഒരു വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല. ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇനോർഗാനിക് കുറച്ച് കൂടുതൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് നമുക്ക് ടൈം ഷോർട്ടേജ് ഒന്നും ഇല്ലാതെ ചെയ്തു പോകാൻ സാധിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കെമിസ്ട്രിയുടേത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപേ ഒരു കാര്യം ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഷൻ കോഡ് എന്ന് പറയുന്നത് A2 ആണ്. അതൊന്ന് ഓർത്തേക്കണം. 73rd ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് എക്സ്റ്റെൻസീവ്ലി ഹാസ് മഗ്നീഷ്യം ആസ് ആൻ ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ ദ ലിവിംഗ് വേൾഡ്? അത് നമുക്ക് പറയാതെ തന്നെ നമുക്കത് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത് ഏതാണ്? ക്ലോറോഫില്ലാണ് വരുന്നത്. ഓക്കെ. 74th ക്വസ്റ്റ്യൻ, the basic character of hydrides of 15th group element decreases in the order. ബേസിക് ക്യാരക്ടർ ആണ്, നമുക്കറിയാം. ഇതെല്ലാം ലൂയിസ് ബേസ് ആണ്. ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരാണ്. ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് സെൻട്രൽ ആറ്റത്തിലുള്ള ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കാരണമാണ്. ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്നതിനനുസരിച്ച് ബേസിക് ക്യാരക്ടർ കുറയും, അഥവാ ഇലക്ട്രോൺ ഡെൻസിറ്റി കൊടുക്കാനുള്ള കഴിവ് കുറയും. ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവ് കുറയുന്നത് സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നതിനനുസരിച്ചാണ്. അമോണിയയിൽ നിന്ന് ഫോസ്ഫൈനിൽ നിന്ന് ആർസൈനിൽ നിന്ന് സ്റ്റൈബൈനിലേക്ക് പോകുമ്പോൾ സെൻട്രൽ ആറ്റത്തിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അഥവാ ലൂയിസ് ബേസിക് ക്യാരക്ടർ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ എ അല്ലേ വരുന്നത്. ഓക്കെ. 75th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്നിങ് sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം? എത്രയോ ക്വസ്റ്റ്യനുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ഇത്. sp ഹൈബ്രിഡൈസ്ഡ് വരണമെങ്കിൽ നിർബന്ധമായിട്ടും കാർബൺ 2 പൈ ബോണ്ട് ഫോം ചെയ്യണം. അങ്ങനെ 2 പൈ ബോണ്ട് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണ്? ഓപ്ഷൻ നമ്പർ ബി അല്ലേ വരുന്നത്. ഓക്കെ. 76th ക്വസ്റ്റ്യൻ, വിച്ച് ആർ നോൺ ബെൻസിനോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ട് ഇൻ ദ ഫോളോയിങ്? നോൺ ബെൻസിനോയിഡ് ആരോമാറ്റിക് കോമ്പൗണ്ട് എന്താണെന്ന് അറിയാം. ഇറ്റ് ഈസ് ആൻ ആരോമാറ്റിക് കോമ്പൗണ്ട് ഹാവിംഗ് കോൺജുഗേറ്റഡ് സിസ്റ്റം ബട്ട് ഡസ് നോട്ട് ഹാവിംഗ് ബെൻസീൻ റിംഗ്. അങ്ങനെ ബെൻസീൻ റിംഗ് ഇല്ലാത്ത ആരോമാറ്റിക് കോമ്പൗണ്ട് ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഏതാണ്? തന്നിരിക്കുന്ന അനിലിൻ തന്നിട്ടുണ്ട്, ഫിനോൾ തന്നിട്ടുണ്ട്, സൈക്ലോപെൻറ്റ ഡൈഈനൈൽ ആനയോൺ തന്നിട്ടുണ്ട്, പിരിഡിൻ തന്നിട്ടുണ്ട്. ഇതിൽ ബെൻസീൻ റിംഗ് ഇല്ലാത്ത ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് സൈക്ലോപെൻറ്റ ഡൈഈനൈൽ ആനയോണും അതുപോലെ പിരിഡിനും അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതാ വരേണ്ടത്? ഓപ്ഷൻ എ അല്ലേ? സോ ലെറ്റ് മീ ഗോ ടു ദ 77th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോസ്റ്റ് സ്റ്റേബിൾ കാർബോക്യാറ്റോൺ? കണ്ണടച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ. എത്രയോ ക്വസ്റ്റ്യനുകളിൽ നമ്മൾ ഈ കാർബോക്യാറ്റോൺ മെക്കാനിസം വരുന്ന ചോദ്യങ്ങളിൽ ഡീഹൈഡ്രേഷൻ ആണെങ്കിലും ശരി, ഹൈഡ്രേഷൻ ആണെങ്കിലും ശരി, ഹൈഡ്രോ ഹാലോജിനേഷൻ ആണെങ്കിലും ശരി, മാർക്കോണിക് ഓഫ് റൂൾ പഠിക്കുമ്പോഴാണെങ്കിലും എല്ലാം ശരി, കാർബോക്യാറ്റോൺ മെക്കാനിസം വരുന്നിടത്ത് നമ്മൾ മോസ്റ്റ് സ്റ്റേബിൾ കാർബോക്യാറ്റോൺ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ മറ്റൊന്നും ചിന്തിക്കാതെ നമുക്ക് ആൻസറിലേക്ക് പോകാം. ടെറിഷറി ബ്യൂട്ടൈൽ കാർബോക്യാറ്റോൺ അല്ലേ? ടെറിഷറി കാർബോക്യാറ്റോൺ മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് സെക്കൻഡറി കാർബോക്യാറ്റോൺ, മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി കാർബോക്യാറ്റോൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് കാനോട്ട് ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ? ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കാത്തത് ആരാണ്? ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയ ആളാണ് ന്യൂക്ലിയോഫൈൽ. ഇതിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള ആൾ ആരൊക്കെയാണ്? 1, 2 രണ്ടെണ്ണം വന്നു. ഇവിടെ ഈ മീഥൈൽ അമീൻ എന്ന് പറയുന്നത് നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. വാട്ടർ ഓക്സിജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 പേർക്കും ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ളത് കൊണ്ട്
ഇവർക്ക് ആരായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്തത് ആരാണെന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഇലക്ട്രോൺ ഡെൻസിറ്റി ഇല്ലാത്ത ആളല്ലേ? അഥവാ ഇവിടെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് അത് ആരാണ്? പോസിറ്റീവ് ചാർജ് ഉള്ള ആളല്ലേ? ടെറിഷറി ബ്യൂട്ടൈൽ കാർബോകാറ്റോൺ അല്ലേ വരുന്ന ആൻസർ? ഓക്കെ. 79th question. What are the product of the following reaction? ഈഥൈൽ ബ്രോമൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് സോഡിയം ഇൻ ഡ്രൈ ഈതർ. വൂഡ്സ് റിയാക്ഷൻ ആണെന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. വൂഡ്സ് റിയാക്ഷനിൽ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണ്? സോഡിയം ബ്രോമൈഡ് എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് 2 ഈഥൈൽ ഹാലൈഡ് ആണ്, അല്ലെങ്കിൽ ഈഥൈൽ ബ്രോമൈഡ് ആണ് റിയാക്ട് ചെയ്യേണ്ടത്. CH2 CH3. ബ്യൂട്ടൈൻ അല്ലേ കിട്ടുന്നത്? അപ്പം ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടൈനാണ്. രണ്ടാമത്തെ റിയാക്ഷനിലേക്ക് നിങ്ങൾ നോക്കിക്കേ. സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽഷ്യം ഓക്സൈഡ് അല്ലേ? ആണല്ലോ. സോഡ ലൈം ആണല്ലോ. ഏത് പ്രോസസ്സാണ് നടക്കേണ്ടത്? ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഡീ കാർബോക്സിലേഷൻ ആണ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് അവിടെ എലിമിനേറ്റ് ചെയ്തില്ലേ? പിന്നെ കിട്ടാനുള്ള പ്രൊഡക്റ്റ് ഏതാണ് അവിടെ? മീഥൈൻ അല്ലേ? ഓപ്ഷൻ ഏതാ വരുന്നത്? ബ്യൂട്ടൈനും മീഥൈനും. ഓപ്ഷൻ ഇ അല്ലേ കാണാൻ സാധിക്കുന്നത്? എന്തെങ്കിലും റിസ്ക് ഉള്ള അല്ലെങ്കിൽ റിസ്ക് എലമെന്റ് ഉള്ള ചോദ്യമാണോ? അല്ല. 80th question. Find the compound P and Q in the following reaction. P on reaction with the sulfuric acid in heating to give a Q. Q on ozonolysis to give the corresponding aldehyde. ശരിയാണല്ലോ. അപ്പം ഈ ആൾഡിഹൈഡിൽ നിന്ന് Q ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഓക്സിജൻ എലിമിനേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്തിട്ട് ഡബിൾ ബോണ്ട് ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ Q ഏതാ നമുക്ക് കിട്ടുന്നത്? സൈക്ലോഹെക്സീൻ അല്ലേ കിട്ടുന്നത്? ഈ സൈക്ലോഹെക്സീൻ എന്ന് പറഞ്ഞ ആള് ആര് ഡീഹൈഡ്രേഷൻ നടത്തുമ്പോഴാണ് കിട്ടുന്നത്? ഞാൻ ഒരു കാര്യം എടുത്തങ്ങ് പറഞ്ഞു പോയി, ഡീഹൈഡ്രേഷൻ എന്നുള്ളത്. ഇത് ഞാൻ പറയാനുള്ള കാരണം, നമുക്കറിയാം ഈ സൾഫ്യൂരിക് ആസിഡ് ഓൺ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. പല ചോദ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ റിയേജന്റ്. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. സ്വാഭാവികമായിട്ടും ഡീഹൈഡ്രേഷൻ ആണ് നടക്കുന്നത്. ആര് ഡീഹൈഡ്രേഷൻ നടക്കുമ്പോഴാണ് സൈക്ലോഹെക്സീൻ കിട്ടുന്നത്? സൈക്ലോഹെക്സനോൾ അല്ലേ? അപ്പം പി എന്ന് പറയുന്നത് ആരായിരിക്കും? സൈക്ലോഹെക്സനോൾ ആണല്ലോ. ആൻസർ ഏതാ വരുന്നത്? സൈക്ലോഹെക്സനോളും സൈക്ലോഹെക്സീനും. ഓപ്ഷൻ നമ്പർ എ അല്ലേ? 81st question. Match the following complex with P വിത്ത് ജോമെട്രി ക്യൂവ്. പിയും ക്യൂവും തമ്മിൽ നമുക്ക് മാച്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ടെട്രാമീൻ കോപ്പർ കോംപ്ലക്സ്. പല പ്രാവശ്യം നമ്മൾ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. ഓപ്ഷൻ ഏതാ വരുന്നത്? സ്ക്വയർ പ്ലനാർ ജോമെട്രിയാണ് ടെട്രാമീൻ കോപ്പർ കോംപ്ലക്സിന്റെ കേസിൽ വരുന്നത്. ഡൈഅമീൻ സിൽവർ കോംപ്ലക്സിന്റെ കേസിലോ 2 ലിഗാൻഡേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഏത് ഷേപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത്? ലീനിയർ ഷേപ്പ് ആയിരിക്കും വരുന്നത്. ലീനിയർ ഷേപ്പ്. അതുപോലെ തന്നെ യെസ്, ഓക്കെ. Then again പെൻഡാകാർബണിൽ അയൺ കോംപ്ലക്സ് മെറ്റൽ കാർബണിൽസ് ആണ്. അവിടെ മെറ്റൽ കാർബണിലിന്റെ കേസിൽ അയൺ പെൻഡാകാർബണിൽ, നിക്കൽ ടെട്രാ കാർബണിൽ, കൊബാൾട്ട് ഹെക്സാ കാർബണിൽ, ഇതിൻ്റെയൊക്കെ നമ്മൾ സ്ട്രക്ചർ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. അയൺ പെൻഡാകാർബണിൽ നിന്ന് പറയുമ്പോൾ ഏതാ? ട്രയഗണൽ ബൈ പിരമിഡൽ സ്ട്രക്ചർ അല്ലേ കാണിക്കുന്നത്? ട്രയഗണൽ ബൈ പിരമിഡൽ സ്ട്രക്ചർ. ട്രയഗണൽ ബൈ പിരമിഡൽ സ്ട്രക്ചർ. അപ്പം അയൺ പെൻഡാകാർബണിൽ എന്ന് പറയുമ്പോൾ ട്രയഗണൽ ബൈ പിരമിഡൽ സ്ട്രക്ചർ അല്ലേ? മുഴുവൻ ചെയ്യാതെ തന്നെ നമുക്കിവിടെ ആൻസർ ആയല്ലോ. എ എന്ന് പറയുന്നത് 4, അതുപോലെ തന്നെ എ എന്ന് പറയുന്നത് 3, ബി എന്ന് പറയുന്നത് 5, സി എന്ന് പറയുന്നത് 3, സി എന്ന് പറയുന്നത് 4. ഓപ്ഷൻ നമ്പർ ഏതാ വരുന്നത്? ഓപ്ഷൻ നമ്പർ ബി. ഓക്കെ. സോ ലെറ്റ് മീ ഗോ ടു ദ 82nd question. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്സ് ദ ഫോളോയിങ് വരുമ്പോൾ എല്ലാം നമുക്ക് ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്ന് ഓടായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറിക്കിടക്കുന്ന ഏതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നത് ഈ ബിയിൽ നിന്ന് തന്നെ നമുക്കത് ആൻസർ ആയിക്കോളും. പിന്നെ മറ്റൊരു കാര്യം പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടത്, ദർശന അക്കാഡമി എപ്പോഴും നിങ്ങളുടെ കൂടെയാണ്. നമ്മുടെ ദർശന അക്കാഡമിയിൽ ഉടനെ തന്നെ ആരംഭിക്കുന്ന കോഴ്സാണ് നീറ്റ് JEE KEAM റിപ്പീറ്റർ 2023. ഇതിൽ നീറ്റ് നമ്മൾ ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അടുത്ത ദിവസങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നീറ്റിൻ്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് ഞാൻ ഈ കുട്ടികളുടെ ഫോട്ടോ കണ്ടപ്പോഴാണ്, അവർ ക്ലാസ്സിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. സെബിൻ എന്ന് പറഞ്ഞൊരു സെബിൻ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ്. ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ വളരെ നേരത്തെ, നീറ്റിൻ്റെ എക്സാം മെയ് മാസമാണെന്ന്, ആ ഒരു വർഷം കുറച്ച് താമസിച്ചാണ് എക്സാം നടന്നത്. എന്നാലും മെയ് പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ ഞങ്ങൾ നടത്തിയത്.
അപ്പം ഡിസംബറോടുകൂടി ഞങ്ങൾ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും എല്ലാ ചാപ്റ്ററുകളും തന്നെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം റിവിഷൻ കഴിഞ്ഞു. പിന്നെ അതിലുള്ള ഡൗട്ടുകൾ മാത്രമേ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് അടുത്ത 2-3 മാസങ്ങൾ ആ കുട്ടി ഉപയോഗിച്ചത്. അത് നന്നായിട്ട് എഫക്റ്റീവായിട്ട് മാറി എന്നുള്ളതിന് എക്സാമ്പിളാണ് 720-ൽ 700 സ്കോർ ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ ആദ്യത്തെ എസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കീം 6th റാങ്കാണ് കിട്ടിയത്. വളരെ നന്നായിട്ട് എക്സ്പെഷ്യലി കീമിലും ജെയ്ക്കും വേണ്ടി പ്രിപ്പയർ ചെയ്ത സമയത്ത് വളരെ നന്നായിട്ട് സ്കോർ ഇവിടെ തന്നെ നന്നായിട്ട് ദർശന അക്കാഡമിയുടെ പരീക്ഷകളിലെല്ലാം തന്നെ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യാനും സാധിച്ചു. ആദ്യത്തെ ദേവിനെ കുറിച്ച് പറയുകയാണെങ്കിലും അതേപോലെ തന്നെ 685-ന് പകരം 700-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയും പവർഫുള്ളുമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. 1-2 ക്വസ്റ്റ്യനുകളിൽ പെട്ടെന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു പോയി എന്നുള്ളത് സത്യമായിരുന്നു. എനിവേ ആ മോനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ഹാർഡ് വർക്കിംഗ് ആണ്. നമ്മുടെ ദർശനയുടെ കൂടെ ഒപ്പം തന്നെ നിന്ന് ചെയ്ത് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിച്ച ഒരാളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ദർശന ഹെഡ് ഓഫീസായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, നെക്സ്റ്റ് 82nd ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ടെട്രാഹിഡ്രൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഈസ് ഒൺലി ഡാഷ് ഓഫ് ഒക്ടാഹിഡ്രൽ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെട്രാഹിഡ്രൽ സ്പ്ലിറ്റിങ്ങും ഒക്ടാഹിഡ്രൽ സ്പ്ലിറ്റിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് വേണ്ടത്. സോ വി നോ ദാറ്റ് octahedral splitting energy is equal to 4/9 tetrahedral splitting. That means tetrahedral splitting എന്ന് പറയുന്നത് octahedral splittingന്റെ 4/9 വരുന്നുള്ളൂ. റിലേഷൻഷിപ്പ് NCERT ബുക്കിൽ ഉള്ളതാണ്. So let me go to the 83rd question. Which order is correct in spectrochemical series of ligand? ഇതിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആരാണ്, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആരാണെന്ന് നമ്മൾ നോക്കുന്നു. ഈ തന്നിരിക്കുന്നതിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ടത് NO2- CN- കാർബണിൽ ലിഗാൻഡ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് എന്നുള്ളത് CN- ആണ്. അപ്പം ഏറ്റവും കൂടുതൽ സ്ട്രോങ് ഫീൽഡ് ക്യാരക്ടർ ഉള്ളത് CN- ആയതുകൊണ്ട് ഓപ്ഷൻ ഒന്നെങ്കിൽ A വരാം അല്ലെങ്കിൽ E വരാം. വീക്ക് ഫീൽഡ് ക്യാരക്ടർ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? CL- ആണെന്ന് നമുക്കറിയാം. അതും എയിലും ഇയിലും ഉണ്ട്. അതുകൊണ്ട് തൊട്ടടുത്ത ആൾക്കാരെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. വാട്ടറും ഓക്സലൈറ്റ് അയോണും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം വാട്ടറിനാണ് സ്ട്രോങ് ഫീൽഡ് ക്യാരക്ടർ കൂടുതൽ. അപ്പോൾ ഒന്നും ചിന്തിക്കാതെ തന്നെ നമുക്ക് ഏത് മാർക്ക് ചെയ്യാം? ഇ അല്ല വരുന്നത്, പിന്നെ ആയതാണ് എ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിക്കേ. നമ്മൾ പ്രാക്ടീസ് ചെയ്തതുപോലെ തന്നെ ഇത് പല പ്രാവശ്യം നമ്മുടെ ക്ലാസ് ഡിസ്കഷനുകളിലും ലാസ്റ്റ് നമ്മുടെ റിവിഷൻ പേപ്പർ ഡിസ്കഷനുകളിലും എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എലിമിനേറ്റ് ചെയ്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഈസ് എ ലിക്വിഡ് അൺലൈക്ക് അതർ ഹൈഡ്രജൻ ഹാലൈഡ്. വൈ? ഒറ്റ വാക്കിൽ ഹൈഡ്രജൻ ഫ്ലൂറൈഡിൽ NH3-ൽ H2O-യിലുള്ളതൊക്കെ പ്രത്യേകത എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ്. കാരണം ഈ ഹൈഡ്രജൻ ആറ്റം ഈസ് അറ്റാച്ച്ഡ് ടു മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റംസ് സച്ച് ആസ് ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ. ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. Therefore the correct option number B. 85th question. The order of acidity of following compound. അസിഡിക് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ H+നെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവാണ്. H+നെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുന്നത് ബോണ്ട് ലെങ്ത് കൂടുന്നതിനനുസരിച്ചാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ ആരുടെ കേസിലാണ്? ഹൈഡ്രജൻ അയോഡൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, HCl, HF ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 86th question. The correct order of oxygen bond length in O3, O2, H2, O2 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? H2O2 ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് H2O2. ഓക്സിജൻ സിംഗിൾ ബോണ്ട് ആണ്. ഓക്സിജൻ സിംഗിൾ ബോണ്ട് ലെങ്ത് കൂടുതലാണ്. O3 ഓസോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രത്യേകത പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. ബോണ്ട് ലെങ്ത് പിന്നെയും കുറഞ്ഞു. ഓക്സിജൻ ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ ബോണ്ട് ഓർഡർ വീണ്ടും കൂടി, ബോണ്ട് ലെങ്ത് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവ് വരുന്നത് ആരുടെ കേസിലാണ്? ഓക്സിജന്റെ കേസിലല്ലേ? പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഏതാണ്? സിംഗിൾ ബോണ്ട് വരുന്ന പെറോക്സൈഡിന്റെ കേസിലല്ലേ? Therefore the correct answer option number D. 87th question. 87th question. Geometry, hybridization and magnetic moment. Geometry, hybridization and magnetic moment. Geometry, ടെട്രാസയനോ നിക്കൽ ഉണ്ട്. അതുപോലെ തന്നെ ഹെക്സാ ഫ്ലൂറിഡോ അയൺ കോംപ്ലക്സ് ഉണ്ട്.
ടെട്രാ ബ്രോമിഡോ മാംഗനീസ് കോംപ്ലക്സ് ഉണ്ട്. ജിയോമെട്രി കണ്ടുപിടിക്കണം. കുറച്ചും കൂടെ എല്ലാം നോക്കുക എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സമയം ഒരുപാട് കൂടുതൽ നമ്മൾ എടുക്കും. അത് നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടെക്നിക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് വരുന്നത്. ഈ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരുന്നത് കൊണ്ട് അപ്പം നിക്കലിൻ്റെ കേസിൽ നിക്കൽ 2+ ആണ് ഇലക്ട്രോണിക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 4s0 3d8 വരും. പെട്ടെന്ന് തന്നെ നമുക്ക് അതങ്ങ് ചെയ്തു പോകാം. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് പെയറിങ് അവിടെ നടക്കുന്നു. 8 ഇലക്ട്രോണുകളിൽ 8 പെയറിങ് നടക്കുന്നു. പിന്നെ ഉള്ളത് 3d ആണ്. അടുത്തത് 4s വേക്കൻ്റ് ആണ്. 4p ഉണ്ട്. 4p വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കോർഡിനേഷൻ നമ്പർ 4 ആയതുകൊണ്ട് ഏതൊക്കെ ഓർബിറ്റൽസ് ആയിരിക്കണം ഹൈബ്രിഡൈസേഷന് വേണ്ടി ഉപയോഗിക്കേണ്ടത്? ഒരു ഡിയും ഒരു എസും 2p ഓർബിറ്റലും അല്ല ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DsP2 ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇവൻ്റെ കേസിൽ DsP2 ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. മാഗ്നറ്റിക് മൊമെൻറ്റും അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. മാഗ്നറ്റിക് മൊമെൻറ്റ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് μ=0 വരുന്നത്. അപ്പം ഇത്രയും ആകുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നത് അവിടെ ആൻസർ ആയില്ലേ? ടെട്രാസൈനിഡോ നിക്കൽ കോംപ്ലക്സിന്റെ കേസിൽ മാഗ്നറ്റിക് മൊമെന്റ് 0 വരുന്ന ഓപ്ഷൻ ഏത് മാത്രമാണ്? നോക്കിക്കേ നിങ്ങൾ, ഇതിൽ ഏത് മാത്രമാണ് ഓപ്ഷൻ ബി അല്ലേ? അപ്പം നമ്മൾ ആ ക്ലാസ് ചെയ്ത അതേ ടെക്നിക്ക് തന്നെ നിങ്ങൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് 100% അറിയാം. ഞാനത് കണ്ടിട്ടുള്ളതാണ്. എനിവേ പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ ആൻസറായി. നമ്മൾ കൂടുതൽ ചെയ്തു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയും നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും നമുക്കറിയാം ഹെക്സാ ഫ്ലൂറിഡോ അയൺ കോംപ്ലക്സ് വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കോർഡിനേഷൻ നമ്പർ അവിടെ 6 അല്ലേ വരുന്നത്? കോർഡിനേഷൻ നമ്പർ 6 ആണ് വരുന്നത് എങ്കിൽ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണല്ലോ ഫോം ചെയ്യേണ്ടത്. sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ ഇവൻ്റെ കേസിൽ ഏതേ പോസിബിലിറ്റി ഉള്ളൂ? sp3d2 ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ d2sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. പക്ഷേ ഈ ഓപ്ഷനുകളിൽ ഒന്നും d2sp3 കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല. sp3d2 മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി. അന്നേരം അവിടെ ആൻസർ ആയി നമുക്ക്. ടെട്രാ ബ്രോമിഡോ മാംഗനീസ് കോംപ്ലക്സിന്റെ കേസിൽ കോർഡിനേഷൻ നമ്പർ 4 ആണ്. ബ്രോമിൻ എന്ന് പറയുന്നത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ അവിടെ ഏതേ സാധ്യത കൂടുതലുള്ളൂ? വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് നമുക്കറിയാം ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ ഹൈബ്രിഡൈസേഷൻ വരേണ്ടത്? sp3 ഹൈബ്രിഡൈസേഷൻ. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത്രയും തന്നെ നമ്മൾ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. എനിവേ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ബി. ഓക്കെ, അതായത് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തത് എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇതിൽ ഞാൻ കണ്ടത്. അതിൽ എനിക്ക് ഞങ്ങൾക്ക് വളരെയധികം അതിൽ സന്തോഷമുണ്ട്. ഓക്കെ, 88th ക്വസ്റ്റ്യൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. NCERT ബുക്കിൽ ആ ഒരു വാല്യൂ മാത്രം തന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ റിവിഷൻ പ്രോസസ്സിൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുള്ളതുമാണ്. The relationship between most probable velocity, average velocity, root mean square velocity ratio. Most probable velocity is to average velocity is to root mean square velocity is equal to 1:1.128 is to 1.224. ഓപ്ഷൻ നമ്പർ സി. ഇപ്പോൾ NCERT ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂ ആയതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. 89th ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ വിച്ച് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ്? മറ്റു കാര്യങ്ങളൊന്നും വായിക്കാതെ നമുക്കത് മനസ്സിലാകും. ഡെൻസിറ്റി ആൻഡ് പ്രഷർ ആർ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി അല്ല, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. നേരെ മറിച്ച് എൻതാൽപ്പിയും ഹീറ്റ് കപ്പാസിറ്റിയും ഇൻറ്റൻസീവ് അല്ല, എക്സ്റ്റെൻസീവ് ആണ്. ദെയർഫോർ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ ബി. അത് അടുത്ത ഓപ്ഷൻ എ വായിക്കുവാണെങ്കിൽ നോ വർക്ക് ഡൺ ഡ്യൂറിങ് ഫ്രീ എക്സ്പാൻഷൻ ശരിയാണ്. എൻതാൽപ്പി ചേഞ്ച് ഈസ് നെഗറ്റീവ് ഫോർ എക്സോതെർമിക്, പോസിറ്റീവ് ഫോർ എൻഡോതെർമിക്. ഇതെല്ലാം നമുക്ക് പരിചയമുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ എൻതാൽപ്പി ചേഞ്ച് ആൻഡ് ഇന്റേണൽ എനർജി ചേഞ്ച് ഈസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ് ഫോർ സോളിഡ് ആൻഡ് ലിക്വിഡ് ബട്ട് ഫോർ സിഗ്നിഫിക്കൻറ്റ് ഫോർ ഗ്യാസ്. അതിൻ്റെ കാരണം ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ എൻ ജി ആർ ടി ആണ് വരുന്നത്. ഡെൽറ്റ എൻ ജി എന്ന് പറയുന്നത് ഏതാണ്? ഡിപ്പെൻഡ് അപ്പോൺ ഡെൽറ്റ എൻ ജി ഡിഫറൻസ് ബിറ്റ്വീൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് ആൻഡ് ഗേഷ്യസ് റിയാക്ടൻറ്റ്. അപ്പോൾ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു ഡിഫറൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ എൻ ജി ആർ ടി ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് കോമ്പണന്റിനെ മാത്രമേ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, 19th ക്വസ്റ്റ്യൻ. Magnitude of equilibrium constant for the gaseous reaction of H2I2 for the formation of 2HI is 57 at a particular temperature. The molar concentration of hydrogen is 0.1 molar and I2 is 0.2 molar and hydrogen iodide is 0.4 molar.
ഈസ് ഫൗണ്ട് ടു ബി അറ്റ് സെയിം ടെമ്പറേച്ചർ. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പ്രശ്നങ്ങളൊന്നുമില്ല, ലെങ്തി ആയിട്ടുണ്ടെങ്കിലാണെങ്കിലും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. റിയാക്ഷൻ കോഷ്യന്റും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇക്വിലിബ്രിയത്തിൽ നിന്ന് മാറി റിയാക്ടന്റിന്റെയോ പ്രൊഡക്റ്റിന്റെയോ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് റിയാക്ഷൻ കോഷ്യന്റ് ആണ്, അഥവാ കോൺസെൻട്രേഷൻ കോഷ്യന്റ് ആണ്, QC ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. QC എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ ഹൈഡ്രജൻ അയോഡൈഡിന്റെ ഫോർമേഷൻ അല്ലേ, H2 + I2 gives 2HI ആണ്, ഹൈഡ്രജൻ അയോഡൈഡ് ആണ്. QC എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് I2 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോഡൈഡ് വിത്ത് പവർ 2 ആണ്. വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് QC നമ്മൾ കണ്ടുപിടിക്കുന്നു. പോയിന്റ് hydrogen iodide, concentration of product divided by concentration of reactant, concentration of hydrogen iodide with power 2 into concentration of hydrogen into concentration of iodine. Value നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോഡൈഡ് എന്ന് പറയുന്ന 0.4 വിത്ത് പവർ 2 ഡിവൈഡഡ് ബൈ 0.1 ഇൻറ്റു 0.2 സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് 8 ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 57 അല്ലേ തന്നിരിക്കുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 57 ആണ് തന്നിരിക്കുന്നത്. അപ്പം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ QC എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനേക്കാളും കുറവല്ലേ വരുന്നത്. പ്രത്യേകത എന്താണ്? If QC is less than that of KC, reaction is shifted towards ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കും നടക്കുന്നത്. QC KCക്ക് ഈക്വൽ ആകാൻ വേണ്ടി കൂടുതൽ പ്രൊഡക്റ്റ് അവിടെ ഫോം ചെയ്യണമല്ലോ. സ്വാഭാവികമായിട്ടും റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കും. ഈ ഒരു ഐഡിയ കിട്ടി നമുക്ക്. ഇനി നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റുകൾ 5 സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് വായിച്ച് ഇതിലേതാണ് കറക്റ്റ്? Mixture of hydrogen iodide and iodine and hydrogen iodide is at equilibrium. More H2 and I2 will not react to form hydrogen iodide. Concentration of H2 I2 will decrease till the equilibrium constant is equal to reaction quotient. Reaction quotient is independent of concentration. If reaction quotient is greater than equilibrium constant of the reaction, more hydrogen iodide will be formed. ഇത് ഈ ഓപ്ഷൻ തെറ്റാണ്. ഡി ഓപ്ഷനും എന്താണ്? തെറ്റാണ്. സി ഓപ്ഷൻ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് അയഡിൻ വിൽ ഡിക്രീസ് ടിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു റിയാക്ഷൻ കോഷ്യന്റ് ഓർ കോൺസെൻട്രേഷൻ കോഷ്യന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് റിയാക്ഷൻ കോഷ്യന്റ് ഈക്വൽ ആകാൻ വേണ്ടി റിയാക്ടന്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക? പ്രൊഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ കാര്യം തന്നെയല്ലേ ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത്. ദെർഫോർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓപ്ഷൻ സി. കാരണം റിയാക്ടന്റ് മുഴുവൻ QC KCക്ക് ഈക്വൽ ആകാൻ വേണ്ടി ഹൈഡ്രജൻ അയോഡൈഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതായത് ഹൈഡ്രജനിന്റെയും അയഡിന്റെയും കോൺസെൻട്രേഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടിൽ QC ഈസ് ഈക്വൽ ടു KC. ഓക്കെ. +1 +2 എൻട്രൻസ് പ്ലസ് ട്യൂഷൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ദർശന ഹെഡ് ഓഫീസായിട്ട് ബന്ധപ്പെടുക. +1 +2 ട്യൂഷൻ പ്ലസ് എൻട്രൻസ് ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും കുട്ടികൾക്കുണ്ടാകുന്ന ഒരു തെറ്റിദ്ധാരണയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻട്രൻസിന് പോവുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നതും എൻട്രൻസും കൂടെ ബേഡനായിട്ട് മാറത്തില്ലേ? ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഒരു കാര്യമേ പറഞ്ഞു തരാനുള്ളൂ. അത് തികച്ചും അത് തെറ്റായിട്ടുള്ള കോൺസെപ്റ്റാണ്. ഒരിക്കലും അങ്ങനെയല്ല. നേരെ മറിച്ച് സ്കൂളിൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എൻട്രൻസിനും പഠിക്കുന്നത്. എങ്ങനെയാണത് ബേഡൻ ആവുന്നത്? ചില കുട്ടികൾ പറയും അത് ബേഡനാണ്. എപ്പോഴാണത് ബേഡൻ ആകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും 2 ലെയർ ആയിട്ട് പോകുമ്പോഴാണ്. നേരെ മറിച്ച് നമുക്കറിയാം പോളാർ സോൾവെന്റും നോൺ പോളാർ സോൾവെന്റും കൂടെ വരുമ്പോഴത്തേക്കും വളരെ എളുപ്പം അത് ഡിസോൾവ് ചെയ്യത്തില്ല. അതേപോലെയാണ് ചില സമയത്ത് കുട്ടികൾക്ക് സംഭവിക്കുന്നത്. ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്. നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റുകൾ എല്ലാം സെയിം ആണ്, പക്ഷെ ആ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് അപ്രോച്ച് ഡിഫറൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് 2 കാര്യങ്ങളും ഒരേപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ദർശന അക്കാഡമിയിൽ അതിനുള്ള സ്ട്രാറ്റജി ഉണ്ട്, നമുക്കതിനുള്ള പോളിസി ഉണ്ട്. നമ്മൾ ക്ലാസ്സുകൾ മുൻപോട്ട് പോകുന്നതും അതിനനുസരിച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കോഴ്സിന് ട്യൂഷൻ പ്ലസ് എൻട്രൻസ് എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നതും. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ ബേഡൻ ഉണ്ടാകാത്ത രീതിയിൽ നേരെ മറിച്ച് സ്കൂളിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു അക്കാഡമിക് പ്ലാൻ ആണ് ഞങ്ങൾക്ക് ഉള്ളത്. ഓക്കെ. 91st ക്വസ്റ്റ്യൻ.
The pKa of acetic acid is 4.76. What will be the pKb value of ammonium hydroxide if pH of ammonium acetate is 7? pH value തന്നിട്ടുണ്ട്. ammonium acetate, salt of weak acid and weak base. Salt of weak acid and weak base ന്റെ കേസിൽ pH എന്ന് പറയുന്നത് എന്താണ്? 7 പ്ലസ് 1/2 ഇൻറ്റു pKa മൈനസ് pKb ആണല്ലോ വരുന്നത്. pH 7 ആണ് തന്നിരിക്കുന്നത്. 7 പ്ലസ് 1/2 ഇൻറ്റു pKa മൈനസ് pKb വന്നില്ലേ? 7 മൈനസ് 7 0 ആണ്. 1/2 കൂടെ പോകുമ്പോൾ 0 തന്നെയല്ല വരുന്നത്. 0 ഈസ് ഈക്വൽ ടു pKa മൈനസ് pKb, അഥവാ pKa എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? pKbക്ക് ഈക്വൽ ആണ്. ദെർഫോർ വിച്ച് ഈസ് ഈക്വൽ ടു 4.76. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ 4.76നോട് അടുത്ത് നിൽക്കുന്ന ഒരു ആൻസർ അല്ലേ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ ഓപ്ഷനാണ് നിങ്ങളുടെ കണ്ണിൽ പെടുന്നത്? 4.765ഉം 4.755ഉമാണ് നിങ്ങളുടെ കണ്ണിൽ പെടുന്നത്. ഇതിലേതാണ് ശരി? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അക്കോർഡിംഗ് ടു 2 ഡെസിമൽ റൂള്, ലാസ്റ്റ് ഡിജിറ്റ് 5ഓ 5ൽ കൂടുതലോ ആണ് വരുന്നതെങ്കിൽ അത് റിമൂവ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ഡിജിറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ സി ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 5 റിമൂവ് ചെയ്യുന്നു, തൊട്ടടുത്ത് വരുന്ന ഡിജിറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏതാണ്? 4.76 അല്ലേ? ഇനി ബി ഓപ്ഷൻ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. 5 റിമൂവ് ചെയ്യുന്നു. അവിടെ നമ്മൾ പറഞ്ഞ റൂൾ പ്രകാരം തൊട്ടടുത്ത് വരുന്ന ഡിജിറ്റിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 4.77 അല്ലേ വരുന്നത്? പറ നിങ്ങൾ. അപ്പം നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ നമ്പർ സി അല്ലേ വരേണ്ടത്? ഇത് സംശയം ഉണ്ടായിട്ടുണ്ടാകത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. ഓക്കെ, ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In oligosaccharides, how many monosaccharides will be present? 2 to 10. ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. 93rd question. In DNA molecule, the sugar part is dash, and in RNA molecule, the sugar part is dash. ഡയറക്റ്റ് ആയിട്ട് NCERT നിന്നുള്ള ചോദ്യം. ഷുഗർ പാർട്ട് DNA-യിൽ βD2 ഡിയോക്സി റൈബോസും RNA-യിൽ βD റൈബോസുമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇ. 94th question. Which statement is correct in the following? Amylose is a polymer of alpha D glucose ആണെന്ന് നമുക്കറിയാം. അവിടെ ഞാൻ എക്സ്പ്ലനേഷൻ ചുരുക്കി. 95th question. കാൽക്കുലേറ്റ് ദ ലോഗ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ലോഗ് കേസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. E0 സെല്ല് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് E0 സെല്ലും ലോഗ് കേസിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. E0 സെല്ല് ഈസ് ഈക്വൽ ടു 0.0591 ഡിവൈഡഡ് ബൈ n ഇൻറ്റു ലോഗ് കെ സി. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാ? ലോഗ് കെ സി ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ലോഗ് കെ സി ഈസ് ഈക്വൽ ടു E0 സെല്ല് ഇൻറ്റു n ഡിവൈഡഡ് ബൈ 0.0591 which is equal to E0 cell 3.245 into number of electrons involved. n എത്രയാ വരുന്നത്? 2 അല്ലേ വരുന്നത്? 2 ഡിവൈഡഡ് ബൈ 0.0591. സോൾവ് ചെയ്യുമ്പോൾ 110 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 109.8 അടുത്താണ് കിട്ടുന്ന ആൻസർ. 96th question. The following diagram show വോളിയം ടെമ്പറേച്ചർ ഡയഗ്രാം ഫോർ ABCA. ആ ഡയറക്ഷൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ABCA. ഇതിന് പകരം പ്രഷർ വോളിയം ഡയഗ്രാം എടുക്കുകയാണെങ്കിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. C2A എന്ന് പറഞ്ഞ പ്രോസസ് ഏതാ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലേ? ഐസോതെർമൽ. B2C എന്ന് പറഞ്ഞ പ്രോസസ്സിൽ വോളിയം കോൺസ്റ്റന്റ് ആണല്ലോ. വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഐസോകോറിക്. അങ്ങനെയാണെങ്കിൽ A2Bയിൽ എന്തായിരിക്കും? വോളിയം കൂടുന്നുണ്ട്, അതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടുന്നുണ്ട്. അതായത് വോളിയം ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അല്ലേ? വോളിയം ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചറാണ്. ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? കോൺസ്റ്റന്റ് പ്രഷറിലാണല്ലോ അന്ന് എന്ന് പറഞ്ഞാൽ A2B ഏതാണ്? ഐസോബാറിക് ആണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ ഇത് പ്രഷർ വോളിയം ഗ്രാഫായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്തേ. പ്രഷർ വോളിയം ഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പ്രഷർ വോളിയം ഗ്രാഫ് പ്രകാരം A2B ഐസോബാറിക്ക് വരുന്നത്, അതുപോലെ തന്നെ B2C ഐസോകോറിക്ക് വരുന്നത് ഏത് ഗ്രാഫിലാണ്?
അത് എ ഗ്രാഫിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ ഏത് ഗ്രാഫിലും വരുന്നുണ്ട്, സി ഗ്രാഫിലും വരുന്നുണ്ട്. ഈ രണ്ട് ഗ്രാഫിലുമാണ് അത് വരുന്നത്. ഈ രണ്ട് ഗ്രാഫാണ്. അപ്പം നമുക്ക് സാധ്യത കൂടുതൽ ആൻസർ ആകാൻ സാധ്യത കൂടുതൽ ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ സി. ഇനി വീണ്ടും നിങ്ങൾ നോക്കിക്കേ, പ്രഷർ വേഴ്സസ് വോളിയം റിലേഷൻഷിപ്പ് എന്താ? പ്രഷർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വോളിയം ആണല്ലോ. C/A ആണ് നമുക്ക് എടുക്കേണ്ടത്, A/C അല്ല നമുക്ക് എടുക്കേണ്ടത്. ഗ്രാഫ് പ്രകാരം C/A. C/Aയിൽ പോകുമ്പോൾ വോളിയം കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയുന്നത് അല്ലെങ്കിൽ തിരിച്ച് വരുന്നത് ഏത് കേസിലാണ്? സിയിലല്ലേ വരുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ നമ്പർ സി അല്ലേ? ഓക്കെ, ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ലെറ്റ് മീ ഗോ ടു ദ 97th ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻട്രോപ്പി ഡിക്രീസസ്? എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുന്നത്, റാൻഡംനെസ് കുറയുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ലിക്വിഡ് വാട്ടർ ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ റാൻഡംനെസ് കൂടുകയാണ്. അപ്പം അത് നമുക്ക് ആൻസർ അല്ല. ലിക്വിഡ് ക്രിസ്റ്റലൈസസ് ഇൻറ്റു ഐസ്, അതായത് ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നു, റാൻഡംനെസ് കുറഞ്ഞല്ലോ, അപ്പം എൻട്രോപ്പി കുറയുകയാണ്. ഹൈഡ്രജൻ മോളിക്കൂള് ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറുന്നു, NP/NRനേക്കാളും കൂടുതലാണ്, റാൻഡംനെസ് കൂടി. അമോണിയം ക്ലോറൈഡ് അമോണിയം HCl ആയിട്ട് മാറുമ്പോഴും ഗ്യാസ് ആയിട്ട് മാറുന്നതുകൊണ്ട് റാൻഡംനെസ് കൂടി. ടെമ്പറേച്ചർ കൂട്ടി കഴിയുമ്പോൾ അവിടെയും റാൻഡംനെസ് കൂടി. അപ്പോൾ റാൻഡംനെസ് കുറയുന്നത് അഥവാ ഡിസോർഡർനെസ് കുറയുന്നത് അഥവാ എൻട്രോപ്പി കുറയുന്നത് ആരുടെ കേസിലാണ്? ഓപ്ഷൻ നമ്പർ ബി അല്ലേ? അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ ബി. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്, നമ്മൾ തൊട്ട് മുൻപ് തന്നെ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്താണ്. നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, 2018 ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതേ ചോദ്യം തന്നെ അല്ലായിരുന്നോ ചോദിച്ചത്? യെസ്, ഓക്കെ, ഞാൻ അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ദ റിമൈനിങ് ക്വസ്റ്റ്യൻസ് വിൽ ഡിസ്കസ്ഡ് ബൈ JCS sir from chemistry department. So I invite Professor JCS sir. ഹായ് സ്റ്റുഡൻസ്, നമുക്ക് ബാക്കി തുടർച്ചയുള്ള ചോദ്യങ്ങൾ ചെയ്യാം. 98th ക്വസ്റ്റ്യൻ ചോദ്യം ഇതാണ്: ഐഡൻറ്റിഫൈ 1 and 2 ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ 1ഉം 2ഉം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആൽക്കൈൽ ബെൻസീനാണ്. ഒപ്പം നമുക്കറിയാം ആരോടെ മേളിലുള്ളത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഹോട്ടാണല്ലേ, ആസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓക്സിഡേഷൻ റിയാക്ഷനാണ്. ആൽക്കൈൽ ബെൻസീൻ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസോയിക് ആസിഡാണ്. അതിലെ മീഥൈൽ ബെൻസീനായാലും മറ്റു വീണ്ടും നമുക്ക് പഠിച്ച കാര്യമാണ്. ലെങ്ത് ഓഫ് ദി കാർബൺ ചെയിൻ ഒരു വിഷയമല്ല. ആൽക്കൈൽ ബെൻസീൻ എത്തുമ്പോൾ അത് എന്തായാലും നമുക്ക് തരുന്ന ഒരൊറ്റ പ്രോഡക്റ്റാണ് ബെൻസോയിക് ആസിഡ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് 1 and 2 അല്ലെങ്കിൽ A and B രണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 and 2 ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് കിട്ടാവുന്നത് ബോത്ത് ദ 1 and 2 എന്ന് പറയുന്നത് ബെൻസോയിക് ആസിഡാണ്. ദറ്റ് ഈസ് ഓക്സിഡേഷൻ ഓഫ് ആൽക്കൈൽ ബെൻസീൻ. ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ശരിയായിരിക്കുമെന്ന് കരുതുന്നു. അത്രയും എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഈ എക്സാമിനേഷൻ സാറ് പറയേണ്ടായി. വലിയ കാൽക്കുലേഷൻസ് പോലും വലിയ ചിന്തയില്ലാതെ തന്നെ ഫുൾ മാർക്ക് നേടാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ കെമിസ്ട്രി ചോദ്യങ്ങൾ. എനിക്കൊന്ന് എക്സാം കഴിഞ്ഞാൽ സന്തോഷത്തിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കുക, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ വി വിൽ ഗെറ്റ് ന്യൂ കാർബൺ കാർബൺ ബോണ്ട്. ന്യൂ കാർബൺ കാർബൺ ബോണ്ട് ഉണ്ടാകുന്ന റിയാക്ഷൻസ് ഏതാണ്? ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എയും ബിയും ഡിയിലും ആ റിയാക്ഷൻ കാനിസാരോസ് റിയാക്ഷൻ ഉണ്ട്.
നമുക്കറിയാം കാനിസാരോസ് റിയാക്ഷനിൽ യാതൊരുവിധ ന്യൂ ബോണ്ട് ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എയും ബിയും ഡിയും നമുക്ക് ഒഴിവാക്കാം. പിന്നെ സി ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ഫിഡൽക്രാഫ്റ്റ് റിയാക്ഷൻ, ആൽക്കിലേഷൻ എത്തുമ്പോഴും അസൈലേഷൻ ആയാലും പുതിയ കാർബൺ ബോണ്ട് ഉണ്ടാവുകയാണ്. ദ സെയിം വേ ദ ഗഡർമാൻ കോച്ച് റിയാക്ഷൻ, ഈ രണ്ട് കാര്യങ്ങളും. എന്നാൽ ഈ ഓപ്ഷനിലെത്തിക്കുമ്പോൾ സാൻഡ്വിച്ച് റിയാക്ഷനോ ആൽഡോൾ കണ്ടൻസേഷനോ ഒരു ന്യൂ ബോണ്ട് ഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും സി ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിഡൽക്രാഫ്റ്റ് റിയാക്ഷനും ഗഡർമാൻ കോച്ച് റിയാക്ഷനും ശരിയായിട്ടുള്ള ഉത്തരങ്ങളാണ്. ഇതും തെറ്റിച്ച് കാണത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നൈട്രജൻ ഓക്സൈഡ് ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ നൈട്രജൻ ബോണ്ട് ഇല്ലാതെ ഉള്ള നൈട്രജന്റെ ഓക്സൈഡ് ഇവിടെയും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. N2O5 ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും. ഇനി 101ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കേ. ഇൻ എ സീറോ ഓർഡർ റിയാക്ഷൻ ദ റിയാക്ടൻ എ ഡിസപ്പിയർഡ് വിത്ത് എ റേറ്റ് ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. ദെൻ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എ തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ കോൺസെൻട്രേഷൻ ആഫ്റ്റർ 20 സെക്കൻഡ്? ഇവിടെയും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഞാൻ ആൻസറിലേക്ക് പോവുകയാണ്. എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ബി ഈസ് ദ റൈറ്റ് ആൻസർ. 0.2m എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ ആണ്. ഇനി അടുത്ത് നോക്ക്. സെൻറ്റൻസ് വളരെ കൂടുതലാണെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമല്ലേ, NCERT എന്ന് വരുന്നതല്ലേ. നോക്ക്. ഫോളോയിങ് ഓഫ് വിച്ച് ക്യാൻ ബി an empirical relationship between the quantity of gas absorbed by unit mass of solid absorbent and pressure at a particular temperature x is a mass of the gas adsorbed on mass m of the absorbent pressure p. K and n are the constant. K and n are the constant which depend on the nature of the adsorbent and gas particular temperature. ഹിയർ ഓൾസോ നമുക്കറിയാം ഡയറക്റ്റ് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ദ ലോഗ് എക്സ് മൈനസ് ലോഗ് എം ഈസ് ഈക്വൽ ടു ലോഗ് കെ പ്ലസ് 1/n ലോഗ് പി. ഇവിടെയും യാതൊരു പ്രയാസവുമില്ലാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്ന ചോദ്യമായിരുന്നു. ഇനി ഇതാണെങ്കിലോ അതിനേക്കാളേറെ അല്ലേ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ആൻറ്റി ഡിപ്രസൻറ്റ്? ഒരെണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ, സെറോട്ടോണിൻ. ഇവരുടെ ലൈഫിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. അതും പ്രയാസപ്പെടുത്താതെ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്ന ചോദ്യമാണ്. ദർശനയിൽ നീറ്റ് റിപ്പീറ്റർ അഡ്മിഷൻ തുടരുകയാണ്. MBBS മോഹവുമായിട്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും തീർച്ചയായിട്ടും ദർശന റിപ്പീറ്റർ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് എത്താം. ദർശനയോടൊപ്പം നിങ്ങളുടെ കഠിനമായ പ്രയത്നവും ഇഷ്ടപ്പെട്ടുള്ള പഠനമാണെങ്കിൽ നിങ്ങൾ എന്താണോ ആകുവാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നയിക്കാൻ ദർശന എപ്പോഴും, ദർശന ടീം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ദർശനയിലെ ഓരോ വിദ്യാർത്ഥികൾക്കും ദർശനയോടൊപ്പം കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മോഹങ്ങൾ ചിറകാണിയാനും അതിലേക്ക് എത്തിപ്പിടിക്കുവാനും ദർശന എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും. എത്രയും വേഗത്തിൽ ഈ കാണുന്ന സെബിൻ ജോർജും ആദിത്യദേവും ആദിത്യാനും ഒക്കെ തന്നെ ഇത്തരത്തിൽ മികച്ച വിജയം നേടി വന്നവരാണ്. നിങ്ങൾക്കുമാകാം. തീർച്ചയായിട്ടും ഓഫീസുമായിട്ട്, നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസുമായി ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. 8547673001 or 3 നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഓക്കെ, ദാൻ അടുത്ത ചോദ്യമാണ്. ഇത് പലപ്പോഴും നിങ്ങൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. എന്ത് ഐസോമെറിസംസ് ആണ് ഈ ഒരു കോമ്പൗണ്ട് കാണിക്കുക? ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദ ലിങ്കേജ്, ജിയോമെട്രിക്കൽ ആൻഡ് അയണൈസേഷൻ, ഇത് പല പ്രാവശ്യം നമ്മൾ കണ്ടുപോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. ലിങ്കേജ് ഐസോമെറിസം, ജിയോമെട്രിക്കൽ ഐസോമെറിസം ആൻഡ് അയണൈസേഷൻ ഐസോമെറിസംസ് ആണത് കാണിക്കുക. ഫൈൻഡ് ദ കറക്റ്റ് കോമ്പിനേഷൻ അബൌട്ട് ദി ഫോളോയിങ് പ്ലോട്ട്. പിയും ക്യൂവും ആറ് നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഫോർ ദ വേരിയേഷൻ ഓഫ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ വിത്ത് ചോദിക്കുകയാണ്. എന്താണ് പി, എന്താണ് ക്യൂ, എന്താണ് ആർ എന്ന രീതിയിലാണ്. നോക്കുക, ഇവിടെ പി എന്ന് പറയുന്നത്, what is P? P is irreversible. From the float you can assess that the P is irreversible, whereas the Q, from the float, the Q we can see that there is a reversible reaction, whereas the R, they are the pseudo order reaction, so that D will be the right option.
So the P is irreversible and R is a reversible one, and the Q is a reversible one and R is zero order reaction. Look, the resistance of a cell containing aqueous solution NaCl at 20 degrees C is 60 ohm. If the specific conductivity of the solution is given at 20 degree is 0.04 ohm, then what is a cell constant? Then substitute the equation. Directly you can find the answer to 0.4. 107ാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. പി ക്യൂ പാർട്ടുകളിൽ എ എന്നത് ഗ്രിഗനാർഡ് റിയേജൻ്റ് ആണ്. യു നോ ദാറ്റ് ഗ്രിഗനാർഡ് റിയേജൻ്റ് എന്ന് പറയുന്നത് ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡിനെയും ആരയിൽ മഗ്നീഷ്യം ഹാലൈഡിനെയും നമുക്ക് ഗ്രിഗനാർഡ് റിയേജൻ്റ് എന്ന് പറയാം. സോ ഇതാണ് ഗ്രിഗനാർഡ് റിയേജൻ്റ് CH3MgBr എന്ന് പറയുന്നത്. ദെൻ സാൻമയേഴ്സ് റിയാക്ഷൻ. Sandmeyer's reaction is the conversion of diazonium chloride to corresponding haloarine ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ ദാറ്റ് ഇവിടെയും നമുക്ക് പറയാൻ പറ്റും സാൻമയേഴ്സ് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഇതാണ്. സോ ദിസ് വൺ ഈസ് ബി. Canizaro's reaction. The aldehydes or ketone having an alpha hydrogen atom react with the dilute alkali. So here is an alkali is given. So നമുക്ക് പറയാം sodium hydroxide ആണ്. അപ്പോൾ ഇത് അവിടെയായി മാറുന്നു. Then Fiedel-Crafts reaction. Fiedel-Crafts reaction ഉപയോഗിക്കുന്നത് ലൂയിസ് ആസിഡ് ആണ്. ഏതാണ് ആ ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കുക? AlCl3. അവിടെയും നമുക്ക് ആൻസർ കിട്ടി AlCl3 അല്ലേ. ഇനി നോക്ക് വുഡ്സ് റിയാക്ഷൻ. എന്താണ് വുഡ്സ് റിയാക്ഷൻ? ചോദ്യം നമ്മൾ കണ്ടതാണ് കുറച്ച് നേരത്തെ. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് sodium metal in presence of either to form symmetrical alkane having even number of carbon atom. അതല്ലേ? അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഏതാണ്? സോഡിയം മെറ്റൽ. അപ്പോൾ ഇ എന്ന് പറയുന്നത് ഇതായിട്ട് മാറുന്നു. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഇ ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. സോ ഇ എന്നത് ശരിയായിട്ട് ഉത്തരമായി മാറുന്നു. ആദ്യത്തെ രണ്ടെണ്ണം ശരിയാകുമ്പോൾ തന്നെ നമുക്കറിയാം ബാക്കി കണക്ട് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ വളരെ ഈസിയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇത്രയും 16 ചോദ്യങ്ങൾ ഓർഗാനിക് വന്നതിൽ തന്നെ വളരെ വളരെ ഈസിയായി. നിങ്ങൾക്കറിയാം ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് മിസ്സാവാതിരുത്ത വളരെ വളരെ എളുപ്പമുള്ളൊരു എക്സാമിനേഷൻ ആയിരുന്നു ഇന്നത്തെ കീം. ഒരു സംശയവും വേണ്ട, എസ്പെഷ്യലി കെമിസ്ട്രി അല്ലേ. നോക്കാം. വിച്ച് compound will not take part in Fiedel-Crafts reaction. ഇതിൽ ഏത് കോമ്പൗണ്ടാണ് Fiedel-Crafts റിയാക്ഷനിൽ പങ്കെടുക്കാത്തതെന്നാണ്. Fiedel-Crafts റിയാക്ഷൻ ഓർക്കുക, Fiedel-Crafts റിയാക്ഷൻ എന്ന് പറയുന്നത് ഓർത്തോപാര ഡിറക്റ്റിംഗ് ആണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഫേവർ ചെയ്യുന്നത് ഓർത്തോപാര ഡിറക്റ്റിംഗ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ Fiedel-Crafts റിയാക്ഷൻ നമ്മൾ അടിക്കുന്ന ബെൻസീൻ്റെ റിയാക്ഷനുമായിട്ട്, ബെൻസീൻ അതിൻ്റെ ഹോമോലോഗസ് സീരീസ് റിയാക്ഷനുമായിട്ടാണ് നമ്മൾ പഠിച്ചു പോയിട്ടുള്ളത്. ഓർക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇവിടെ ഇതിൽ ഏതാണ് വിൽ നോട്ട് ടേക്ക് പാർട്ട് എന്ന പങ്കെടുക്കാതെയുള്ളത്? ആദ്യത്തെ ബെൻസീനാണ്, രണ്ടാമത്തെ നൈട്രോ ബെൻസീനാണ്, മൂന്നാമത്തെ ടൊളീനാണ്. ടൊളീൻ ബെൻസീനേക്കാൾ മോർ റിയാക്റ്റീവ് ആണ് ബിക്കോസ് ഓഫ് ദി മീതൽ ഗ്രൂപ്പിൻ്റെ ഇൻഡക്റ്റീവ് ഇഫക്റ്റും ഹൈപ്പർ കോഞ്ചുഗേഷൻ ഒക്കെ വരുമ്പോൾ അതിന് സഹായിക്കുന്നുണ്ട്. എന്നാൽ നൈട്രോ ബെൻസീൻ എന്ന് പറയുന്നതോ ദർ ഈസ് മെറ്റാ ഡിറക്റ്റിംഗ് ആണ്, നോട്ട് ഇറ്റ്സ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. സോ ഇറ്റ് വിൽ ലെസ് റിയാക്റ്റീവ്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി ഇല്ല എന്ന് തന്നെ പറയാം ആരുമായിട്ട്? Fiedel-Crafts റിയാക്ഷനുമായിട്ട്. അതുകൊണ്ട് തന്നെ ഓൺലി 2 ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. നമുക്ക് പറയാം ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡി എന്നത് ശരിയായ ഉത്തരമായി മാറും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിലോ, CH3Br വിത്ത് Mg ഓർഗനോമെറ്റാലിക് കോമ്പൗണ്ട് ആണ്. ഗ്രിഗനാർഡ് റിയേജന്റ് പ്രിപ്പറേഷൻ ആണ്. ആൽക്കൈൽ ഹാലൈഡ് വിത്ത് മഗ്നീഷ്യം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രിഗനാർഡ് റിയേജന്റ് 1 എന്ന് പറയുന്നത് CH3MgBr. അപ്പോൾ ഗ്രിഗനാർഡ് റിയേജന്റ്. ദെൻ അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? ദറ്റ് ഈസ് 1 ഗ്രിഗനാർഡ് റിയേജന്റ് ആണ്. ഇറ്റ് റിയാക്ട് വിത്ത് അസറ്റോണുമായി റിയാക്ട് ചെയ്യുന്നു. കീറ്റോൺ അല്ലേ? അപ്പോൾ ഗ്രിഗനാർഡ് റിയേജന്റ് കീറ്റോണുമായുള്ള റിയാക്ഷൻ, ദാറ്റ്സ് എ ഫോർമേഷൻ ഓഫ് ടെർഷ്യറി ആൽക്കഹോൾ. നമുക്ക് പഠിച്ചാണ് ഗ്രിഗനാർഡ് റിയേജന്റ് ഫോർമാൽഡിഹൈഡ് പ്രൈമറി തരുമ്പോൾ മറ്റ് ആൽഡിഹൈഡുകൾ സെക്കൻഡ് തരുമ്പോൾ ടെർഷ്യറി തരുന്ന ആരാണ്? കീറ്റോൺ ആണ്. സോ വി ആർ ഗെറ്റിംഗ് എ ടെർഷ്യറി ആൽക്കഹോൾ. നോക്കാം,
തീർച്ചയായിട്ടും എളുപ്പത്തിൽ എഴുതി നോക്കുകയാണെങ്കിൽ CH3 ദെൻ ഇവിടെ OMG-Br ആണ് OH ആയിട്ട് മാറി ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ ഈ CH3 ഇവിടെ തന്നെ ഉണ്ടാവും, ദെൻ CH3 ഉണ്ടാവും. സോ ഇതിന് തത്തുല്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ എവിടെ ഉണ്ടോ അതാണ് റൈറ്റ് ഉത്തരം. അപ്പോൾ 1 ഏതാണ്, 2 ഏതാണ്? 1 മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ആണ്. അപ്പോൾ 1 മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ആണ്. ടെർഷറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഇതാണ്. സോ ദറ്റ് C വിൽ ബി ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. വാട്ട് ഈസ് ദ മേജർ പ്രോഡക്റ്റ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ? ഈ റിയാക്ഷനിലെ മേജർ പ്രോഡക്റ്റ് ഏതെന്നുള്ളതാണ്. ഒന്ന് ശ്രദ്ധിച്ച്, ആൽക്കീൻ HBr അഡീഷൻ. ആരുടെ മേലും ആരെയും പറയുന്നില്ല, പെറോക്സൈഡിനെ കുറിച്ചൊന്നും പറയുന്നില്ല. സോ ദാറ്റ് ദ റിയാക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ മാർക്കോണിക്കോഫ്. മാർക്കോണിക്കോഫ് അഡീഷനിലാണ് അല്ലേ? മാർക്കോണിക്കോഫ് അഡീഷൻ എന്താ മാർക്കോണിക്കോഫ് അഡീഷൻ പറഞ്ഞത്? അത് നമുക്ക് അറിയാവുന്നതാണല്ലോ. When an unsymmetrical reagent is adds to an unsymmetrical alkene or alkane, the negative part of the reagent will attach to carbon-carbon double bond or triple bond having less number of hydrogen atom. അല്ലേ? അപ്പോൾ തന്നെ ഉത്തരമായി കഴിഞ്ഞു. സോ ദാറ്റ് ദ B വിൽ ബി ദ റൈറ്റ് ഓപ്ഷൻ. എന്ത് എളുപ്പമാ അല്ലേ? ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഹൈഡ്രോ കാർബൺ നമ്മൾ വരുന്നതാണ്. ദെൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ 1 mole ഓഫ് മീഥൈൻ. 1 mole ഓഫ് മീഥൈൻ, ഒരു മോളിക്യൂളിൽ എത്രയുള്ളത്? 10 ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ 10 into 6.023 into 10 raised to 23 ആൻസർ ആയില്ലേ? സോ ദാറ്റ് B വിൽ ബി ദ റൈറ്റ് ഓപ്ഷൻ. ഇവിടെയും യാതൊരു ബുദ്ധിമുട്ടുമില്ല, എല്ലാവരും ശരിയായിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ വിച്ച് of the following statement cannot be explained the proposal of Dalton's atomic theory? Dalton's atomic theory ഇതിൽ ഏതാണ് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഉള്ളത് എന്നുള്ളതാണ്. നോക്കാം. റീഓർഗനൈസേഷൻ ഓഫ് ആറ്റംസ് ഇൻ കെമിക്കൽ റിയാക്ഷൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻ ഓൾ ആറ്റം ഓഫ് എ ഗിവൺ എലമെന്റ് ക്യാൻ ഓൾസോ എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദി കമ്പൈനിങ് ഓഫ് ആറ്റം. പ്രധാനമായിട്ടത് പറയുന്നില്ലേ? ദെൻ ഫോർമേഷൻ ഓഫ് കമ്പൗണ്ട് ഫ്രം ദ കോമ്പിനേഷൻ ഓഫ് എലിമെന്റ്സ് ഇൻ ഫിക്സഡ് റേഷ്യോ. ഓൾ ദീസ് 4 ആർ എക്സ്പ്ലൈൻഡ് ബൈ യൂസിങ് Dalton's theory. But the last one, you can see that matter consists of individual atoms. ഇങ്ങനെ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് അത് പറയുന്നുണ്ടോ? നമുക്ക് പറയാത്തതിനെ കുറിച്ചല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞൂടെ ഇതല്ലേ റൈറ്റ് ആയിട്ട് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ദ കറക്റ്റ് ഓർഡർ ഓഫ് വേരിയേഷൻ ഓഫ് ഫസ്റ്റ് അയനൈസേഷൻ എൻതാൽപ്പി. ആരുടെയും സഹായമില്ല, ചെയ്യാൻ പറ്റുന്ന ചോദ്യമല്ലേ? അയനൈസേഷൻ എൻതാൽപ്പിയുടെ വേരിയേഷനാണ് ചോദിക്കുന്നത്. നിയോണിൽ നിന്ന് സയനോണിലേക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്ന ആ രീതി അല്ലേ? എഴുതി പഠിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ദ ബോണ്ട് ഓർഡർ ഓഫ് He2 is 0. ശരിയാ. സോ H2 മോളിക്യൂൾ അൺസ്റ്റേബിൾ. ശരിയല്ലേ? ഹൈലിയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു വെക്കുന്നതല്ലേ? അതെ, La2 മോളിക്യൂൾ ഈസ് ഡയാമാഗ്നറ്റിക്. യെസ്, ഡയാമാഗ്നറ്റിക് ആണ്. O2 molecules contain 2 unpaired or lone pair electron. ശരിയല്ലേ? പാരാമാഗ്നറ്റിക് ആണ്. നോക്ക്, ഡി ഓപ്ഷൻ നോക്കുക. C2 മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക് ഇൻ വേപ്പർ ഫേസ്. ശരിയാണോ? അല്ല, ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ അതാണ് തെറ്റായിട്ടുള്ളത്. H2 molecule has no unpaired electron. അത് ശരിയാണ്. സോ ദാറ്റ് D will be the right option. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. Find the wrong statement from the following list. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഡൈപോൾ ഇൻട്രാക്ഷൻ എക്സിസ്റ്റ് ഇൻ HCl മോളിക്യൂൾ. യെസ്, ശരിയാണ്. 3 states of matter are due to balance between എന്താ intermolecular forces and thermal energy of the molecule. അല്ലേ? തെർമൽ എനർജിക്ക് വ്യത്യാസം വരുമ്പോൾ സ്റ്റേറ്റ് വ്യത്യാസം വരുന്നു. സിമ്പിൾ അല്ലേ? അപ്പോൾ അത് ശരിയാണ്. അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, the collision of gas molecules are perfectly elastic. കൈനറ്റിക് തിയറി പോസ്റ്റേറ്റ്സ് പറയുമ്പോൾ രണ്ടാമത് പറഞ്ഞ പോസ്റ്റേറ്റ്സ് അതാണ്, അത് ക്ലിയർ ആണ്. സ്ട്രെങ്ത് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്സ് ഡിപ്പെൻഡ് ഓൺ ദി കൊളംബിക് interaction between lone pair of electrons of one atom of the hydrogen atom. ശരിയല്ലേ? ഈ ഓപ്ഷൻ മക്കളെ നോക്കിയേ. aqueous tension of water decreases with increasing temperature. അതാണോ സംഭവിക്കുക? തിരിച്ചല്ലേ?
ഇവിടെ എന്താ പറയുന്നത്? അക്വസ് ടെൻഷൻ ഓഫ് വാട്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ തന്നെ പറയാം ഇത് റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് ഇത് തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ വരുന്നത് ഈ ഓപ്ഷൻ ആണ് എന്ന് പറയാൻ പറ്റും. ദേ സഹായം വലിയ ആവശ്യം കേട്ടോ. XE in XeF2 sp3d. ഒരു സഹായം ആവശ്യമില്ല, ഇതുപോലെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. ഓർക്കുക, 10ാം ക്ലാസ് 10th ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് +1 ട്യൂഷൻ പ്ലസ് എൻട്രൻസും +1 ഇതുവരെയും എൻട്രൻസ് ക്ലാസ്സിൽ വരാത്തവർക്ക് ഉള്ള അവസരമാണ് +2 എൻട്രൻസ് ട്യൂഷൻ ക്ലാസ്സസ്. ട്യൂഷൻ പ്ലസ് എൻട്രൻസ്. ട്യൂഷൻ പ്ലസ് എൻട്രൻസിൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ട്യൂഷനോടൊപ്പം തന്നെ എന്താണോ നിങ്ങളുടെ ഭാവി, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോടൊക്കെ പറയുക ട്യൂഷനോടൊപ്പം തന്നെ എൻട്രൻസ് പഠനവും കൃത്യ രീതി നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിജയം നേടുവാനായിട്ട് ഫുൾ A+ നേടാം, ഫുൾ A1 നേടാം, ഒപ്പം തന്നെ എഞ്ചിനീയറോ അല്ലെങ്കിൽ MBBS ഡോക്ടറോ ഒക്കെ ആകാനുള്ള അവസരം കൂടിയാണ്. ദർശനയിൽ അഡ്മിഷൻ തുടരുകയാണ്. അഡ്മിഷന് നിങ്ങൾ 8547673001 35 എന്ന മറ്റു നമ്പറുകളിലേക്ക് വിളിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ +2 ക്ലാസ്സുകൾ ഓൾറെഡി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, then which of the following compound is known as inorganic benzene? ബൊറാസിനെയാണല്ലോ ഇനോർഗാനിക് ബെൻസിൻ എന്ന് പറയുക. ബെൻസിൻ സ്ട്രക്ചർ തുല്യമായ സ്ട്രക്ചർ ഉള്ളതുകൊണ്ട് ഏതാ? B3N3H6. ദേ ആൻസർ ഇവിടെ ക്ലിയർ ആയി. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. The number of SS bonds and the number of lone pair in S8 molecule. SS bond എത്രയാ? നമ്പർ ഓഫ് SS bonds എത്രയാ വരുന്നേ? 8. നമ്പർ ഓഫ് ഓരോ പെയർ ഇലക്ട്രോൺ വരില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ലോൺ പെയർ ഇൻ S8 മോളിക്യൂൾ എത്രയാ? 16. സോ ദാറ്റ് 8 16 എന്ന ആൻസറിലേക്ക് നമ്മൾ എത്തുന്നു. ചില ചോദ്യങ്ങൾ തിരിച്ചായിരുന്നു, നിങ്ങൾക്ക് ഈ ചോദ്യം കണ്ടിട്ടുണ്ടാവും. തിരിച്ച് ലോൺ പെയറും തിരിച്ച് SS ബോണ്ടും പറഞ്ഞ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓർക്കുക, തെറ്റാതിരുന്നിട്ടുണ്ടാകണം, ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നോക്കാം. ദ നെക്സ്റ്റ് ഈസ് XeX4 XeOF4 molecule, that square pyramid. The next, geometry of NaCl4 2 minus upon the NaCl4 2 minus is a tetrahedral and square planar. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത ചോദ്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.
ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. അങ്ങനെ നമ്മളുടെ കേരള എൻട്രൻസ് പരീക്ഷ KEAM 2023 പരീക്ഷ വളരെ നന്നായി കുട്ടികളെല്ലാവരും എഴുതിയെന്ന് കരുതുകയാണ്. ആദ്യത്തെ പേപ്പർ 1 ഫിസിക്സ് കെമിസ്ട്രി പേപ്പറിൽ കെമിസ്ട്രി അപേക്ഷിച്ച് ഫിസിക്സ് ഇത്തിരി ടഫായിരുന്നു. ഇത്തിരി ന്യൂമറിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലെന്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുവാനിടയായി. മുൻ വർഷങ്ങളിൽ നിന്നുള്ള പതിവിൽ നിന്നുള്ള വ്യത്യാസം, നമ്മുടെ +1 പോർഷൻസിനെ അടിസ്ഥാനമാക്കി കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ പരീക്ഷയിൽ വന്നിരുന്നു. ഒരു ചാപ്റ്റർ വൈസ് അനാലിസിസിലേക്ക് കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ +1 നമ്മുടെ 13 ചാപ്റ്ററുകളിൽ നിന്നായിട്ട് ഏകദേശം 38ഓളം ചോദ്യങ്ങൾ കടന്നു വരികയുണ്ടായി. സെക്കൻഡ് ഇയർ പോർഷൻസിൽ നിന്ന് ഏകദേശം 34, 38 + 34 അങ്ങനെ 72 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫിസിക്സ് സബ്ജക്റ്റിൽ നിന്ന്. കെമിസ്ട്രിയുടെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരുന്നു ദർശന അക്കാഡമിയിൽ നിന്ന് നിലവിൽ നടന്നുകൊണ്ടിരുന്നത്. ഇനി നമ്മുടെ ഫിസിക്സ് വേർഷൻ കോഡ് A2 വേർഷൻ കോഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കഷനിലേക്ക്. ഇപ്പം പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ പരീക്ഷ പൊതുവെ കുഴപ്പമില്ലായിരുന്നു, എന്നിരുന്നാലും അതിനുള്ളിൽ പേപ്പർ 1 ഫിസിക്സ് സബ്ജക്റ്റ് ഒരു ഇത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ അക്കാഡമിയെ സംബന്ധിച്ച് ഒരു അനാലിസിസ്, ചാപ്റ്റർ വൈസ് അനാലിസിസ് നടത്തുമ്പോൾ മിക്കവാറും ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന അതേ ട്രെൻഡ് തന്നെ കീപ്പ് ചെയ്തു. എന്നാൽ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് ഈ വർഷം നമ്മൾ ഈ അനാലിസിസ് ചാർട്ട് നോക്കുമ്പോഴത്തേനും ഈ വർഷം ലോസ് ഓഫ് മോഷനിൽ നിന്ന് ഏകദേശം 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സ്ഥാനത്താണ് ഈ വർഷം 5 ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള ചാപ്റ്ററുകളിലും ഏകദേശം കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച അതേ ഒരു ട്രെൻഡ് തന്നെയാണ് കാണിച്ചത്. സെക്കൻഡ് ഇയറിലെ പോർഷൻസിലേക്ക് വരുമ്പോൾ മിക്കവാറും എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും ഡിവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ ആ ചാപ്റ്ററിൽ നിന്ന് 3 ചോദ്യങ്ങൾ 3, 2 എന്നുള്ള ക്രമത്തിലായിരുന്നു ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ വർഷം ഒരു ചോദ്യമായിട്ട് ചുരുങ്ങുകയുണ്ടായി. EMI ആൻഡ് AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പതിവിന് വിരുദ്ധമായിട്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുണ്ടായി. ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ നിന്ന് മിക്കവാറും മുൻ വർഷങ്ങളിലെ പോലെയൊക്കെയാണ് ചോദ്യങ്ങൾ കണ്ടുവന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ചാപ്റ്റർ വൈസ് ഓവറോൾ +1 +2 +1 നിന്ന് 38 ചോദ്യങ്ങളും സെക്കൻഡ് ഇയറിൽ നിന്ന് 34 ചോദ്യങ്ങളുമായിരുന്നു ഈ വർഷത്തെ KEAM എൻട്രൻസ് പരീക്ഷയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കി A wheel is rolling on a plane surface. A point on the rim of the wheel at the same level as the center has a speed of 4 m/s എന്നാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നിട്ട് നമ്മോട് ചോദിച്ചിരിക്കുന്നു ദി സ്പീഡ് ഓഫ് ദി സെൻറ്റർ ഓഫ് ദി വീൽ. അപ്പോൾ ഒരു പ്ലെയിൻ സർഫസിൽ കൂടെ ഒരു വീല് റോൾ ചെയ്യുകയാണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യെസ്. എന്നിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയാണ് വെലോസിറ്റി എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു വെലോസിറ്റി കമ്പോണന്റ്, ഇതിൻ്റെ റിസൾട്ടന്റ് വെലോസിറ്റി എത്രയായിരിക്കും? യെസ്, √2v. അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? 4 m/s ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തെഴുതാം? 4 m/s വിച്ച് ഈസ് ഈക്വൽ ടു √2v. അങ്ങനെയെങ്കിൽ v നമുക്ക് കണ്ടുപിടിക്കാം. v = 4/√2. 4/√2 എന്ത് വരും? ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 2√2. സോ ദി ആൻസർ ഈസ് 2√2 m/s. റൊട്ടേഷണൽ മോഷൻ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ തന്നെ ഈ ചോദ്യം കൺസെപ്റ്റ് ഡയറക്റ്റ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ഒപ്റ്റിക്സ് പോളറൈസേഷൻ ഫിനോമിനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ചോദ്യമായിരുന്നു. An unpolarized light is incident on a glass slab such that the reflected ray is totally polarized. If the angle of refraction നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. യെസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നമുക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാ? 30 ഡിഗ്രി എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ഡിഗ്രി. നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് വാട്ട് ഈസ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് റിഫ്രാക്റ്റഡ് റേ ആണെങ്കിൽ റിഫ്ലക്റ്റഡ് റേ റിഫ്ലക്റ്റഡ്, അങ്ങനെയെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ എത്ര വരും? വിച്ച് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അങ്ങനെയെങ്കിൽ പോളറൈസിങ് ആംഗിൾ θp വിച്ച് ഈസ് ഈക്വൽ ടു 90 - 30 ആൻഡ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഈ പോളറൈസിങ് ആംഗിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഏതായിരുന്നു റിലേഷൻഷിപ്പ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n വിച്ച് ഈസ് ഈക്വൽ ടു tan of θp
or n is equal to tan 60. Tan 60 എന്ന് പറയുന്നത് which is equal to root 3. Root 3 value വരുന്നത് 1.73. So the answer become 1.73. Question number 2, optics എന്ന് പറയുന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി. Then gravitation എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം, a planet has an escape speed of, അപ്പൊ എസ്കേപ്പ് വെലോസിറ്റി ആണ് നമുക്ക് തന്നിരിക്കുന്നത് 10 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ എങ്ങനെ എഴുതണം? 10 into 10⁻³ മീറ്റർ പെർ സെക്കൻഡ്. യെസ്, ദി റേഡിയസ് ഓഫ് ദി പ്ലാനറ്റ് ഈസ് 10,000 കിലോമീറ്റർ. The acceleration due to gravity of the planet, acceleration due to gravity of planet, ഏതോ ഒരു പ്ലാനറ്റ് എർത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമായിരുന്നു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആണ്. പക്ഷേ ഇത് എർത്തിന്റെ ആണോ അല്ലയോ നമുക്ക് അറിയില്ല. ഒരു പ്ലാനറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് എസ്കേപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ബി എസ്കേപ്പ് വിച്ച് ഈസ് ഈക്വൽ ടു √2gr നമ്മൾ പഠിച്ചിരിക്കുന്നു. സോ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 2gr. അങ്ങനെയെങ്കിൽ therefore acceleration due to gravity square of escape velocity divided by 2r, escape velocity square 10 kilometer the all squared. അപ്പം നമുക്ക് 10 into 10⁻³ the all squared divided by 2 into 10,000 കിലോമീറ്റർ into 10⁻³ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ, 5ാമത്തെ ഓപ്ഷനാണ്. കേരള എൻട്രൻസിനെ സംബന്ധിച്ച് നമ്മൾ കുറച്ചും കൂടെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനും ടഫായിരുന്നു, അത് മാത്രവുമല്ല ഒരു ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് 5 ഓപ്ഷൻസ് ഉണ്ട്. ഈ 5 ഓപ്ഷൻസിലെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. ആദ്യം നമ്മൾ കണ്ട ഈ 3 ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ആയതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഫോർമുലായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഏതോ അത്. തിയറിറ്റിക്കൽ ആയിട്ടുള്ളത് ഈ ചില ക്വസ്റ്റ്യൻസ് പോയിന്റ്, ഡെസിമൽ പോയിന്റ് അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഈ 5 ഓപ്ഷൻസ് കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു, യൂണിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തും ശ്രദ്ധിക്കുമ്പോൾ. 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി അത് വോൾട്ടേജ് റെഗുലേറ്റർ, സെനർ റെഗുലേറ്റർ പവർ സപ്ലൈ സർക്യൂട്ട് അറ്റ് ഷോൺ ഇൻ ഫിഗർ. സെനർ ഡയോഡ് വിത്ത് VZ 10 വോൾട്ട് എന്ന് നമ്മളോട് തന്നിട്ടുണ്ട്. അപ്പൊ VZ 10 വോൾട്ട് അല്ലെ. അപ്പൊ ഔട്ട്പുട്ട് എന്ത് തന്നെയാണോ അതാണ് സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്നുള്ളത് നമുക്ക് അറിയാം. ദി ലോഡ് കറണ്ട്, സെനർ കറണ്ട്, അൺറെഗുലേറ്റഡ് ഇൻപുട്ട് Vin. അപ്പൊ നമ്മളോട് ലോഡ് കറണ്ട് 5 മില്ലി ആംപിയർ, സെനർ കറണ്ട് 35 മില്ലി ആംപിയർ. അപ്പൊ സെനറിൽ കൂടെ പോകുന്ന കറണ്ട് 35 മില്ലി ആംപിയർ, ലോഡിലേക്ക് ഇങ്ങോട്ട് പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 5 മില്ലി ആംപിയർ. ഇത് തന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ അൺറെഗുലേറ്റഡ് ഇൻപുട്ട് എത്ര വോൾട്ടേജ്? 20 വോൾട്ട്. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് തന്നിരിക്കുന്നു 20 വോൾട്ട് ആണ്. ഇതിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് പോയി? 10 വോൾട്ട് പോയി. അതിന് അക്രോസ് 10 വോൾട്ട് പോയി. അപ്പൊ 20ന്ന് 10 വോൾട്ട് പോയി കഴിഞ്ഞാൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാ? അപ്പൊ നമ്മൾ പറയും വിച്ച് ഈസ് ഈക്വൽ ടു 20 മൈനസ് 10, റിമൈനിങ് വോൾട്ടേജ് എന്ന് പറയുന്നത് 10 വോൾട്ടാണ്. അപ്പൊ VS നമുക്ക് കിട്ടി 10 വോൾട്ട് ആണ്. ഓക്കെ. ഇനി നമുക്ക് ആ റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ട് ഫ്ലോ I ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ I കറണ്ട് ആ റെസിസ്റ്ററിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജ് I into R, ദാറ്റ് ഈസ് VS ഈക്വൽ ടു I into R. VS എത്രയാ? 10 ആണ്. 10 into I എന്ന് പറയുന്നത് നമ്മളുടെ ലോഡിൽ കൂടെ പോയ കറണ്ടും സെനറിൽ കൂടെ പോയ കറണ്ടും കൂടെ കൂടുന്നതാണ്. IL പ്ലസ് IZ into R, ആൻഡ് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് R ഈക്വൽ ടു, R ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 10 ഡിവൈഡഡ് ബൈ വട്ട് ഈസ് IL, ലോഡ് കറണ്ട് 5 പ്ലസ് 35 മില്ലി ആണ്. സോ ഇൻറ്റു 10⁻³ അപ്പം 10/40 എന്ന് നമുക്ക് കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 250 ഓം. ദറ്റ് ഈസ് ദി ആൻസർ. അപ്പം 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്തു. 5ാമത്തെ ക്വസ്റ്റ്യൻ, ആവറേജ് ഫ്രിക്ഷണൽ ഫോഴ്സ് 18 ന്യൂട്ടൺ. അപ്പോൾ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 18 ന്യൂട്ടൺ ഈസ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ആൻ ഒബ്ജക്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 മീറ്റർ. ഇഫ് ഇനിഷ്യൽ സ്പീഡ് ഓഫ് ദി ഒബ്ജക്റ്റ് നമ്മൾക്ക് തന്നിരിക്കുന്നു 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ U ഇനിഷ്യൽ സ്പീഡ് തന്നിരിക്കുന്നു 20 മീറ്റർ പെർ സെക്കൻഡ്. റിക്കോർഡ് ടു സ്റ്റോപ്പ്, അപ്പോൾ ഫൈനൽ ദി വെലോസിറ്റി V ഈക്വൽ ടു 0. ദി മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഈസ്, നമുക്കറിയാം ഫോഴ്സ് F ഈസിക്കൽ ടു M into A. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. മാസ് M ഈസിക്കൽ ടു F ഡിവൈഡഡ് ബൈ A ആണ്. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണ്ടേ? നമുക്കറിയാവുന്ന ഇക്വേഷൻ കൈനമാറ്റിക് V squared equal to U squared plus 2AS, and that is V squared minus U squared equal to 2AS.
ഫൈനൽ വെലോസിറ്റി എന്താ 0 ആയിപ്പോയി, മൈനസ് യു സ്ക്വയർഡ് 20 സ്ക്വയർ. സോ 20 സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു എ ഇൻറ്റു എസ് എന്ന് പറയുന്നത് 25 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 50A, ദറ്റ് ഈസ് 400. Therefore A is equal to 400 by 50 and which is equal to 8 meter per second squared. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാസ് നമുക്ക് കിട്ടും 80 divided by 8. So it is equal to 10. So the answer become 10 kilogram. Now next question. ആറാമത്തെ, an ideal gas is kept in a closed container. If the temperature is doubled, volume of the container is reduced to half. The gas pressure is. ഐഡിയൽ ഗ്യാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. PV is equal to nRT or PB by T equal to nR. That means which is equal to a constant. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ P1 V1 divided by T1 which is equal to P2 V2 divided by T2 or P1 V1 by T1 equal to P2. അങ്ങനെ തന്നെ ടെമ്പറേച്ചർ ഡബിൾ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ T2 എന്ന് പറയുന്നത് 2 times T1 ആണ്. വോളിയം എന്ത് ചെയ്യുന്നു, റെഡ്യൂസ്ഡ് ടു ഹാഫ്. V2 എന്ന് പറയുന്നത് V1 by 2 ആകുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? യെസ്, ക്യാൻസൽ ചെയ്ത് കളയാൻ. T1 ക്യാൻസൽ, V1 ക്യാൻസൽ. അപ്പോൾ P2 എന്ന് പറയുന്നത് എന്തായി? P2 is equal to 2 into 2 that is 4 P1 4 times. So increased by 4 times. So ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. നൗ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നമ്മളുടെ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി എ മെറ്റൽ വയർ ഓഫ് നാച്ചുറൽ ലെങ്ത് 50 centimeter and cross sectional area 4 millimeter squared is fixed at one end. The mass of 2.4 kilogram is hung from the other end of the wire. The elastic potential energy of the wire നമുക്ക് തന്നിട്ടുണ്ട്. Then its ends modulus അത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നു. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു വോളിയം. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? യെസ്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഇനി ഈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് എൻസ് മോഡുലസ് ആണ് അല്ലേ. അപ്പം നമുക്ക് ആ സ്ട്രെയിന് കറസ്പോണ്ടിങ് സ്ട്രെസ് ബൈ എൻസ് മോഡുലസ് എന്ന് കൊടുക്കരുതോ. അപ്പം ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സ്ട്രെസ് ഡിവൈഡഡ് ബൈ എൻസ് മോഡുലസ്, ആ സ്ട്രെയിന് പകരം നമ്മൾ കൊടുക്കുന്നു. അപ്പം ഈ ഇക്വേഷൻ എങ്ങനെ വരും? ഹാഫ് ഇൻറ്റു, ഇവിടെ ഓൾറെഡി സ്ട്രെസ് ഉണ്ട്, സ്ട്രെസ് ഇൻറ്റു സ്ട്രെസ് സ്ക്വയർഡ് ആവും അല്ലേ. സ്ട്രെസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു വോളിയം. അതാണ് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഞാൻ അതിനെ യു എന്ന് വിളിക്കുന്നു. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? എൻസ് മോഡുലസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എൻസ് മോഡുലസ് വൈ ഈക്വൽ ടു സ്ട്രെസ് സ്ക്വയർ ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ 2 times elastic potential energy. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇനി ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം എന്താണ് സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻഷനാണ്. സോ ടെൻഷൻ T ഡിവൈഡഡ് ബൈ ഏരിയ, ടെൻഷൻ mg ഡിവൈഡഡ് ബൈ ഏരിയ. മാസ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ. മാസ് 2.4 കിലോഗ്രാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. G നമുക്ക് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത് 10. അപ്പോൾ 2.4 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 4 millimeter squared ആണ്. 4 ഇൻറ്റു 10⁻⁻6 meter squared. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്ട്രെസ് കിട്ടി. സ്ട്രെസ്സിൻ്റെ വാല്യൂ ആയി. വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ലെന്ത്. ഏരിയയും ലെന്തും നമുക്ക് തന്നിട്ടുണ്ട്. ലെന്ത് 50 centimeter, 50 ഇൻറ്റു 10⁻². ആ വക കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ 5ാമത്തെ ഓപ്ഷനാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടുക. 8ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കറക്റ്റ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഒന്ന് ശ്രദ്ധിച്ച്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് ഓൾവേസ് ഈക്വൽ ടു μn, where mu is coefficient of static friction, n is normal force. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ് അല്ലേ. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഫോഴ്സ് വിച്ച് ഈസ് ഓൾവേസ് ഈക്വൽ ടു എന്തായിരുന്നു? അപ്ലൈഡ് ഫോഴ്സ് ആണ് അല്ലേ. അപ്ലൈഡ് ഫോഴ്സിനോട് ഈക്വൽ ആണ്. ഈസ് നോട്ട് ഈക്വൽ ടു μn. അപ്പോൾ എന്താണ്? ഈസ് നോട്ട് ഈക്വൽ ടു μn എന്ന് പറഞ്ഞായിരുന്നു, അത് കറക്റ്റ് ആണ്.
അപ്പോൾ ഈ തന്നിരിക്കുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സോ ദി കറക്റ്റ് ആ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തത് ദി ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഓഫ് പ്രിസം ഓഫ് എപ്പക്സ് ആംഗിൾ 60 ഡിഗ്രി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √2. നമ്മൾ പഠിച്ചിട്ടുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ അല്ലേ, n വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എ പ്ലസ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ dm ഡിവൈഡഡ് ബൈ 2 ഓൾ ഡിവൈഡഡ് ബൈ സൈൻ a/2 ആണ്. അവിടെ എ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടല്ലേ, എപ്പക്സ് ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. n എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിച്ച് ഈസ് ഈക്വൽ ടു √2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സോൾവ് ചെയ്യുന്നു, നമുക്ക് dm ദാറ്റ് വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും കേട്ടോ. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ഇതെല്ലാം നമ്മൾ ആ ഒപ്റ്റിക്സിൽ പഠിച്ചതാ, പ്രിസം പഠിച്ചപ്പോൾ പഠിച്ചിരുന്നില്ലേ, അതായിരുന്നു. ദെൻ അൻ ഐഡിയൽ ഡൈ അറ്റോമിക് ഗ്യാസ് ഈസ്, അഗെയിൻ തെർമോഡൈനാമിക്സിലെ ചോദ്യമാണ്, മോളിക്യൂൾസ് ദാറ്റ് ഡു നോട്ട് കൈനറ്റിക് തിയറിയിൽ വൈബ്രേറ്റ്, ഇറ്റ്സ് വോളിയം ഈസ് കംപ്രസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 32 വിത്തൗട്ട് എനി എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. അപ്പം അത് അവിടെയുള്ള പ്രോസസ്സ് ഏതാ? യെസ്, അഡയാബാറ്റിക് ആണ്. അഡയാബാറ്റിക് പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പ്രഷേഴ്സ് ആർ P1 and P2 respectively, then the ratio of P1 to P2. അഡയാബാറ്റിക് പ്രോസസ്സിൽ എന്തായിരുന്നു ഇക്വേഷൻ? PV raised to gamma which is equal to a constant, അല്ലയോ? ഇതാണ് അഡയാബാറ്റിക് പ്രോസസ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? P1 V1 raised to gamma equal to P2 V2 raised to gamma. So the ratio of pressure become P1 by P2 which is equal to V2 divided by V1 all raised to gamma, that is equal to, ഇവിടെ its volume is compressed by a factor of 32. അപ്പോൾ ഇനീഷ്യലിൽ നിന്ന് 1/32 ടൈംസ് ആയിട്ട് കുറഞ്ഞു. അപ്പം നമുക്ക് V2 എന്ന് പറയുന്നത് എന്തെഴുതാം? V2 is equal to V1/32. അപ്പം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V1/32 ടൈംസ് V1 ക്യാൻസൽ, റേസ് ടു ഗാമ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡൈ അറ്റോമിക് എന്നാണ് പറഞ്ഞത്. അപ്പം ഗാമ എത്രയാ? യെസ് 7/5, അത് ഓൾ റേസ് ടു 7/5. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷനും 5ാമത്തെ ഓപ്ഷനാണ് ഇവിടെ കിട്ടുന്നത്. സോ 10th ക്വസ്റ്റ്യൻ. നൗ നമ്മുടെ റിപ്പീറ്റേഴ്സ്, നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരള KEAM എൻട്രൻസ് പരീക്ഷയ്ക്ക് ഒരുക്കമായുള്ള റിപ്പീറ്റേഴ്സ് ബാച്ച്, നീറ്റ് KEAM റിപ്പീറ്റേഴ്സ് 2024 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ അക്കാഡമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അഗെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 11 നമ്മളോടുള്ള ചോദ്യം, എ ബോഡി ഈസ് മൂവിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ സോഴ്സ് ഓഫ് കോൺസ്റ്റന്റ് പവർ ഇഫ് ഇസ് ഡിസ്പ്ലേസ്മെന്റ് അറ്റ് t ഈക്വൽ ടു 0 ആൻഡ് 10 സെക്കൻഡ് ആർ 0യിൽ 0 ആണെന്നും 10 സെക്കൻഡിൽ എത്രയാ 10 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മോടുള്ള ചോദ്യം, ദി ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ടൈം t ഈക്വൽ ടു 20 സെക്കൻഡിൽ. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പല കാര്യങ്ങൾ സോൾവ് ചെയ്തിട്ട് ഒരു ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഏതായിരുന്നു ആ റിലേഷൻ? യെസ്, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു t റേസ് ടു 3/2. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമുക്ക് എന്ത് പറയാം? കേസ് 1 ഡിസ്പ്ലേസ്മെന്റ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 10 മീറ്റർ അല്ലേ. അപ്പോൾ 10 വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 10 സെക്കൻഡ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം 10 റേസ് ടു 3/2. രണ്ടാമത്തെ കേസ് 2 എന്ത് പറയാം? ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് S' ഉണ്ടാവേ, വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ. അപ്പോഴത്തെ ടൈം തന്നിട്ടുണ്ട് എത്രയാ? 20 ആണ്. സോ 20 ഓൾ റേസ് ടു 3/2. രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടിയില്ലേ? ദിസ് ഈസ് ഇക്വേഷൻ 1, റിലേഷൻ 2. അപ്പോൾ റിലേഷൻ 2/1 റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? യെസ്, S' ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 20/10 ഓൾ റേസ് ടു 3/2. 0 പോയി അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? S' ഈക്വൽ ടു 10 ഇൻറ്റു 2 റേസ് ടു 3/2. അതെത്രയാണ് വരുന്നത്? അപ്പം നമ്മൾ പറയും 2 റേസ് ടു 1/2 ഓൾ ക്യൂബ് എന്ന് വരും അല്ലേ. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് കിട്ടുന്നത്? യെസ്, എല്ലാവർക്കും കിട്ടിയില്ലേ? സോൾവ് ചെയ്തു 20√2 ഓപ്ഷൻ നമുക്ക് കിട്ടുക. നൗ 12th ക്വസ്റ്റ്യൻ നമ്മളുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് സർഫസ് ടെൻഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ്. കാപ്പിലറി ഓഫ് റേഡിയസ് നമുക്ക് തന്നിരിക്കുന്നു 0.15 മില്ലിമീറ്റർ, റേഡിയസ് 0.15 മില്ലിമീറ്റർ ഈസ് ഡിപ്ഡ് ഇൻ ടു എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി. സർഫസ് ടെൻഷൻ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഡെൻസിറ്റി 1600 kg/m3, സർഫസ് ടെൻഷൻ 0.12 Newton per meter റെസ്പെക്റ്റീവ്ലി.
ദി ലിക്വിഡ് ഇൻ ദി കാപ്പിലറി റൈസസ് ബൈ എ ഹൈറ്റ് തന്നിരിക്കുന്ന 5 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. ദി കോണ്ടാക്ട് ആംഗിൾ ബിറ്റ്വീൻ ലിക്വിഡ് ആൻഡ് ഗ്ലാസ് വിൽ ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഹൈറ്റിന്റെ എക്സ്പ്രഷൻ കാപ്പിലറി റൈസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2t cos θ ഡിവൈഡഡ് ബൈ റോ ജി ആർ. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആ കോസ് തീറ്റ അങ്ങ് കണ്ടുപിടിച്ചാൽ പോരെ. യെസ്, കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് റോ ജി ആർ ഡിവൈഡഡ് ബൈ 2t. ഡേറ്റ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. യെസ്, ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് തീറ്റ ഈക്വൽ ടു 0.5 എന്നാണ് കിട്ടുന്നത്. വട്ട് ഈസ് 0.5? 1/2. ദെർഫോർ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 1/2 ആണ്. സോ ഇറ്റ് ഈസ് ഇക്വലൻ ടു 60 ഡിഗ്രി. ഏതായിരുന്നു ഓപ്ഷൻ? യെസ്, ഓപ്ഷൻ ഇ ആണ് ഇതിൻ്റെ ആൻസർ. വലിയ കുഴപ്പമില്ലായിരുന്നു ഈ ക്വസ്റ്റ്യൻ അല്ലേ. ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ചിലത് നല്ല ലെന്തി ആയിട്ട് വരുന്നു. ദ വർക്ക് പവർ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്ത് ബുള്ളറ്റ് ഫയറിങ് നമ്മളുടെ ലോസ് ഓഫ് മോഷനൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് ഇതാ ചോദ്യം വന്നിരിക്കുന്നു. എ ഗൺ ഫയേഴ്സ് n bullets per minute. ശ്രദ്ധിക്കണേ, പെർ മിനിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പലപ്പോഴും നമ്മൾ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തപ്പോൾ അത് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ദി മാസ് ഓഫ് ഈച്ച് ബുള്ളറ്റ് ഈസ് 10 gram എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിലോഗ്രാം അല്ല, ഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് എവറി ബുള്ളറ്റ് ട്രാവൽസ് വിത്ത് എ സ്പീഡ് ഓഫ് 600 meter per second. If the power delivered by the gun is 900 watt, then value of n ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പവർ ഡിഫൈൻ ചെയ്യുന്നത് വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. വർക്ക് എന്ന് പറയുന്നത് ചേഞ്ചിങ് കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ നമുക്ക് പറയാം കൈനറ്റിക് എനർജി ഓഫ് ആരുടെയാണ്? ബുള്ളറ്റ് ആണ് അല്ലേ. ബുള്ളറ്റ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പം എത്രയുണ്ട്? n ബുള്ളറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം n ഇൻറ്റു കൈനറ്റിക് എനർജി ഓഫ് ബുള്ളറ്റ് ഡിവൈഡഡ് ബൈ ടൈം നമുക്ക് എഴുതത്തില്ലേ. അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ദി വാല്യൂ ഓഫ് n ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ n ഈസ് ഇക്വൽ ടു p ഇൻറ്റു t ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ബുള്ളറ്റ്. യെസ്, which is equal to p into t divided by kinetic energy of bullet എന്ന് പറയുന്നത് എന്താ? half mv squared. ഇനി എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. 9000 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 60 സെക്കൻഡ്. ഹാഫ് ഇൻറ്റു എം എത്ര? 10 gram. 10 ഇൻറ്റു 10⁻³ കിലോഗ്രാം. വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ടല്ലോ 600 meter per second. സോ 600 ദി ഓൾ സ്ക്വയർഡ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ യെസ് ഓപ്ഷൻ നമുക്ക് കിട്ടിയല്ലോ 300. Okay. Now next question 14. In an oil drop experiment, question ഇത്തിരി ലെന്തി ആയിരുന്നു. n numbers of electrons are stripped. number of electron പറഞ്ഞിട്ടുണ്ട് from an oil drop to make it positively charged. A vertical electric field magnitude തന്നിട്ടുണ്ട് 4.9 into 10⁻14 Newton per coulomb is applied to balance the force due to gravity on the oil drop. If the mass of oil drop is 80 microgram, മില്ലി അല്ല കേട്ടോ, മൈക്രോഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മോട് ചോദിച്ചിരിക്കുന്നത് ദി വാല്യൂ ഓഫ് n വിൽ ബി എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇലക്ട്രിക് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? F is equal to Q into E ആണ്. Now what is F? F എന്ന് പറയുന്നത് നമുക്കറിയാം m into ആക്സലറേഷൻ. അപ്പം ഇവിടെ നമുക്ക് ആക്സലറേഷൻ g ആയിട്ട് എടുക്കാം അല്ലേ. നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ g ഗ്രാവിറ്റി, ഡ്യൂ ടു ഗ്രാവിറ്റി ആ പറഞ്ഞിരിക്കുന്നത്. Q according to quantization of charge, Q is equal to NE into E. Therefore n ആണ് കണ്ടുപിടിക്കേണ്ടത്. n is equal to mg divided by E into E. m എത്രയാ? മാസ് ഓഫ് ഓയിൽ ഡ്രോപ്പ് തന്നിട്ടുണ്ട് 80 into 10⁻⁻6 ഓക്കെ ഗ്രാം ആണ് അല്ലേ. ഇൻറ്റു 10⁻⁻3 കൂടെ വരും കിലോഗ്രാമിലേക്ക് വരുമ്പോഴത്തേനും. അഗെയിൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 ആണ്. ഡിവൈഡഡ് ബൈ E 1.6 into 10⁻⁻ എത്രയാണ്? -19. ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് തന്നിരിക്കുന്നു 4.9 into 10⁻14. ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുക. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ നമുക്ക് കിട്ടുക. യെസ്, നൗ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റേഡിയോ ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് ഹാഫ് ലൈഫ് നമുക്ക് തന്നിട്ടുണ്ട്. T⁻² ഈസ് ഇക്വൽ ടു 693 സെക്കൻഡ്. ദി ആക്ടിവിറ്റി ഓഫ് 1 mole ഓഫ് ദാറ്റ് ന്യൂക്ലിയർ സാമ്പിൾ ഈസ്. ആക്ടിവിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന 1 mole ആണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലാംഡ ഇൻറ്റു n. വട്ട് ഈസ് ലാംഡ? ലാംഡ നമ്മൾ പഠിച്ചിരിക്കുന്നത് 0.693 ഡിവൈഡഡ് ബൈ T⁻.
ഇൻറ്റു എൻ അവഗാഡ്രോ നമ്പറിലേക്ക് നമുക്കത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ 6.023 ഇൻറ്റു 10⁻23. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ 6.023 ഇൻറ്റു 0.693 ബൈ 693 എന്ന് പറയുമ്പോൾ എത്ര വരും? 10⁻³ വരും അല്ലേ? അതും ഈ 10⁻23 കൂടെ അപ്പോൾ 10⁻20 ആണ്. അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ സി, ബെക്കുറൽ, DPS, ഡിസിൻറ്റഗ്രേഷൻസ് പെർ ബെക്കുറ. അതാണ് നമ്മുടെ SI യൂണിറ്റ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൗ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മാറുകയാണ്. പ്രൊജക്ടൈൽ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. എ പ്രൊജക്ടൈൽ ഈസ് ത്രോൺ അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി above ദി ഹൊറിസോണ്ടൽ ആൻഡ് ദി കൈനറ്റിക് എനർജി 40 ജൂൾ. അപ്പോൾ ഈ 40 ജൂൾ എന്ന് പറയുന്നത് ½ mu² ആണ് നമുക്ക് തന്നിരിക്കുന്നത്, 40 ജൂള്. ഇനി നമ്മോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദി കൈനറ്റിക് എനർജി ഓഫ് ദി പ്രൊജക്ടൈൽ അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദി ട്രാജക്ടറി എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ്, കൈനറ്റിക് എനർജി അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദി ട്രാജക്ടറി എന്ന് പറയുന്നത് ½ ഇൻറ്റു m ഇൻറ്റു u cos θ ദി ഹോൾ സ്ക്വയർ ആൻഡ് ദറ്റ് ഈസ് ഈക്വൽ ടു ½ mu² cos² θ അല്ലയോ? അപ്പം നമുക്ക് എന്ത് കിട്ടും? ½ ഇൻറ്റു mu² ഇൻറ്റു cos θ. അപ്പോൾ എത്ര വരും? cos 60 ദി ഹോൾ സ്ക്വയർഡ് ½ mv² എത്രയാണ്? 40 ആണ് അല്ലേ? cos 60 1/2 ദി ഹോൾ സ്ക്വയർഡ് 1/4 വിച്ച് ഈസ് ഈക്വൽ ടു 10 ജൂൾ. സോ ദി ആൻസർ ബിക്കം ഓപ്ഷൻ എ ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കുക. അടുത്ത നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എ ബില്യാർഡ് ബോൾ ഒരു 3 റെക്ടാങ്കുലർ കമ്പോണൻ്റ് ഒക്കെ ആയിട്ട് 3 സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂവിങ് വിത്ത് വെലോസിറ്റി v കൊളൈഡ്സ് വിത്ത് അനദർ ബില്യാർഡ് ബോൾ B2 അറ്റ് റെസ്റ്റ്. ആഫ്റ്റർ ദി കൊളീഷൻ ബോൾ B1 ഈസ് ഡിഫ്ലക്റ്റഡ് ബൈ 60 ഡിഗ്രി and the angle between the velocities of these two ball is 90 ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ബോളിങ് വരയ്ക്കുകയാണ്. ബില്യാർഡ് ബോൾ, അത് ബോൾ 1 ആണ്. ഇതെന്ത് ചെയ്യുന്നു? മറ്റൊരു ബോളിലേക്ക് പോയി ഇടിക്കുകയാണ്. ഇടിച്ചതിന് ശേഷം ഇത് രണ്ടും തെറിച്ചു പോവുകയാണ്. അപ്പം B1 ഇങ്ങോട്ട് പോയെന്ന് വിചാരിക്കുക. B1 ഇങ്ങോട്ട് പോയി. അപ്പം അത് B1 തെറിച്ചു പോകുന്നത് ഇതാ നോക്കിക്കേ, എത്ര ആംഗിളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 60 ഡിഗ്രിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം B2 പോയത് എത്ര ആംഗിളിലായിരിക്കാം? ഇത് ഇങ്ങോട്ടായിരിക്കും B2 പോയതെന്ന് സങ്കല്പിക്കുക. ഇതാ B2. അപ്പം B2 പോയത് ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ എത്ര വരണം? ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പം B2 പോയത് എത്രയായിരിക്കും? 30 ഡിഗ്രിയാണ്. യെസ്. അപ്പം B1 വന്ന് B2ൽ ഇടിച്ച് B1ഉം B2ഉം കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു. ആ ആംഗിൾസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ആ ആംഗിളിനെ ബേസ് ചെയ്ത് നമുക്ക് രണ്ട് കമ്പോണൻറ്റ് ഇതെന്തായിട്ട് എഴുതാം? MV1. ഇത് V1 വെലോസിറ്റി പോയി. അപ്പം ഇത് MV1 ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്. കോസ് അല്ലേ? അപ്പോൾ കോസ് 60 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു B2. സെക്കൻഡ് ബോളിനെ അപേക്ഷിച്ച് നമ്മൾ പറയുന്നു ഇത് മൂവ് ചെയ്ത വെലോസിറ്റി V2. അപ്പം MV2 കോസ് 30 ഡിഗ്രി. ഇങ്ങനെ പറയാം അല്ലേ? ഇത് മൂവ് ചെയ്ത വെലോസിറ്റി മൊമെൻറ്റം MV മൊമെൻറ്റത്തിലായിരുന്നു ഇത് വന്നുകൊണ്ടിരുന്നത്. ഇനി ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ആദ്യത്തെ B1നെ അപേക്ഷിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ MV1 വെർട്ടിക്കലാണ്. അപ്പോൾ എന്ത് വരും? സൈൻ 60 ഡിഗ്രി. ഇങ്ങോട്ടാണെങ്കിലോ MV2 ഇവിടെ എത്ര വരും? സൈൻ 30 ഡിഗ്രി. അപ്പം നമുക്ക് എസ് ഡയറക്ഷൻ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിലോ ആദ്യം എസ് ഡയറക്ഷൻ ഇക്വേറ്റ് ചെയ്യുന്നു അക്കോർഡിംഗ് ടു മൊമെൻറ്റം കൺസർവേഷൻ MV വിച്ച് ഈസ് ഈക്വൽ ടു MV1 കോസ് 60 ഡിഗ്രി പ്ലസ് MV2 സൈൻ 60 ഡിഗ്രി കോസ് 30 ഡിഗ്രി കോസ് 30 ഡിഗ്രി കോസ് 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ എം നമുക്ക് ക്യാൻസലായി കളയാം. അതേപോലെ തന്നെ വൈ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കുന്നു? MV1 സൈൻ 60 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു MV2 സൈൻ 30 ഡിഗ്രി. സോൾവ് ചെയ്യാമല്ലോ. അത് സോൾവ് ചെയ്ത് ദി സ്പീഡ് ഓഫ് ദി ബോൾ B2 എന്ന് പറഞ്ഞാൽ V2 ആണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്. V2 കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും. ഓപ്ഷൻ ഇ ആയിരിക്കും അതിൻ്റെ ഓപ്ഷൻ കിട്ടുന്നത്. √3v ഡിവൈഡഡ് ബൈ 2. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18ാമത്തെ ചോദ്യം. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി ആ ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. 2 satellites A and B are moving around the Earth in a circular orbit of radius r and 2r respectively. If the kinetic energy of the satellite A is
2 times the kinetic energy of the satellite B എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദി റേഷ്യോ ഓഫ് ദെയർ മാസസ്. അപ്പം എർത്ത്, ഇതാ നമ്മുടെ എർത്ത്, ആ എർത്തിന് ചുറ്റും 2 സാറ്റലൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ആ 2 സാറ്റലൈറ്റിന് ഒരെണ്ണം എയും ബിയും. അപ്പം എയുടെ ഡിസ്റ്റൻസ് 6, അടുത്തത് പറഞ്ഞിരുന്നത് ബി, അതെത്രയാണ് 2r ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദെയർ മാസസ്. അപ്പം എയുടെ MA എന്നും ബിയുടേത് MB എന്നും നമ്മൾ എടുക്കുകയാണ്. അപ്പം കൈനറ്റിക് എനർജി നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുന്നു? കൈനറ്റിക് എനർജി ഓഫ് എ എന്ന് പറയുന്നത് 2 times kinetic energy of B. അങ്ങനെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, 2 times kinetic energy of B. കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, G into M into MA divided by R equal to G into M into MB divided by R. എത്രയാ ഡിസ്റ്റൻസ്? എത്രയായി? 2r ആയി അല്ലേ. 2 times 2r ആയി. യെസ്, ദിസ് ഈസ് ദി 2, സോറി ഇത് 2r ആണ്. 2 into 2r. അപ്പം നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും? ഇവിടെ ഈ ജിയും എമ്മും GM പോയി, ഇവിടെ ആറും നമുക്ക് പോയി. മിച്ചം എന്ത് വരുന്നു? ഈ 2ഉം ഇവിടുത്തെ 2ഉം പോയി. സോ വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് MA by MB എന്നല്ലേ നമ്മളോട് ചോദിച്ചിരുന്നത്. കൈനറ്റിക് എനർജി 2 times എന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ 2ഉം കൂടെ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ റേഷ്യോ എത്രയേ വരുള്ളൂ? 1 വരുള്ളൂ. എന്ന് പറഞ്ഞാൽ 1:1 ആണ് കറക്റ്റ് ആൻസർ. അപ്പം 18ാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ കഴിഞ്ഞു. 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ആൻ ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് സഡൻലി എക്സ്പ്ലോഡ്സ് ഇൻ ടു 3 equal parts ഓഫ് ഈക്വൽ മാസസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 2 of them move away at right angles to each other with equal speed of 10 meters per second. The speed of the third part just after the explosion will be. തേർഡ് പാർട്ടിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്തായി? 3 ഈക്വൽ പാർട്സ് ആയിട്ടാണ് മാറുന്നത് അല്ലേ. അപ്പോൾ 3ഉം M into 10. അടുത്തതിൻ്റെ വരുന്നത് എത്ര തന്നെയാണ്? M into 10 ആണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എത്ര വരും? യെസ്, 2√10 into M എന്ന് പറയും. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നതിൻ്റെ മാസ് M ആണ്. അതിൻ്റെ വെലോസിറ്റി നമ്മളോട് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിപ്പോൾ സോൾവ് ചെയ്യാൻ എളുപ്പമല്ലേ. MB1 വിച്ച് ഈസ് ഈക്വൽ ടു 2√10 times M ആണ്. എമ്മും ക്യാൻസൽ ആയിപ്പോയി. ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലേ 10√2 meter per second. ദാറ്റ് ഈസ് ദി ആൻസർ. അഗെയിൻ നമ്മുടെ 20ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു. റൊട്ടേഷണൽ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ബേസ് ചെയ്താണ് ചോദ്യം. 2 solid spheres each of radius 10 centimeter are kept in contact if the moment of inertia of the system about the tangent passing through the point of contact is 0.14 kilogram meter squared. 2 identical solid sphere എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സോളിഡ് സ്പിയർ, രണ്ടാമത്തേത് ടച്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ടാൻസെൻറ്റ് നമ്മൾ സെൻറ്ററിൽ കൂടെ ഇവർ ടച്ച് ചെയ്തിരിക്കുന്ന പോർഷനിൽ കൂടെ വരയ്ക്കുന്നു ടാൻസെൻറ്റ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് പറയാം 2 സ്പിയർ ഉണ്ടല്ലേ. 2 times 2/5 mr² പ്ലസ് mr² എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 0.14 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ വിച്ച് ഈസ് ഈക്വലൻ ടു 2 into 2/5. അപ്പോൾ എത്ര വരും? യെസ്, 7/5 mr² എന്ന് പറയും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.14 എന്ന് കിട്ടും. ആൻഡ് വിച്ച് ഇംപ്ലൈസ് 14/5 into M into r² എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. R എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 10 centimeter. അപ്പോൾ 10⁻⁻² all squared equal to 0.14. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് M കിട്ടുന്നു 5 കിലോഗ്രാം ആണ് നമുക്ക് കിട്ടുന്നത്. ഓപ്ഷൻ എ. അങ്ങനെ 20ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മളുടെ +1 +2 ലോങ് ടൈം ബാച്ചുകൾ ഇപ്പോൾ +1 നിന്ന് +2 കടന്ന കുട്ടികൾക്ക് +2 പഠനത്തോടൊപ്പം തന്നെ ട്യൂഷൻ പ്ലസ് എൻട്രൻസ് ക്ലാസ്സുകൾ അക്കാഡമിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള +1 ട്യൂഷൻ പ്ലസ് എൻട്രൻസ് ബാച്ചുകൾ ദർശന അക്കാഡമിയിൽ വരുന്ന മാസം ജൂൺ മാസം ആദ്യവാരം ആരംഭിക്കുന്നതാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ നോർഗേറ്റുമായിട്ട് ഇലക്ട്രോണിക്സിലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ചോദ്യമാണ്. എ നോർഗേറ്റ് ഹാസ് 2 ഇൻപുട്സ് I1 I2 ആൻഡ് 1 ഔട്ട്പുട്ട് Y. വിച്ച് ഓഫ് ദി ഫോളോവിങ് കോൺഫിഗറേഷൻ ഈസ് ഇൻകറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ ആ കീവേഡ് ഹൈലൈറ്റ് ചെയ്തല്ലേ, ഇൻകറക്റ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ ദി നോർഗേറ്റ്, നോർഗേറ്റിനെ സംബന്ധിച്ച് നമ്മൾ ട്രൂത്ത് ടേബിൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇൻപുട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന I1 I2,
ഔട്ട്പുട്ട് വൈ. ഇൻപുട്ട് കോമ്പിനേഷൻ 0 0 എന്തായിരിക്കുമെന്നാണ് പഠിച്ചത്? 1 ആയിരിക്കും. 0 1 0, 1 0 0, 1 1 0. ഇതാണ് നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം ഈ ട്രൂത്ത് ടേബിൾ പ്രകാരം ആദ്യത്തേത് റിലേഷൻ കറക്റ്റാണ്, അടുത്തത് കറക്റ്റാണ്, ഈ റിലേഷൻ തെറ്റാണ്. യെസ്. അപ്പം ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. Now our question number 22. The again rotational motion topic, kinetic energy of particle of mass m1 moving with a speed v is same as kinetic energy of solid sphere of mass m2. പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റോളിംഗ് ഓൺ ദി പ്ലെയിൻ സർഫസ്. If the speed of the center of the sphere is also v, then the ratio m1 by m2 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം കൈനറ്റിക് എനർജി v1 വെലോസിറ്റിയുടെ ഹാഫ് എം v1 സ്ക്വയർഡ്. റോളിങ്ങിൻ്റെ കേസിൽ കൈനറ്റിക് എനർജി ഹാഫ് m2 v സ്ക്വയർഡ് ഇൻറ്റു 1 പ്ലസ് 2/5 അല്ലേ? നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻ സോൾവ് ചെയ്തിട്ടില്ലേ? അത് v2 സ്ക്വയർഡ്. അതെന്ത് തന്നെയാണ്? v സ്ക്വയർഡ്. v1 എന്ത് തന്നെയാണ്? v സ്ക്വയർഡ് ആണ്. അങ്ങനെയെങ്കിൽ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ m1 വിച്ച് ഈസ് ഈക്വൽ ടു ആദ്യത്തേത് m1 ഈക്വൽ ടു m2 ടൈംസ് 7/5. അപ്പോൾ റേഷ്യോ എന്ത് വരും? ഇഫ് ദി m1 by m2, അപ്പോൾ 7/5. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റർ ചെയ്യുന്ന ഡയറക്റ്റ് ചോദ്യമാണ്. ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ് ഓൺലി ഇൻ സ്പേസ് വേവ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് 24ാമത്തെ ചോദ്യം. എ റിംഗ് ഓഫ് റേഡിയസ് 1.75 meter സ്റ്റാൻഡ്സ് വെർട്ടിക്കലി. A small sphere of mass 1 kilogram rolls on the inside of this ring without slipping. If it has velocity 10 meter per second at the bottom of the ring, then its velocity when it reaches the top എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു റിങ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. റിങ്ങിൽ ബോട്ടത്തിലായിരുന്നു ആദ്യം എന്താ ഒരു സ്പിയർ. എത്രയുണ്ട് മാസ്? 1 kilogram. അത് ആ റിങ്ങിൽ കൂടെ കറങ്ങി എവിടെ ചെന്നു? ടോപ്പിൽ ചെന്നു. അപ്പോൾ നമ്മോടുള്ള ചോദ്യം ആ വെലോസിറ്റി എത്രയാണ്? വി ഡാഷ് കണ്ടുപിടിക്കണം. ആദ്യത്തെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എത്രയായിട്ട് എടുക്കാം? 2r. റിങ്ങിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ അത് നമ്മൾ ആ ഡയമെട്രിക്കലി ആ ഡിസ്റ്റൻസ് നേരെ ടോപ്പ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം 2r. ഇപ്പം നമുക്ക് ആ ഇക്വേഷന് കൈനറ്റിക് എനർജി ഹാഫ് എം v1 സ്ക്വയർഡ് ഇൻറ്റു 7/5. ആദ്യത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെ സിറ്റുവേഷൻ ഹാഫ് എം v2 സ്ക്വയർഡ് ഇൻറ്റു 7/5 വിത്തൗട്ട് സ്ലിപ്പിംഗ് അല്ലേ? ബോട്ടം ഓഫ് ദി റിംഗ് 7/5 പ്ലസ് എം ജി ഇൻറ്റു എന്തെടുക്കണം? 2r ഡിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ എനർജിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തു. എം ജി ഇൻറ്റു 2r. ഇതിനി നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. v1 സ്ക്വയർഡ് ഹാഫ് എം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എം എല്ലായിടത്തെയും പോയല്ലേ? മിച്ചം എന്ത് വരും? v1 സ്ക്വയർഡ് ഇൻറ്റു 7/10, v2 സ്ക്വയർഡ് ഇൻറ്റു 7/10, യെസ്, പ്ലസ് 2gr. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഇ ആണ് ഇവിടെ കിട്ടുക. ഓപ്ഷൻ ഇ 5√2. Now next question, again principles of communication ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എ സിഗ്നൽ ഓഫ് 5 kilohertz ഫ്രീക്വൻസി ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡിൽ. ഇവിടെ തന്നിരിക്കുന്ന 5 kilohertz എന്നാണ് കേട്ടോ. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വേവ് ഫ്രീക്വൻസി 5 MHz. അതാണ് നമ്മളുടെ കരിയർ വേവ് ഫ്രീക്വൻസി പറഞ്ഞിരിക്കുന്നത്. ദി ഫ്രീക്വൻസീസ് ഓഫ് ദി സൈഡ് ബാൻഡ്സ് ആർ. അപ്പർ സൈഡ് ബാൻഡ്, ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി നമ്മൾ പഠിച്ചിട്ടുണ്ട്. LSB വിച്ച് ഈസ് ഈക്വൽ ടു ലോ FC മൈനസ് FM എന്നും, അപ്പർ സൈഡ് ബാൻഡ് USB നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? FC പ്ലസ് FM എന്നാണെന്നും. FC കരിയർ വേവ് ഫ്രീക്വൻസി മെഗാഹെഡ്സിലെല്ലാം ഓപ്ഷനും വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 5 MHz മൈനസ് FM എന്താണ്? നമുക്ക് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി 5 kilohertz എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്ര വരും? 0.005 MHz എന്ന് എഴുതാം അല്ലേ? ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 4.995 MHz ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി. അപ്പോൾ 5 MHz പ്ലസ് 0.005 MHz upper side band frequency 5.005 MHz. So the answer become option C. അപ്പോൾ അപ്പർ സൈഡ് ബാൻഡ്, ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി ജസ്റ്റ് ഒരു സബ്സ്ട്രാക്ഷനും ഒരു അഡീഷനും നടത്തുക. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരെണ്ണം മെഗാഹെഡ്സിലും മറ്റൊന്ന് കിലോഹെഡ്സിലും ആയിരുന്നു തന്നത്. കിലോഹെഡ്സിൽ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? അത് മെഗാഹെഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. വേറെ കുഴപ്പമില്ലായിരുന്ന ക്വസ്റ്റ്യൻ. അടുത്തത് 26ാമത്തെ ചോദ്യത്തിലേക്ക്. എ സ്ട്രിങ്
clamped at both the ends has a mass of 10 gram, length 1 meter, and it is kept under tension of 1 Newton. It is vibrating in the fundamental mode with an amplitude of 1 centimeter എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Assuming the standing wave pattern, the maximum acceleration seen in the string is. ഒരു 3-4 സ്റ്റെപ്പ് വേസ് ആണ് നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ സ്ട്രിങ് ക്ലാംപ്ഡ് അറ്റ് ബോത്ത് ദി എൻഡ്സ് ഹാസ് എ മാസ് 10 gram. 2 എൻഡിൽ ക്ലാമ്പ് ചെയ്തിരിക്കുന്ന വൈബ്രേറ്റിംഗ് നോഡ് ആൻറ്റി നോഡ് ഫോം ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻ്റെ മാസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ആൻറ്റി നോഡിലാണ് അത് മാക്സിമം. സോ കറസ്പോണ്ടിങ് നമ്മൾ വെലോസിറ്റി ഇങ്ങനെ പഠിച്ചിട്ടുള്ള റൂട്ട് ഓഫ് ടെൻഷൻ ഡിവൈഡഡ് ബൈ മാസ് പെർ യൂണിറ്റ് ലെന്ത് മ്യൂ. അപ്പോൾ വി ഈസിക്കൽ ടു റൂട്ട് ടി ബൈ മ്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വാട്ട് ഈസ് മ്യൂ? മാസ് പെർ യൂണിറ്റ് ലെന്ത്. അതെത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 10 gram അല്ലേ. ലെന്ത് എത്രയാണ്? 1 meter ആണ്. അപ്പം മാസ് എത്ര തന്നെ വരുള്ളൂ? 10 gram. 10 × 10⁻³ കിലോഗ്രാം എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുന്നു. ഇവിടെ ടെൻഷൻ എത്രയാ? 1 ആണ് അല്ലേ. അപ്പം 1 = √1 Newton ടെൻഷൻ ഫോഴ്സ് തന്നെ ഡിവൈഡഡ് ബൈ 10 × 10⁻³ എന്ന് പറയുന്നത് 10⁻². മുകളിൽ ചെല്ലുമ്പോൾ 10⁻², റൂട്ട് എടുക്കുമ്പോൾ 10. അപ്പം നമുക്ക് എന്ത് കിട്ടി? വെലോസിറ്റി നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്കറിയാം വെലോസിറ്റി ഡിവൈഡഡ് ബൈ ലാംഡയാണ്. ഇവിടെ λ/2 നമുക്ക് തന്നിട്ടുണ്ട്. എത്ര മീറ്റർ? 1 meter. therefore λ = 2 meter. λ 2 meter. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫ്രീക്വൻസി വിച്ച് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 2 5 Hz എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്തായി? ഫ്രീക്വൻസി ആയി. അങ്ങനെയെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു 2πf 2 × f 10. അപ്പോൾ അത് എത്ര കിട്ടി? 10π എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത് എന്താ? മാക്സിമം ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ മാക്സിമം വിച്ച് ഈസ് ഈക്വൽ ടു ω² × ആംപ്ലിറ്റ്യൂഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 1 centimeter. 10⁻² meter ആണ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ എന്ത് പറയാം? 10π² × 10. 10π². അപ്പോൾ എത്ര വരും? 10² അല്ലേ. യെസ്. അപ്പോൾ 10² 100. 100 × 10⁻². അപ്പോൾ 100 × 10⁻² എന്ന് പറയുമ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി. മിച്ചം എന്ത് വരുന്നു? π². അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. എ സ്പെറിക്കൽ ബോൾ is subjected to a pressure of 100 atmosphere. അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് 100 atmosphere. അപ്പോൾ 100 × എന്തുകൂടെ ചെയ്യണം? 10⁵. എന്നാലാണ് അത് എന്തിലേക്ക്? സ്റ്റാൻഡേർഡ് യൂണിറ്റ് പാസ്കലിലേക്ക് കൺവേർട്ടഡ് ആയി. ഇഫ് ദി ബൾക്ക് മോഡുലസ് ഓഫ് ദി ബോൾ ഈസ് 10⁻11 Newton/m² എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദി ചേഞ്ചിങ് വോളിയം ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ചേഞ്ചിങ് വോളിയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. -ΔP ഡിവൈഡഡ് ബൈ ബീറ്റ. ബൾക്ക് മോഡുലസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്ത് ചെയ്യുകയാണ്? സോ വിച്ച് ഈസ് ഈക്വലന്റ് ടു പ്രഷർ 100 × 10⁵ ഡിവൈഡഡ് ബൈ ബൾക്ക് മോഡുലസ് നമുക്ക് തന്നിരിക്കുന്നത് 10⁻11. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻4 എന്ന് കിട്ടും അല്ലേ. അപ്പം ΔV/B × 100 പെർസെൻറ്റേജിലാണ്. സോ × 100. അപ്പം നമുക്ക് എത്ര കിട്ടും? 10⁻². ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. അപ്പം നമ്മുടെ 27th ക്വസ്റ്റ്യൻ കണ്ടു. അടുത്ത 28th ക്വസ്റ്റ്യൻ. ദി എ ഹോളോ സ്പിയർ ഓഫ് റേഡിയസ് ആർ എൻക്ലോസസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ കമ്പോസ്ഡ് ഓഫ് 2 charges. അപ്പോൾ ഒരു ഹോളോ സ്പിയർ, അതിൻ്റെ അകത്ത് 2 ചാർജസ് ഏതൊക്കെയാണ്? +Q -Q ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദി നെറ്റ് ഫ്ലക്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ദി സർഫസ് ഓഫ് ദി സ്പിയർ ഡ്യൂ ടു ദി എൻക്ലോസ്ഡ് ഡൈപോൾ. നമ്മൾ ഗോസസ് ലോ പഠിച്ചിട്ടുണ്ടല്ലേ. ഗോസസ് ലോ പ്രകാരം ഫ്ലക്സ്, ദി ഇലക്ട്രിക് ഫ്ലക്സ് Φ വിച്ച് ഈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ സ്പിയർ ഡിവൈഡഡ് ബൈ ε0 ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നെറ്റ് ചാർജ് എന്തായിട്ട് പോവും? ഇതിൻ്റെ നെറ്റ് ചാർജ് 0 ആയി പോവും. Q enclosed which is equal to 0. So the correct answer
ഫ്ലക്സ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? യെസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് 29ാമത്തെ ചോദ്യത്തിലേക്ക്. ദി വർക്ക് ഡൺ റിക്വയർഡ് ബൈ ആൻ ഏജന്റ് ടു ഫോം ബബിൾ ഓഫ് റേഡിയസ് ആർ ആൻഡ് എക്സ്ട്രാ എമൗണ്ട് ഓഫ് വർക്ക് ഡെൽറ്റ ഡബ്ല്യു ഈസ് റിക്വയർഡ് ടു ഇൻക്രീസ് ദി റേഡിയസ് ബൈ ഡെൽറ്റ ഡെൽറ്റ ആർ ബൈ ആർ 1%, ദെൻ ഡെൽറ്റ ഡബ്ല്യു ബൈ ഡബ്ല്യു ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ഇക്വേഷൻ വർക്ക് ഈക്വൽ ടു 8πr² ഇൻറ്റു ടി എന്ന് നമ്മളോട് പഠിച്ചിരിക്കുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വർക്ക് ഇൻക്രീസ്ഡ് ടു റേഡിയസ് ബൈ ഡെൽറ്റ ആർ എന്ന്. അപ്പോൾ നമുക്ക് വർക്കും റേഡിയസും തമ്മിലുള്ള റിലേഷൻ ഡബ്ല്യു പ്രൊപ്പോർഷണൽ ടു r². അപ്പോൾ ഡെൽറ്റ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡബ്ല്യു വിച്ച് ഈസ് ഈക്വൽ ടു 2 into delta r by r. തീർന്നേ. 2 into delta r by r, 2 into 1%. So the answer become 2%. First option ആയിരുന്നു അതിൻ്റെ ആൻസർ. Now next question. Each side of a regular hexagon. സെക്കൻഡ് ഇയറിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി ഹെക്സഗൺ ഷേപ്പ്. ഓക്കെ, എന്നിട്ട് നമ്മോട് ചോദിച്ചിരിക്കുകയാണ് എല്ലാ സൈഡിലെയും റെസിസ്റ്റൻസ് എത്ര വെച്ചാ? 6 വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു ഓപ്പോസിറ്റ് വെർട്ടിസസ്. അപ്പം ഏതെങ്കിലും രണ്ട് വെർട്ടിസസ് കൺസിഡർ ചെയ്യുക, അതിന് അക്രോസ് ആയിട്ടുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പം ഇത് മൂന്നും എന്ത് കണക്ഷനിൽ വരും? സീരീസ് കണക്ഷനിൽ വരും. എത്രയാണത്? 3R. അപ്പം ഇപ്പുറത്തേതും എത്ര തന്നെ വരും? 3R തന്നെ വരും അല്ലേ? സോ ഓപ്പോസിറ്റ് വെർട്ടിസസ് പോയിന്റ് എ ബി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ RAB ഈസ് ഈക്വൽ ടു 3R-ഉം 3R-ഉം എന്ത് കണക്ഷനായി? പാരലൽ. 3R പാരലൽ ടു 3R, that means 3R by 2. ഓപ്ഷൻ സി 3R by 2. ഇങ്ങനെ നമ്മുടെ 30ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അഗെയിൻ നമ്മുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് ഒരിക്കൽ കൂടി ദർശന അക്കാഡമിയിലെ റിപ്പീറ്റേഴ്സ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബാച്ചുകൾ നമ്മുടെ ഈ മാസം മെയ് മാസം ആരംഭിക്കുന്നതാണ്. മെയ് മാസം അവസാന വാരത്തോടു കൂടി റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു. മെയ് അവസാന ആഴ്ചയിൽ പുതിയ റിപ്പീറ്റേഴ്സ് ബാച്ച്. Two metallic solid spheres A and B have radius r and 3r respectively. The solid spheres are charged and kept isolated. Then the two spheres are connected to each other through a thin conducting wire. The ratio of final charge on the sphere to A to ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേഡിയസ് 6 ആണ് പറഞ്ഞത്, മറ്റൊന്നിൻ്റെ റേഡിയസ് എത്രയാണ്? 3R. അപ്പോൾ ആദ്യത്തേത് രണ്ടാമത്തെ അപേക്ഷിച്ച് ചെറുതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റേഡിയസും 3R റേഡിയസും ഉള്ള ഇവ തമ്മിൽ ഒരു വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ സ്പിയറിനെ എ എന്നും രണ്ടാമത്തെ സ്പിയറിനെ ബി എന്നും വിളിച്ചിട്ടുണ്ട്. Two spheres are connected to each other. അപ്പോൾ എയിലെ പൊട്ടൻഷ്യൽ ബി പൊട്ടൻഷ്യൽ കമ്പയർ ചെയ്യുമ്പോൾ അത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. 1/4πε0 ദാറ്റ് ഈസ് കെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നു. ക്യൂ ഡിവൈഡഡ് ബൈ ആർ. ആദ്യത്തെ ചാർജ് ക്യു എ എന്ന് എഴുതാം അല്ലേ. രണ്ടാമത്തേത് കെ ഇൻറ്റു ക്യൂ ബി ഡിവൈഡഡ് ബൈ ആർ എത്രയാണ്? 3R എന്ന് എഴുതാം. സോ ദി റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ചാർജ് കെ ക്യാൻസൽ ആയിപ്പോയി. ക്യു എ ഡിവൈഡഡ് ബൈ ക്യൂ ബി വിച്ച് ഈസ് ഈക്വൽ ടു 1/3. യെസ്, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. Now next question. A heat engine operates. thermodynamicsൽ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. cold reservoir between and a cold reservoir, a hot reservoir. The engine takes 200 joule of heat from the hot reserve and has a efficiency of 0.4. The amount of heat delivered to the cold reservoir. അപ്പോൾ ആദ്യം നമുക്കൊരു ഹോട്ട് റിസർവർ കഴിഞ്ഞൊരു കോൾഡ് റിസർവർ ഉണ്ട്. റിസർവെയർ നമ്മൾ നോട്ട് ചെയ്തു. അപ്പോൾ അവിടെ അതിൻ്റെ ഇടയിൽ ഹീറ്റ് എൻജിൻ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഈ ഹീറ്റ് എൻജിൻ വർക്ക് ഡൺ W. അപ്പോൾ ഇവിടേക്ക് ഹീറ്റ് വരുന്നു, ഹീറ്റ് റിസീവ്ഡ്. നമ്മുടെ ഇവിടെ എഫിഷ്യൻസി എത്രയാന്നിരിക്കുന്നത്? 0.4. അപ്പോൾ ആദ്യത്തെ ഹീറ്റ് എത്രയാണ്? Q1. ദി എൻജിൻ ടേക്സ് 200 ജൂൾ. അപ്പോൾ ആ എൻജിൻ വർക്ക് ചെയ്യാനുള്ള ഹീറ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്നു 200 ജൂൾ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഹാസ് ആൻ എഫിഷ്യൻസി നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 0.4 ആണ്. അങ്ങനെയെങ്കിൽ വർക്ക് W ഡിവൈഡഡ് ബൈ Q1 വിച്ച് ഈസ് ഈക്വൽ ടു 0.4. therefore W വിച്ച് ഈസ് ഈക്വൽ ടു 0.4 × 200 എത്ര വരും? 80 ജൂൾ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ 80 ജൂളാണ്
വർക്ക് ഹീറ്റ് എൻജിൻ്റേത്. അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം Q1 എന്ന് പറയുന്നത് W/Q2, ഇതാ ഇങ്ങോട്ടുള്ള ഹീറ്റ് Q2. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? Q2 ആ. Q2 = Q1 - W. യെസ്, Q1 എത്രയായിരുന്നു? 200 ആണ്. W എത്രയാ? 80 അല്ലേ? അപ്പോൾ എത്ര കിട്ടി? 120 ജൂൾ. യെസ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 120 ജൂൾ. അടുത്ത ക്വസ്റ്റ്യനും തെർമോഡൈനാമിക്സിൽ നിന്ന് തന്നെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എ സിസ്റ്റം ഓഫ് ഐഡിയൽ ഗ്യാസ് അണ്ടർഗോയ്സ് എ തെർമോഡൈനാമിക് പ്രോസസ് ഇൻ വിച്ച് ദി ഇനിഷ്യൽ പ്രഷർ ആൻഡ് വോളിയം ആർ ഈക്വൽ ടു ദി ഫൈനൽ പ്രഷർ ആൻഡ് വോളിയം. അപ്പോൾ ഐഡിയൽ ഗ്യാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ PV = nRT ഇക്വേഷൻ. Let delta Q be the heat supplied to the system, delta W is the work done by the system, and delta U is the change in internal energy. The correct option ഏതാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത്? ഇനിഷ്യൽ ഫൈനൽ വോളിയം ദേ ആർ ഈക്വൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഫൈനൽ പ്രഷർ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? P1V1 is equal to P2V2. P1V1 = P2V2 ആണെന്നുണ്ടെങ്കിൽ T1 എന്ന് പറയുന്നത് T2വിനോട് ഈക്വൽ ആയിരിക്കും. T1 = T2 ആണ് എന്നുണ്ടെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ U ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അക്കോർഡിംഗ് ടു ഫ്ലോട്ട്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഡെൽറ്റ Q വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് ഡെൽറ്റ W എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ കിട്ടിയില്ലേ? ഡെൽറ്റ U എന്തായിട്ട് പോയി? വിച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഡെൽറ്റ Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ W എന്ന് കിട്ടുന്നു. സോ ദി കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നൗ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34. The RMS speed of a gas having diatomic molecules at a temperature T is 200 m/s. If the temperature is increased to 40 and the molecules dissociate into monoatomic atoms, the RMS speed will have. RMS speed in the equation നമുക്കറിയാം V = √3kT/m ആണ്. അങ്ങനെ അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണെന്ന് ആദ്യം നമുക്ക് തന്നിരിക്കുന്നു 200 m/s. രണ്ടാമത്തെ സിറ്റുവേഷൻ V' വിച്ച് ഈസ് ഈക്വൽ ടു √3k. T എത്രയായി? 4 times T ആയി, ഡിവൈഡഡ് ബൈ M എത്രയാവും? നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഡിസോസിയേറ്റ് ഇൻ ടു മോണോ അറ്റോമിക് ആറ്റംസ്. അപ്പോൾ M എത്രയായി? M/2 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് റേഷ്യോ എടുക്കാം. V'/V എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ആ റേഷ്യോ 3kT/m എന്ത് ചെയ്തു പോയി? ക്യാൻസലായി പോയി. മിച്ചം നമുക്ക് കിട്ടുന്നത് 2√2 എന്ന് കിട്ടുന്നു. സോ ദി ആൻസർ ബിക്കം 2√2. അപ്പോൾ 2 × V എത്രയാ? 200. അപ്പോൾ 400√2 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഇ ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നൗ അവർ 35th ക്വസ്റ്റ്യൻ. അതും നമ്മളുടെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ആ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. എ മെറ്റാലിക് ബുള്ളറ്റ് ആൻഡ് ആൻ ഇനിഷ്യൽ വെലോസിറ്റി 500 m/s penetrates a solid object and melts. The initial temperature of the bullet is 30 degrees Celsius and its melting point 280 degrees Celsius എന്ന് പറഞ്ഞിരിക്കുന്നു. The ratio of total heat generated to initial kinetic energy of the bullet will be. But total energy Q2, ഇനിഷ്യൽ കൈനറ്റിക് എനർജി KE, ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ചേഞ്ചും ടെമ്പറേച്ചർ ചേഞ്ചും ഉണ്ടല്ലേ. ടെമ്പറേച്ചർ ചേഞ്ച് മൂലമുള്ള എനർജി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ടൈമിൽ MS∆T പ്ലസ് സ്റ്റേറ്റ് ചേഞ്ച് മൂലം ലാറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റിയിൽ ML ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി നമുക്ക് ഇക്വേഷൻ അറിയാം 12mv². MM അതെന്ത് ചെയ്ത് പൊക്കോളും? ക്യാൻസലായി പൊക്കോളും. മിച്ചം S∆T പ്ലസ് L ഡിവൈഡഡ് ബൈ V²/2. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ V² × 2. ജസ്റ്റ് ഡാറ്റ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16/25 ഇങ്ങനെ ഒരു റേഷ്യോ കിട്ടും. ആ റേഷ്യോ എന്ന് പറയുന്നത് 0.64 ഇക്വലൻ്റ് ആയിരിക്കും. Now our next question. Identify which type of electromagnetic wave is produced using klystron or magnetron. ഇതാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആ ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചിരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഉള്ള എല്ലാവിധ വേവ്സ്, റേസ്, അവയുടെ പ്രൊഡക്ഷൻ പ്രകാരമാണ് ആ ടേബിൾ ഓർത്തിരിക്കുന്നവർ ഓർക്കുന്നുണ്ടാവും. അത് ഏതായിരുന്നു? മൈക്രോവേവ് ആയിരുന്നു കേട്ടോ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി.
36 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഉടൻ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 37 മുതൽ സോൾവ് ചെയ്യുന്നതായിരിക്കും. ദർശന അക്കാഡമിയിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഫെലിക്സ് സാർ ഉടൻ തന്നെ ലൈവിൽ. ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ടോബിൻ സാറ് ക്വസ്റ്റ്യൻ നമ്പർ 36 വരെ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് 37 തൊട്ട് 72 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം. എല്ലാവരും റെഡി? ഓക്കെ. എ ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരീസ് എ കറണ്ട് ഓഫ് 5 ആംപിയർ ലൈസ് along പോസിറ്റീവ് z ആക്സിസ്. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് വിത്ത് എ പൊസിഷൻ വെക്ടർ ആർ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് വയറിൽ കൂടെ കറണ്ട് ക്യാരി ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഈ കറണ്ട് ക്യാരി ചെയ്യുന്ന സ്ട്രെയിറ്റ് വയർ ഏത് പ്ലെയിനിലായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ഇസഡ് ആക്സിസ്. അപ്പം ഞാൻ ഇത് ഇസഡ് ആക്സിസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് എക്സ് ആയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് വൈ ആയിട്ട് കൊടുക്കാം. ശരിയല്ലേ? അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇസഡ് ആക്സിസ് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് വയറിൽ നിന്ന് ആർ ഡിസ്റ്റൻറ്റ് മാറി നിൽക്കുമ്പോൾ നമുക്ക് ഈ കമ്പോണൻ്റ് എടുക്കുമ്പോൾ എക്സും വൈയും കമ്പോണൻസും മതി. കാരണം ഇസഡ് കൂടെയാണ് 5 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ പൊസിഷൻ എന്ന് പറയുന്നത് I+2j എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറിൻ്റെ എഫക്റ്റേ വരുന്നുള്ളൂ. കാര്യം പിടികിട്ടിയല്ലോ? കാരണം ബിക്കോസ് ഇറ്റ് ഈസ് പാസിങ് ത്രൂ ഇസഡ് ആണ്. ഇസഡ് അപ്പോൾ ഒറിജിനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2k എന്ന് പറയുന്ന ആ പൊസിഷൻ വെക്ടറിൻ്റെ ഈ ടേമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം R ഈസ് ഈക്വൽ ടു √I 1² + 2² എന്ന് വരുമ്പം നമുക്കറിയാം √5 വരും. അപ്പോൾ നമ്മൾ എഴുതുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് വയറിൻ്റെ ഇക്വേഷൻ μ0I/2πr ആണ്. അപ്പം μ0I/2πr വരുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ μ0/4 2π എന്ന് പറഞ്ഞാൽ 2 × 10⁻⁻⁷ വരും. I എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്. ഡിവൈഡ് ബൈ എത്ര വരും? √5 വരും. അപ്പോൾ ആൻസർ നമുക്ക്
ഉറപ്പായിട്ട് നമുക്ക് വേണ്ട ഏതാ 2√5 ഇൻറ്റു 10⁻⁻⁷ എന്ന് കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും 6 എന്ന് പറയുന്ന പൊസിഷൻ വെക്ടറിൻ്റെ മോഡുലസ് r ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ഈ ടേം r ഈസ് ഈക്വൽ ശരിക്കും i പ്ലസ് 2j പ്ലസ് 2k ആണെങ്കിലും ആറിൻ്റെ മോഡുലസ് നമ്മൾ എടുക്കുമ്പോൾ വൺസ് ഈ i ക്യാപ്പ് 2j ക്യാപ്പ് k ക്യാപ്പിനകത്ത് ഇസഡ് ആക്സിസിൽ കൂടെ സ്ട്രെയിറ്റ് വെയർ പോയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഇസഡ് കമ്പോണൻറ്റിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണം. എല്ലാവരും ആ ഇസഡ് കമ്പോണൻ്റ് എടുക്കും. അതിൻ്റെ ആൻസർ ഒരുപക്ഷെ ഓപ്ഷനിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഈ 2 കമ്പോണൻസിൻ്റെ മോഡുലസ് വെച്ചേ ചെയ്യാവുള്ളൂ. കാരണം ബിക്കോസ് വയർ ഈസ് പാസിങ് ത്രൂ ഇസഡ് ആക്സിസ്. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38ലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് അൾട്രാ ഹൈ മാഗ്നറ്റിക് ഫീൽഡ്? വെരി ഹൈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ റിലേറ്റഡ് ആണ്. അപ്പം ഇലക്ട്രിക് ഫ്ലക്സ് സഡൻ ചേഞ്ച് ചെയ്താൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡും അപ്പോൾ എന്ത് തന്നെയായിരിക്കും, വെരി സ്റ്റഡി ആയിരിക്കും. അത് നമുക്ക് ഇൻഡക്ഷൻ കോയിലും ഒക്കെ അൾട്രാ ഹൈ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഈസ് ദെയർഫോർ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പോൾ അതിൽ കഴിഞ്ഞു. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെയാണ്, പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് ആലോചിക്കാനുണ്ട്. അപ്പോൾ ബാക്കി ഓപ്ഷനോട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ നമ്പർ ബി ആണെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 39ലേക്ക് കിടക്കുകയാണ്. എ ലേസർ ബീം വിത്ത് ആൻ എനർജി ഫ്ലക്സ് എഫ്. എനർജി ഫ്ലക്സ്, അപ്പം നമ്മൾ നോക്കുക, ഈ എനർജി ഫ്ലക്സ് ഓഫ് 20 Watt/cm². ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇൻറ്റൻസിറ്റിയാണ്. Watt/m², എപ്പോഴും ഇൻറ്റൻസിറ്റിയാണ്. ഇത് cm², അവിടെ CGS സിസ്റ്റത്തിൽ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നോൺ റിഫ്ലക്റ്റിംഗ് ആണ്, കാരണം സിസ്റ്റം അവിടെ അബ്സോർബിംഗ് ആണ്. നോർമൽ ഇൻസിഡൻസ്, ഇപ്പോൾ സർഫസ് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു. ഏരിയ 30 cm² തന്നിട്ടുണ്ട്. ടോട്ടൽ മൊമെൻറ്റം ഡെലിവേർഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു എനർജി ഡിവൈഡ് ബൈ ഏരിയ ഇൻറ്റു ടൈമാണ്. അപ്പം നമുക്ക് എനർജി ബൈ ഏരിയ ഇൻറ്റു ടൈം എന്ന് പറയുമ്പോൾ ഈ ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ 20 Watt/m². അപ്പോൾ 20 ഇൻറ്റു cm² എന്ന് പറയുമ്പോൾ 10⁻⁻⁴ ആണ് m² ആക്കുമ്പോൾ. അപ്പോൾ അത്രയും എനർജി, ആ എനർജിയെ നമുക്ക് എങ്ങനെ എഴുതാം? NhνA ഇൻറ്റു ടി എന്ന് വരാം. ഇതിനകത്ത് നമുക്ക് വേണ്ടത് ആ മൊമെൻറ്റം ഡെലിവേർഡാണ്. അപ്പം നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ മൊമെൻറ്റം എവിടെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ ഈ ക്വസ്റ്റിനകത്ത് N ഉണ്ട്, H ഉണ്ട്, ന്യൂ എന്താ C/λ. അപ്പോൾ അതിൻ്റെ കൂടെ ഏരിയ ഇൻറ്റു ടൈം കൂടെ വരും. അപ്പം നമുക്ക് ഈ 20 ഇൻറ്റു 10⁴ നിന്ന് നമുക്ക് എന്താ കൊണ്ടുവരണ്ടേ? NH/λ എടുക്കാൽ മാത്രം മതി. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? 20 ഇൻറ്റു 10⁴ പറഞ്ഞേ ഏരിയ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. 30 ഇൻറ്റു 10⁻⁴ വരും. ടൈം 30 മിനിറ്റ്സ് ആണ്. അപ്പം 20 ഇൻറ്റു 10⁴ 20 ഇൻറ്റു 4 ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി മതി. ഡിവൈഡഡ് ബൈ നമ്മൾ ഏതുകൊണ്ട് മനസ്സിലാക്കണം? 3 ഇൻറ്റു 10⁸ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന 39 ആൻസർ ഓപ്ഷൻ നമ്പർ സി ആയിരിക്കും. കണ്ടോ? NH/λ. H/λ എന്തുവാ? H/λ ഈക്വൽ ടു പി ആ. അപ്പോൾ അത്രയും നമ്പർ, എത്ര മൊമെൻ്റ് എന്ന് പറയുമ്പം അതിനകത്ത് ഒരു ഫോട്ടോൺ ആയിരിക്കുകയല്ല, നമ്പർ ഓഫ് ഫോട്ടോൺസ് വേണം. ഒരു സിംഗിൾ ഫോട്ടോൺ ആണെങ്കിൽ H/λ മതി. അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് എന്ന് പറയുമ്പോഴത്തേക്കിന് എത്ര നമ്പർ ഓഫ് ഫോട്ടോൺസിൻ്റെ മൊമെൻ്റമാണ് ഡെലിവർ ചെയ്തേക്കുമ്പോൾ NH/λ എന്നുള്ള കണമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂടെ എന്നൂടെ കയറും എന്ന് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ അപ്പോൾ 39ൻ്റെ ഓപ്ഷൻ സി ആണ്. 40ലേക്ക് പോവുക. അത് LCR സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എ വേരിയബിൾ കപ്പാസിറ്റർ കണക്റ്റഡ് ടു ആൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്റ്റൻസ്. ഇത് നമുക്ക് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC-ക്കകത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അത് 100 ഓം റെസിസ്റ്റൻസ് ആണ്. AC സോഴ്സ് ഓഫ് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഉണ്ട്, ഗിവൺ ഉണ്ട്, L ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് സോ ദാറ്റ് മാക്സിമം കറണ്ട് മേ ബി ഡ്രോൺ ഇൻ ടു ദ സർക്യൂട്ട്. അപ്പം മാക്സിമം കറണ്ട് എപ്പോഴാണ്? അറ്റ് റെസൊണൻസിലാണ്. അങ്ങനെയാണെങ്കിൽ അറ്റ് റെസൊണൻസ് കറണ്ട് എന്താവും? മാക്സിമം ആയിരിക്കും. ശരിയല്ലേ?
അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈക്വൽ ടു 1/√LC ആണെന്ന് നമുക്കറിയാം. അവിടെ നമുക്ക് വേണ്ടത് സി ആയതുകൊണ്ട് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 1/LC ആ. അവിടെ സി ഈസ് ഈക്വൽ ടു എത്രയാ? 1/ഒമേഗ സ്ക്വയർ അല്ല, ഒമേഗ ഉണ്ട്, എൽ ഉണ്ട്. അപ്പം നമുക്ക് 40യുടെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 80 മൈക്രോ ഫാരഡ് കാണും. നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് മാത്രം പോയാൽ മതി. അപ്പം ഒമേഗ സ്ക്വയർ എൽ എന്നുള്ള കാര്യം ഓർക്കുക. ഒമേഗ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആൻസറിലേക്ക് പോകും. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 41. ഈ ക്വസ്റ്റ്യൻ മാഗ്നറ്റിക് ഫീൽഡ് ഗിവൺ ബി തന്നിട്ടുണ്ട്, അതിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. എല്ലാം മാത്തമാറ്റിക്സ് കണക്റ്റഡ് ആണ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. കാരണം ഈ കീം പാസ്സായി വരുന്ന സ്റ്റുഡൻസ്, എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുന്ന സ്റ്റുഡൻസ് എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് പോകുമ്പം അവിടെ മാത്തമാറ്റിക്സ് ബാക്കപ്പ് നമുക്ക് നല്ലപോലെ വേണം എന്നുള്ള അറിയാം. അതുകൊണ്ട് മാത്തമാറ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എല്ലാം വന്നേക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് തന്നേക്കുന്നത് ഇസഡ് ആക്സിസിലാണ്, ഫോഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫോഴ്സ് ആക്ടിങ് ഓൺ എ മൂവിങ് ചാർജ് ഇൻ ആൻ എ മാഗ്നറ്റിക് ഫീൽഡ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ വി ക്രോസ് ബി ആ. ആ ഫോഴ്സ് തന്നിട്ടുണ്ട് 4I - 3J × 10⁻⁻12 ഈക്വൽ ടു ചാർജ് സ്കെയിലറാണ് 10⁻⁻9. വെലോസിറ്റിയാണ് തന്നേക്കുന്നത്. ആ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് വെലോസിറ്റി, അപ്പോൾ ഫോഴ്സ് എക്സ് പ്ലെയിനിൽ, അപ്പോൾ XY പ്ലെയിനിലാണ്. അപ്പോൾ വെലോസിറ്റി നമുക്ക് VXI + VYJ ക്രോസ് ബി തന്നിട്ടുണ്ട് 10⁻⁻4 kCal. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 4I × 10⁻⁻12 - 3J × 10⁻⁻12 നിന്ന് ക്രോസ് പ്രോഡക്റ്റ് വെച്ച് 10�9 വേണ്ട ഇത്രയും ക്വാണ്ടിറ്റിയുടെ ക്രോസ് പ്രോഡക്റ്റ് കാണുക. അപ്പം നിങ്ങൾക്ക് ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡുമായിട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പം കിട്ടുന്ന ആൻസർ ഐയുടെയും കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 10�9 × VXI cap + VY കണ്ടോ J cap ക്രോസ് 10⁴ kCal. മെട്രിക്സ് ഡിറ്റർമിനൻറ്റ് മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സ് ആക്സിലെയും വൈ ആക്സിലെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ VX എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് 30യും VY എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 40യും കിട്ടും. അപ്പോൾ റിസൾട്ടൻറ്റ് V എന്ന് പറയുന്നത് 50 ആയിരിക്കും. റൂട്ട് ഓഫ് ഏതാ VX² + VY² എന്ന് വരും. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടും? 50 എന്ന് കിട്ടും. അപ്പോൾ അതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഇച്ചിരി ചിന്തിച്ച്, കാരണം നമുക്ക് ആ ഡിറ്റർമിനൻറ്റ് മെത്തേഡിൽ സോൾവ് ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിമ്പിൾ പെൻഡുലം എക്സ്പെരിമെൻറ്റ് ഈസ് പെർഫോംഡ് ഫോർ ദ വാല്യൂ ഓഫ് G. അപ്പോൾ സിമ്പിൾ പെൻഡുലം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെൻഡുലം ഓസിലേഷനുമായിട്ട് കണക്ട് ചെയ്യും. ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G, value of G, the acceleration due to gravity. The measured value of length of the pendulum L given ആണ്. ആക്യുറസി, അപ്പോൾ ആക്യുറസി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഏത് റേഞ്ചിൽ നിൽക്കും എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ അത് ∆L ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ക്വസ്റ്റ്യൻ വായിച്ചു വന്നപ്പോൾ തന്നെ ഇത് മെഷർമെൻറ്റ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിലെ ഫസ്റ്റ് ഇയറിലെ നമ്മൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ എറേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. 100 ഓസിലേഷൻ ഇൻ 100 സെക്കൻഡ് എന്നാണ്. അപ്പോൾ വിത്ത് ആൻ ആക്യുറസി ഓഫ് 1 സെക്കൻഡ് അത് ∆T ആണ്. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ അൺസർട്ടനിറ്റി ഇൻ ഡിറ്റർമിനേഷൻ ഓഫ് G. അപ്പോൾ നമുക്ക് ജിയുടെ ഫോർമുല എല്ലാവർക്കും അറിയാം, 4π² × L/T² ആണ്. അപ്പോൾ ∆G/Gയുടെ പെർസെൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പം ∆L/L × 100 + 2 × ∆T/T × 100 എന്ന് വരും. അപ്പോൾ ∆L ഏതാ മക്കളെ? 1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 10⁻³ ഡിവൈഡഡ് ബൈ 25 × 10⁻² × 100 പ്ലസ് 2 × ∆T എത്രയാണ്? ആക്യുറസി ഓഫ് 1 സെക്കൻഡ് ബൈ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ പീരീഡ് തന്നിട്ട് 100 ഇൻറ്റു എത്രയാണ്? 100. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പം 1/25 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 0.4 ആണ്. ഇത് 2 വരും. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ഡി ആണ്. 42ൻ്റെ ആൻസർ ഓപ്ഷൻ നമ്പർ ഡി ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. 41 നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മിസ്സിങ് അല്ല, എല്ലാ ക്വസ്റ്റ്യനും ഓക്കെ. 41
42. ഓക്കെ, 42 നമുക്ക് 2.4 ആണ്. ഇനി നമുക്ക് 43ലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കുമ്പോൾ കോമ്പിനേഷൻ ഓഫ് 2 ചാർജസ് +1 നാനോ കൂളം ആൻഡ് -1 നാനോ കൂളം ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതൊരു ഡൈപോളാണെന്ന് മനസ്സിലായി. ആൻഡ് ദിസ് ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ it is constituted an electric dipole is placed in an electric field. അപ്പോൾ ഡൈപോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ആൻ ആംഗിൾ ടോർക്ക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഡൈപോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്നാൽ ടോർക്കാവും, ടോർക്ക് കൊണ്ട് റൊട്ടേഷണൽ മോഷൻ വരും. അപ്പോൾ ഇത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആണ്, അതോടൊപ്പം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ടോർക്കിൻ്റെ ആൻസർ നമുക്കറിയാം പി സൈൻ തീറ്റ ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസർ നമുക്കറിയാം -PE കോസ് തീറ്റ ആണ്. ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഡൈപോൾ മൊമെൻറ്റ് പി എന്ന് പറയുന്നത് Q × 2L ആണ്. Q എന്ന് പറയുന്നത് 10⁻⁻10, 2L എന്ന് പറയുന്നത് 1 മൈക്രോമീറ്റർ ആണ്. അപ്പോൾ 10⁻⁻6 ആണ്. ഇത് സോൾവ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് വോൾട്ട് പെർ മീറ്റർ തരുന്ന ക്വാണ്ടിറ്റി നമുക്ക് ഇലക്ട്രിക് ഫീൽഡാണെന്നറിയാം. ഇത് അപ്പോൾ ഈ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 43യുടെ ഓപ്ഷൻ എയിലേക്ക് എത്തിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് സെക്കൻഡ് ഇയറിലെ ക്വസ്റ്റ്യനിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആൻഡ് ഓൾസോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസി എന്നുള്ള ടുഗദർ രണ്ട് ഒരുമിച്ച് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ എ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 44ലേക്ക് നമ്മൾ പോവുകയാണ്. എ കറണ്ട് ക്യാരിയിങ് കോയിൽ ഓഫ് ഇൻഡക്റ്റൻസ് L 60 മില്ലി ഹെൻറി ചേഞ്ച് ഫ്രം 2 ആംപിയർ ഇൻ വൺ ഡയറക്ഷൻ ടു 2 ആംപിയർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ കറണ്ട് ആദ്യം 2 ആംപിയർ ആയിരുന്നു, പിന്നെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 2 ആംപിയർ ആകുമ്പോൾ -2.5 ആംപിയർ ആവുമെന്ന് ഓർത്തോണം. എത്ര ടൈം? ആവറേജ് ഇൻഡ്യൂസ് DMF എന്നുള്ള കാര്യം നമ്മൾ തന്നെ ഓർത്തായി. അപ്പോൾ എത്രയാണ്? -L di/dt. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഈ -L 60 മില്ലി ഹെൻറി × 10⁻³ di എന്ന് പറയുമ്പോൾ ആദ്യം 2.5 ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ ഫൈനൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തപ്പം 2.5 -2.5 മൈനസ് ഓഫ് ഇനിഷ്യൽ കറണ്ട് ഏതാ? അതും 2.5. അപ്പോൾ I2 - I1. അപ്പോൾ di എന്ന് പറഞ്ഞാൽ I2 എത്രയാ? -2.5. I1 എത്രയാ? 2.5. അപ്പോൾ -2.5 മൈനസ് ഓഫ് I1 2.5 ആണ്. ഡിവൈഡ് ബൈ അതിനെടുക്കുന്ന ടൈം തന്നിട്ടുണ്ട് 0.1 സെക്കൻഡ്. അപ്പോൾ നമുക്ക് 44ൻ്റെ ആൻസർ ഓപ്ഷൻ നമ്പർ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്ഷൻ നമ്പർ ഈ മൈനസ് കട്ട് ചെയ്യുമ്പോൾ -2.5 5 ആവും. 5 × 6. അപ്പം നമുക്കറിയാം ആൻസർ 0.1 കട്ട് എല്ലാം ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ നമ്പർ 44 C കിട്ടുന്നതായിരിക്കും. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 45ലേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും ഇൻഡക്ടർ കോയിൽ വിത്ത് ആൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് അതിൻ്റെ തന്നിട്ടുണ്ട്. വീണ്ടും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എനർജി, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ തന്നിട്ടുണ്ട്. അറ്റ് ദ റേറ്റ് ഓഫ് വാട്ട്സ് തന്നിട്ടുണ്ട്. ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ, അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ക്വാണ്ടിറ്റി വാട്ട്സും ഉണ്ട് റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു I²R നമുക്കറിയാം. പവർ തന്നിട്ടുണ്ട് 200, I² അറിയത്തില്ല. അത് കഴിഞ്ഞ് നമുക്ക് തന്നേക്കുന്ന ക്വാണ്ടിറ്റി 50 ആണ്. അപ്പോൾ I² എന്ന് പറയുന്നത് 4 ആവും. അപ്പോൾ I എത്രയാ? 2 ആംപിയറിനായി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഗിവൺ ഹാഫ് Li² ആണെന്ന് നമുക്കറിയാം. പൊട്ടൻഷ്യൽ എനർജി 180 മില്ലി ജൂൾസ് ആണ്. 10⁻³ ആണ്. ഹാഫ് L എത്രയാണ്? അൺനോൺ ആണ്. അപ്പോൾ അത് 2² ആണ്. അപ്പോൾ നമുക്കറിയാം 2² 2 കട്ടാവും. അപ്പോൾ ഇത് വരുമ്പം 90 × ഈ 2 ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ 90 × 10⁻³ എന്ന് പറയുന്നതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അത് 90 മില്ലി ഹെൻറി ആയിരിക്കും. ഓപ്ഷൻ നമ്പർ എ ആണ്. അടുത്തത് 46ലേക്ക് പോവുകയാണ്. കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ഈസ് ഫോംഡ് ബൈ വൈൻഡിങ് 200 ടൺസ് പെർ സെൻറ്റിമീറ്റർ. അപ്പോൾ N ഈസ് ഈക്വൽ ടു 200 tons per centimeter 10⁻². The number of tons per centimeter is increased by 200 to 201. അപ്പോൾ 200 നിന്ന് 201ലേക്ക് ഇൻക്രീസ് ചെയ്തു. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ബൈ. ഇത് അനദർ ക്വസ്റ്റ്യൻസ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പം നമുക്ക് ഇത് മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസിലെ സോളിനോയിഡുമായിട്ട് കണക്ട് ചെയ്യാൻ തോന്നും. പക്ഷേ അവർ ചോദിച്ചത് നമ്പർ ഓഫ് ടൺസ് ഇൻക്രീസ് ചെയ്യുമ്പം
മാഗ്നറ്റിക് ഫീൽഡ് എത്ര കൂടും, അതും ഒരു പെർസെൻറ്റേജ് ടേമുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഫസ്റ്റ് ഇയറിലെ മെഷർമെൻറ്റുമായിട്ട് വേണേൽ കണക്ട് ചെയ്യാം. അപ്പോൾ ബി ഈക്വൽ ടു നമുക്കറിയാം μ0 I ആണ്. അപ്പോൾ ബി പ്രൊപ്പോർഷണൽ ടു എത്രയാണ്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ അതിൻ്റെ ടേൺസ് പെർ സെൻറ്റിമീറ്ററിലേക്ക് ഒന്നും നമ്മൾ പവർ ഒന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ ബി 200 ആണെങ്കിൽ ബി പ്രൊപ്പോർഷണൽ ടു 200 ആണെങ്കിൽ ബി ഡാഷ് പ്രൊപ്പോർഷണൽ ടു എത്രയാണ്, 201 ആണ്. അപ്പം നമുക്ക് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ബി, നമുക്കറിയാം ബി. അപ്പോൾ ഡെൽറ്റ ബി എത്രയാണെന്ന് ചോദിച്ചാൽ 1 ആണ്, ബൈ എത്രയാണ് 200 ആണ്, ഇൻറ്റു 100 ആണ്. അപ്പോൾ എത്രയാണ് 1/2% എന്ന് വരും. 1/2% എത്രയാണ്, 0.5%ലേക്ക് വന്നു. അപ്പോൾ 46ൻ്റെ ആൻസറും റെഡിയാണ്. അപ്പോൾ നമുക്ക് 47ലേക്ക് പോവാം. എ മെറ്റാലിക് സിലിണ്ടറിക്കൽ വയർ എ ഹാസ് എ ലെങ്ത് ഗിവൺ ആണ്. റേഡിയസ് 3 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് വയർ. അനദർ ഹോളോ സിലിണ്ടറിക്കൽ ഓഫ് സെയിം മെറ്റീരിയൽ ഹാസ് എ ലെങ്ത് സെയിം ലെങ്ത് ആണ്. ഇന്നർ റേഡിയസ് ഈസ് 3 മില്ലിമീറ്റർ ആൻഡ് ഔട്ടർ റേഡിയസ് റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ വയർ. അപ്പോൾ അനദർ ഹോളോ സിലിണ്ടറിക്കൽ വയർ ഓഫ് സെയിം മെറ്റൽ. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസിൻ്റെ റേഷ്യോയാണ്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ സെയിം ആയതുകൊണ്ട് റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റിവിറ്റിയുടെ ടേംസിലുള്ള റെസിസ്റ്റൻസിൻ്റെ ഫോർമുല എത്രയാണ്, R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ ആണ്. റോ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ലെങ്തിൻ്റെ സെയിം ആയതുകൊണ്ട് നമുക്കിത് ക്വസ്റ്റ്യൻ വളരെ കാര്യമായിട്ട് പോവുകയാണെങ്കിൽ R പ്രൊപ്പോർഷണൽ ടു 1/a എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. അപ്പോൾ RA ബൈ RB എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എത്ര എഴുതാം, AB ബൈ എ വരണം. AB എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇന്നർ റേഡിയസ് ഔട്ടർ റേഡിയസും തന്നേക്കുന്നതുകൊണ്ട് പൈ ഇൻറ്റു നോക്കിയേ, ഇതിൻ്റെ ഹോളോ 4² മൈനസ് എത്ര വരും, 3² വരും. മറ്റേത് പൈ ഇൻറ്റു എത്രയേ വരുള്ളൂ, 3² വരുള്ളൂ. അപ്പോൾ 4² എന്ന് പറയുമ്പോൾ 16 മൈനസ് 9 എന്ന് പറയുന്നത് എ ബി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ബി ഡിവൈഡ് ബൈ ഏരിയ ഓഫ് എ എന്നാണ്. അപ്പോൾ പൈ ഇൻറ്റു 16 മൈനസ് 9 7 ആണ്. പൈ കട്ടാവും. അപ്പോൾ പൈ ഇൻറ്റു 9 ആണ്. അപ്പോൾ ആൻസർ 47 ഓപ്ഷൻ നമ്പർ എ ആണ്. ഓക്കെ, ദെൻ 48ലേക്ക് പോവുകയാണ്. 48ലേക്ക് ക്വസ്റ്റ്യൻ പോയാൽ എ ബാർ മാഗ്നറ്റ് ലൈസ് അലോങ് എക്സ് ആക്സിസ് വിത്ത് സെൻറ്റർ ഫിക്സ്ഡ് അറ്റ് ഒറിജിൻ. ഓക്കെ, then magnetic field at a point 5i due to the magnet 5i due to the magnet is 4 into 10 power minus t ടെക്സ്റ്റിൽ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ബാർ മാഗ്നറ്റ് ലൈസ് ആണ്. അപ്പോൾ ബാർ മാഗ്നറ്റ് ഈസ് എ മാഗ്നറ്റിക് ഡൈപോൾ ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഐ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്നതെങ്കിൽ അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ സെൻറ്ററാണ് ഒറിജിൻ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് 5i ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആക്സിൽ ലൈനിലെ മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ക്വാണ്ടിറ്റി എന്നുള്ള കാര്യം ഓർക്കണം. അപ്പം ആക്സിൽ ലൈനിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ബി ആക്സിൽ എന്നാണ് ഞാൻ എഴുതിയേക്കുന്നത്. μ0/4π ഇൻറ്റു 2m/r³ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 10 പവർ മൈനസ് 6 μ0/4π 10⁻⁻⁷ 2 ഇൻറ്റു m അൺനോൺ ആണ്. r³ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 5³ ആണ്. എന്നിട്ട് ഇവർ ചോദിച്ചേക്കുന്നത് ഇതേ മാഗ്നറ്റിൻ്റെ 5 ഇതുകൊണ്ടോ ജെയിൽ ഇത് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ ഇതേതാ വൈ ഡയറക്ഷൻ ആണെങ്കിൽ എക്സ് ആക്സിൽ ലൈൻ ആണെങ്കിൽ ഇത് ഇക്വറ്റോറിയൽ ലൈനിലേക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈനിലെ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ μ0/4π ഇൻറ്റു m/r³ ആണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, അവിടുത്തെ r 10 ആണ്, ഇവിടുത്തെ r 5 ആണ്. അപ്പം നമ്മൾ m കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇതിൽ നമുക്ക് m ഡയറക്റ്റ് കിട്ടും. ആ m ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 48ൻ്റെ ഓപ്ഷൻ നമുക്ക് എ കിട്ടുന്നതായിരിക്കും. അവിടെ 5ഉം ഇത് 10 ആണ്. അപ്പോൾ ഓർക്കുക m കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇക്വറ്റോറിയൽ ലൈനിലേക്ക് പോകുന്നു. μ0/4π എപ്പോഴും ഓർക്കുക 10⁻⁻⁷
7 ആണ്. അപ്പോൾ 4π കട്ട് ചെയ്യുമെന്നറിയാം. μ0 4π × 10⁻⁷ ഡിവൈഡ് ബൈ 4π, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 48ൻ്റെ ആൻസർ ഓപ്ഷൻ നമ്പർ എ ആണ്. ഇനി നമുക്ക് 49ലേക്ക് പോകാം. An ideal gas is compressed by volume by a factor of 2, keeping its temperature constant, the speed of sound in air. ഇത് വേവ്സിലെ ഫോർമുല ആണ്. അപ്പോൾ നമുക്കറിയാം ഗാമ RT/m, ഇതാണ് റൂട്ട് ഓഫ്. ഇവിടെ നിങ്ങൾക്കറിയാം വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ ആണ്. അപ്പോൾ പ്രഷർ ഇൻക്രീസ്ഡ് ബൈ എ, അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വെലോസിറ്റി വി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആയിരിക്കും. പ്രഷർ ചേഞ്ച് ചെയ്താലും കംപ്രസ് ചെയ്യാൻ മീൻസ് പ്രഷർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. കീപ്പിംഗ് ഇസ് ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, ദെയർഫോർ സ്പീഡ് ഓഫ് സൗണ്ട് വി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഇറ്റ് ചെയ്യാന്നറിയാം. ദാറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ് ബിക്കോസ് ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്, ദെയർഫോർ 49 ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 50ലേക്ക് പോവാം. അപ്പോൾ നിങ്ങളെല്ലാം ക്വസ്റ്റ്യൻ ചെയ്ത് എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ചില ക്വസ്റ്റ്യൻസ് ഇച്ചിരി നമുക്ക് മാത്തമാറ്റിക്കൽ ബാക്കപ്പ് കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചാലും ഒന്ന് ക്ഷമയോടെ നിന്നാലും നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇച്ചിരി ആലോചിക്കണമെന്നുള്ളൂ. ബാക്കിയൊക്കെ മിക്ക ക്വസ്റ്റ്യൻസും നമുക്കറിയാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ ഒരു 72 ക്വസ്റ്റ്യൻ നമ്മൾക്ക് എടുത്താൽ ഫിസിക്സിലെ ഒരു 50 to 60 ക്വസ്റ്റ്യൻസ് നമുക്ക് മോറോർലെസ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബാക്കി ഒരു 12 ക്വസ്റ്റ്യൻ നമുക്ക് ഇച്ചിരി ഒന്ന് ആലോചിക്കണം എന്നുള്ളൂ. ടെൻഷൻ അടിക്കാതെ സമാധാനത്തോടെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെർഷൻ കോഡൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അതോ 50 A2 ആണ്. ഇനി ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 50ലേക്ക് പോവുകയാണ്. In the magnetic meridian of certain place, the horizontal component of Earth magnetic field is 0.36 Gauss and dip angle is 60 degree. The magnetic field of Earth at this location. അപ്പോൾ ഒരു പ്ലേസിലെ മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിള് 30, അതാണ് നമ്മുടെ ഡിപ്പ് നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം ഇത് നമ്മുടെ BH cos 30 ആണ്. അപ്പോൾ ഇതെത്രയാ? BH sin 30 ആണ്. ആ BH cos 30 എന്ന് പറയുന്നത് ഇത് നമുക്ക് BH ആണ്, ഇത് നമുക്ക് B വെർട്ടിക്കലാണ്, ഇത് നമ്മുടെ B. അപ്പോൾ BH ഈസ് ഈക്വൽ ടു എത്രയാ? B cos 30 cos തീറ്റയും B വെർട്ടിക്കൽ എത്രയാ? B sin തീറ്റയും ആണ്. അപ്പോൾ ബട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഈസ് ഗിവൺ ആസ് 0.36. ദിസ് ഈസ് ദ റിസൾട്ടൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് അറ്റ് ദിസ് ലൊക്കേഷൻ. അപ്പം നമുക്ക് ആ പ്ലേസിലെ മാഗ്നറ്റിക് ഫീൽഡാണ് ബി അറ്റ് ദ പ്ലേസാ ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മൾ 0.36 ഈക്വൽ ടു ബി കോസ് 30 എടുത്താൽ മതി. അപ്പം നമുക്ക് അതിൽ നിന്ന് ബി ഈക്വൽ ടു കോസ് 30 അല്ല കോസ് 60 ആണ്. അപ്പോൾ കോസ് 60 1/2 ആണ്. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ 0.36 × 2 എന്ന് വരും. അപ്പോൾ ആൻസർ ഈസ് 0.72 ഗോസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് വന്നു. അപ്പോൾ നമുക്കറിയാം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് BH, വെർട്ടിക്കൽ കമ്പോണൻറ്റ് BY റിസോൾവ് ചെയ്യുന്നു, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. B ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് ലൊക്കേഷൻ എന്നറിയാം. ഓക്കെ, 51 കഴിയുന്നതിന് മുമ്പ് ദർശന അക്കാഡമിയുടെ +1 +2 ട്യൂഷൻ എൻട്രൻസ് അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. അത് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പം +1 +2 ഇതിലേക്ക് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. നമുക്ക് +2 ലെവലിലും +1 ലെവലിലും ഒക്കെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒരു നല്ല റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ആ ഒരു കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിട്ടാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ ടൈം കളയുന്നില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 51. നമുക്ക് എ റെസിസ്റ്റൻസ് R ഈസ് കണക്റ്റഡ് ടു അക്രോസ് ആൻ ഐഡിയൽ ബാറ്ററി. ടോട്ടൽ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട് P. അനദർ റെസിസ്റ്റൻസ് R ആഡഡ് ഇൻ സീരീസ്. ദ ടോട്ടൽ പവർ, അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു ബാറ്ററിക്ക് അക്രോസ് ആയിട്ടുണ്ട് V²/R എന്ന് നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ കേസിൽ പവർ P ആണ്. സെക്കൻഡ് കേസിൽ P ഡാഷ് എടുത്താൽ V²/ അതെത്രയാവും? 2R ആവും. കാരണം റെസിസ്റ്റൻസ് ഇൻ സീരീസ് എന്ന് പറഞ്ഞാൽ അനദർ R ഈസ് ആഡഡ് ആണ് സീരീസ്. അപ്പോൾ R +
R1 പ്ലസ് R2 നമുക്കറിയാം അത് 2R ആയി. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, പി ഡാഷ് അപ്പോൾ എത്രയാ? വി സ്ക്വയർഡ് ബൈ ആർ ഓൾറെഡി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ ആൻസർ എത്രയാ? P/2 ആണെന്ന് മനസ്സിലായി. ഓപ്ഷൻ നമ്പർ ഡി 51 ആണ്. അപ്പോൾ 51 ഓപ്ഷൻ നമ്പർ ഡി ആണ്. അതുകൊണ്ട് ഇത് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പവർ റെസിസ്റ്റൻസിൻ്റെ ടേംസിൽ ബാറ്ററിക്ക് അക്രോസ് ആയിട്ട് വരുമ്പോൾ വോൾട്ടേജ് ഫിക്സ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ പവർ ഈക്വൽ ടു വി സ്ക്വയർഡ് ബൈ ആർ നിങ്ങൾക്കറിയാം. ഓക്കെ, ദെൻ വി പാസ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 52. എ ടൊറോയിഡ് വിത്ത് 500 ടേൺസ്, അപ്പം നമ്പർ ഓഫ് ടേൺസ് ആണ് 500, n carries a current of 2 ampere I. Metal ring is inside, a metal ring inside the tore provides the core. അപ്പോൾ അതിന് ഉള്ളിലൊരു മെറ്റൽ റിംഗ് പ്രൊവൈഡ്സ് ദ കോറ്. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി അത് നമ്മുടെ കൈ ഗിവൺ. ഇഫ് ദ മാഗ്നറ്റൈസേഷൻ ഈസ് ആംബിയർ പെർ റേഡിയസ് ഓഫ് ദ റിംഗ്, അപ്പോൾ നമുക്കറിയാം കൈ ഈസ് ഈക്വൽ ടു ഇഫ് ദ മാഗ്നറ്റൈസേഷൻ ആംബിയർ പെർ മീറ്റർ. അപ്പോൾ നമുക്ക് മാഗ്നറ്റൈസേഷൻ എം ഈസ് ഈക്വൽ ടു കൈ എച്ച് ആണെന്നറിയാം. എം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി മാഗ്നറ്റൈസേഷൻ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ 5 × 10⁻². കൈ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് ഗിവണാണ്, 2 × 10 ഉണ്ട്. എച്ച് എത്രയാ? NI ആണ്. ശരിയല്ലേ? അവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടത് 5 × 10⁻², മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി കൈ 2 × 10⁻⁵. n എന്ന് പറയുന്നത് ടൊറോയിഡിന് n/2πr ആണ്. അപ്പോൾ n എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 500 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു r ഈസ് ഗിവൺ ആസ് അൺനോൺ, I ഈസ് 2π. അപ്പം നമുക്ക് അതിൽ നിന്ന് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു പാടുമില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 52 ഓപ്ഷൻ നമ്പർ ഡിയിലേക്ക് വരും. 2π ക്യാൻസൽ ചെയ്യുന്നു, 500 ഇതെല്ലാം കൂടെ നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പം 52 ഓപ്ഷൻ നമ്പർ ഡി ദറ്റ് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ എന്നുള്ള ആൻസറിലേക്ക് വരും. കണ്ടോ? അപ്പോൾ അവിടെ ചിന്തിക്കാനൊന്നുമില്ല. കൈ NI ആണ്. മാഗ്നറ്റൈസേഷൻ M, കൈ ഈക്വൽ ടു M ഈസ് ഈക്വൽ ടു കൈ എച്ച്. അതായത് കൈ ഈസ് ഈക്വൽ ടു നമ്മൾ പഠിക്കുന്നുണ്ട് M/H, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ബൈ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, when a vibrating tuning fork moves on a stationary observer with a speed of 50, vibrating tuning fork moves with a speed with a stationary observer. അപ്പോൾ നമുക്ക് മനസ്സിലായി ഡോപ്ലർ എഫക്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. സ്റ്റേഷനറി ഒബ്സർവർ എന്ന് പറയുമ്പോൾ ലിസണർ ആണ്, സൗണ്ട് കേൾക്കുന്നത് കൊണ്ട് നമ്മൾ ലിസണർ നിട്ടു. അയാളുടെ വെലോസിറ്റി 0 ആണ്. സോഴ്സിൻ്റെ സ്പീഡ് ട്യൂണിംഗ് ഫോർക്കാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 50 m/s. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കേൾക്കുന്ന ഫ്രീക്വൻസി F' ആണ്. അപ്പോൾ ഒറിജിനൽ ഫ്രീക്വൻസിയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഏത് ഫോർമുലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന V-VL ഡിവൈഡഡ് ബൈ V-VS, അപ്പാരൻ്റ് ഫ്രീക്വൻസി V-VL ഡിവൈഡ് ബൈ V-VS ഇൻറ്റു ഒറിജിനൽ ഫ്രീക്വൻസി ഓഫ് VL ലിസണറിൻ്റെ ഫ്രീക്വൻസിയാണ്, S സോഴ്സിൻ്റെയാണ്, V സൗണ്ടിൻ്റെയാണ്. സൗണ്ടിൻ്റെ സ്പീഡ് 350, ലിസണറുടെ സ്പീഡ് എത്രയാണ്? 0. വീണ്ടും 350 - 50 ഇൻറ്റു F ഈക്വൽ ടു എത്രയാണ്? 350. മക്കളെ 350 350 കട്ടാവും. അപ്പോൾ 350 50 കുറയ്ക്കുന്ന ആൻസറായ 300 ന്യൂമറേറ്ററിൽ വരും. അപ്പോൾ ആൻസർ F ഈസ് ഈക്വൽ ടു എത്രയായി മാറി? ഈ 350 ദിസ് 350 വിൽ ക്യാൻസൽസ്. അപ്പോൾ 350 - 50 ഈക്വൽ ടു 300. ഫ്രീക്വൻസി എന്നുള്ള ഓപ്ഷൻ നമ്പർ 53 ഡിയിലേക്ക് വന്നു. ഇനി നമുക്ക് പോകുന്നത് 54ലേക്കാണ്. അപ്പോൾ ഇവിടെ എ റോഡ് PQ slides along a 2 parallel rails shown in figure has a length 20 cm and it is perpendicular to placed perpendicular to 2 rails and performs simple harmonic motion with an amplitude 5 cm. Frequency
10 hertz. Magnetic field B 10 power minus 4 Tesla. The magnetic field is given perpendicular to the plane of the paper. What is the peak induced electromagnetic force? അപ്പോൾ അങ്ങനെ വരുമ്പോൾ E is equal to നമുക്ക് വേണ്ടത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് EMF ആണ്. ഫോഴ്സ് എന്ന് കേട്ട് ടെൻഷൻ അടിക്കൽ, അത് വോൾട്ടേജ് ആണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ BLV ആണ്. ഇത് ഇസ് മോഷണൽ EMF, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മൂവിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് ആൻ ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് BLV എന്ന് എഴുതാം. പക്ഷേ വിയുടെ കാര്യം അവരൊന്നും പറയുന്നില്ല. പക്ഷേ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, സിമ്പിൾ ഹാർമോണിക് മീൻസ് ആൻ ആംപ്ലിറ്റ്യൂഡ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? മാക്സിമം കേസിലാണ്. അപ്പോൾ വെലോസിറ്റി മാക്സിമം ആകുന്ന വാല്യൂ ആംപ്ലിറ്റ്യൂഡിൻ്റെ ടേംസിൽ നമുക്കറിയാം ഒമേഗയെ. അപ്പോൾ വി മാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റിയിലാണ് ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ അപ്പോൾ അതെത്രയാണ് നമുക്കറിയാം? ഒമേഗയെ. അപ്പം ബി ഉണ്ട്, എൽ ഉണ്ട്, ജെൻ ഒമേഗ ഇൻറ്റു എ മതി. ബി ഒമേഗ നമുക്കറിയാം 2πf ഫ്രീക്വൻസിയാണ്. അപ്പോൾ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു 10 പവർ മൈനസ് 4. എൽ 20 ഇൻറ്റു 10⁻⁻². ഒമേഗ 2π ഇൻറ്റു ഫ്രീക്വൻസി 10 ഹെർട്സ് ഇൻറ്റു ആംപ്ലിറ്റ്യൂഡ് എ. എന്താ എ? ആംപ്ലിറ്റ്യൂഡാണ്. അതെത്രയാ? 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 5 ഇൻറ്റു 10⁻⁻² ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 54ൻ്റെ ആൻസർ ഓപ്ഷൻ നമ്പർ സി ആയിരിക്കും. 2π ഇൻറ്റു 10 പവർ⁻⁵ വോൾട്ട് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ചല്ല, EMF എന്ന് പറയുന്ന വോൾട്ടേജ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ദെൻ എല്ലാവരും ക്വസ്റ്റ്യൻസ് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഇത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലാണ്. ഇത് നമുക്ക് അസിമെട്രിക് എന്ന് പറയുന്ന എഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ അസിമെട്രിക്, അപ്പോൾ ഇതിൻ്റെ സിമെട്രിക് ന്യൂമറേറ്റർ അപ്പ് സൈഡിൻ്റെ സിമെട്രിയാണ് ഡൗൺ സൈഡ് എങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ശരിക്കും ഈ ഒരു സെക്ഷൻ റെസിസ്റ്റൻസ് ഈ ഒരു സെക്ഷൻ ആവശ്യമില്ല, കണ്ടോ? ഈ ഒരു സെക്ഷനിൽ കൺസിഡർ ചെയ്യേണ്ട. അപ്പം നമുക്ക് ഇത് 6 ആണ്, ഇത് 6, ഇത് 6, 6. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ പിക്ചർ വരച്ചാൽ നമുക്കിങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ എല്ലാവർക്കും ആ പിക്ചർ മനസ്സിലായ ആ സെൻട്രൽ റീജിയൻ കട്ട് ചെയ്ത്. അപ്പോൾ ഇത് 6, ഇത് 6, ഇത് 6 വരുമ്പം 2R-ഉം 6-ഉം പാരലാണ്. അപ്പോൾ 2R-ഉം 6-ഉം പാരലാകുമ്പോൾ നമുക്കറിയാം 4R/3 വരും. അപ്പം ഈ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇത് നമുക്കറിയാം, ഫസ്റ്റ് റെസിസ്റ്റൻസ് 6, ഇതപ്പോൾ എത്രയായി? സെൻറ്റർ എത്രയായി? 2R/3 വരും. ഈ ലാസ്റ്റ് റെസിസ്റ്റൻസും നമുക്ക് എത്രയാണ്? 6 ആണ്. അതും എത്രയാണ്? 6 ആണ്. അപ്പോൾ അതിന് പാരലായിട്ട് സെയിം തിങ് ഹാപ്പൻഡ്. അപ്പം 6, 2R/3, 6. അപ്പോൾ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ എന്ന് പറയുമ്പം 6, 2R + 2R, 2R + 2R/3 ഇത് വരും. അപ്പോൾ 2R പ്ലസ് ആപ്പ് സൈഡ് 2R + 2R/3 എന്ന് പറയുമ്പം 8R/3 എന്ന് വരും. ഒരു ടൈം ഇത്രയും 8R/3. അപ്പോൾ 8R/3 പാരലാണെങ്കിൽ RP = നമ്മൾ പഠിച്ചിട്ടുണ്ട് R/N. അപ്പോൾ R/2. അപ്പോൾ ഒരു സൈഡ് 8R/3 തന്നെ പാരല. അപ്പോൾ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 4/4R/3 ആൻസർ പോകുന്നതായിരിക്കും. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിമെട്രി കൺസെപ്റ്റിൽ നിൽക്കുന്ന ഒരു പ്രോബ്ലം ആണെന്നുള്ളൂ. അത് നമുക്ക് ചെയ്യാൻ പറ്റണമല്ലോ അല്ലേ? അപ്പോൾ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 56 ആണ്. അത് പ്രൊജക്ടൈൽ ഈസ് ത്രോൺ അറ്റ് എ സ്പീഡ് v at an angle θ with horizontal if the speed at its maximum height is v/3. അപ്പോൾ സ്പീഡ് അറ്റ് ദ മാക്സിമം ഹൈറ്റ് v/3 എന്ന് പറയുമ്പോൾ മാക്സിമം ഹൈറ്റിലെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം v cos θ ആണ്. ഈ ആംഗിള് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ v cos θ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എത്രയായിട്ട് തന്നിട്ടുണ്ട്? v/3 ആണെങ്കിൽ cos θ = എത്രയാ? 1/3. ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ അറിയാമെങ്കിൽ അടുത്തത് നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് റൈറ്റ് ട്രയാങ്കിളിൻ്റെ റേഷ്യോസ് ആണല്ലോ ട്രിഗ്നോമെട്രിയുടെ
സൈഡ്സുകൾ ആണല്ലോ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമുക്ക് കോസ് തീറ്റ 1/3. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇത് റൂട്ട് ഓഫ് ഏത് വരും 3² - 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. റൂട്ട് 8 ആണ്. 8 എത്രയാണ്? 2√2 ആണ്. ഓക്കെ, അപ്പോൾ ടാൻ തീറ്റ എത്രയാണെന്നാണ് ചോദ്യം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 2√2 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ആൻസർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 2√2 ആണ്. അപ്പോൾ അതിൽ നമ്മൾ ടാൻ തീറ്റ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് 57ലേക്ക് എത്തിയിരിക്കുന്നു. കൺസിഡർ എ വെക്ടർ അഡീഷൻ P + Q. 6 ആണ്. വെക്ടർ അഡീഷൻ ആണ്. P എക്സ് ഡയറക്ഷൻ, Q 10 ആണേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് P + Q = R. P എത്രയാ? PI, Q 10. അതിൻ്റെ യൂണിറ്റ് വെക്ടർ അറിയത്തില്ലാത്തതുകൊണ്ട് n ക്യാപ്പ് എന്ന് കൊടുക്കാം. ഏത് ഡയറക്ഷൻ വേണേലും ആകാമല്ലോ. അപ്പോൾ നമുക്കറിയത്തില്ലാത്തതുകൊണ്ട് R തന്നേക്കുന്ന വാല്യൂ 3P തന്നിട്ടുണ്ട്. മോഡുലസ് ആണ്. 3P ജെ ക്യാപ്പാണ്. അപ്പം നമ്മൾ എന്നാ ചെയ്യും? ഈ പിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്ന ക്വാണ്ടിറ്റിയുടെ ഐഡിയ എന്നാന്ന് ചോദിച്ചാൽ ഈ 10n ക്യാപ്പ് ഈക്വൽ ടു 3P ജെ ക്യാപ്പ് മൈനസ് PI ക്യാപ്പ് എന്നാ. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് എടുത്താലോ ഇത് 100 എന്ന് വരും. ഇതെത്രയാ? 9 + 1 എത്ര വരും? 10 എന്ന് വരും. അപ്പോൾ 9 + 1 10 P² എന്ന് വരും. ഇത് 9². ജെയുടെ കോയഫിഷ്യൻ്റ് 3P, ഐയുടെ കോയഫിഷ്യൻ്റ് P. അപ്പം 3P² + P², 3P² + P² എന്ന് പറയുമ്പോൾ 10P² വരും. അപ്പോൾ P² എന്ന് പറയുന്നത് 10 വരും. അപ്പോൾ Pയോ √10 എന്ന് വരും. അപ്പോൾ 57ൻ്റെ ആൻസർ ഓപ്ഷൻ നമ്പർ A ആണ്. അപ്പോൾ അവിടെ ഡയറക്ഷൻ ഒരു ഫാക്ടറല്ല, എത്രയാണെന്നേ ചോദിക്കുന്നുള്ളൂ. അത് വെക്ടർ സബ്ട്രാക്ഷൻ. കണ്ടോ, റിസൾട്ടൻ്റ് വെക്ടറിൽ നിന്ന് മറ്റേ വെക്ടർ എത്രയാണെന്ന് മാത്രം ചോദിക്കുന്നു. ഓക്കെ, 57. ഇനി നമുക്ക് 58ലേക്ക് പോകാം. എ കാർ ഈസ്, അപ്പോൾ ഫൈനൽ വെലോസിറ്റി V = എത്രയാണ്? 0. ഡിസ്റ്റൻസ് ട്രാവലിംഗ് S ഗിവൺ ആണ്, തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ആവറേജ് സ്പീഡ്? ആവറേജ് സ്പീഡ് ഇൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ ഓർക്കുക, ആവറേജ് സ്പീഡ് എപ്പോഴും U+V/2 ആയിരിക്കും. U 5 ആണ്. ഫൈനൽ വെലോസിറ്റി 0 ആണ്. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എസിൻ്റെ ആവശ്യമേ ഇല്ല. /2 ആൻസർ ഈസ് 2.5 ആണ്. ഓപ്ഷൻ നമ്പർ 58ൻ്റെ ആൻസർ B ആണ്. ഓക്കെ, അതൊരു നല്ല കൺസെപ്റ്റാണ്, എല്ലാവരും ഓർത്തിരിക്കുക. അപ്പോൾ കൺസിഡർ എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ദാറ്റ് X, A, K, U ആർ എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, A ആംപ്ലിറ്റ്യൂഡാണ്, K കൈനറ്റിക് എനർജിയാണ്, U പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, കൈനറ്റിക് എനർജി ബൈ പൊട്ടൻഷ്യൽ എനർജിയുടെ റേഷ്യോ 3 ആണെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റും ആംപ്ലിറ്റ്യൂഡും നമ്മളെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 3 ടൈംസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്നാ? 12m ω² × A² - Y² ആണ്. Y ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ X² ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല 12m ω² X² ആണ്. ഇതിൽ നമുക്കറിയാം A² - X² ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? A² - X² ഈസ് ഈക്വൽ ടു 3x² എന്ന് വരും. A² ഈസ് ഈക്വൽ ടു 4x² എന്ന് വരും. A ഈക്വൽ ടു 2x എന്ന് വരും. ചോദിച്ചേക്കുന്നത് x/a ആണ്. അപ്പോൾ x/a എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമുക്ക് 1/2 ആയിരിക്കും. ഓപ്ഷൻ നമ്പർ B ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 60-ലെത്തിയിരിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ഓപ്റ്റിക്സിലെ ക്വസ്റ്റ്യനിലേക്ക് പിക്ചർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് ഓപ്റ്റിക്സിലെ ലെൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എ കോൺവെക്സ് ലെൻസ് L1, L2 ഹാവ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ F1 എത്രയാ? 4 സെൻറ്റിമീറ്റർ. F2 അപ്പോൾ 10 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ലെൻസ് നമ്മൾ ഡിസ്റ്റൻസ് X. എ പോയിൻറ്റ് സോഴ്സ് S ഈസ് പ്ലേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് U ആണ്. 12 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ഓഫ് L1 ആൻഡ് ഇഫ് ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അതെന്താ അങ്ങനെ സംഭവിക്കാൻ? അപ്പോൾ ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് ഒരു പൊസിഷനിൽ വന്ന് വീണിട്ടുണ്ട്.
അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് V1. ഈ പൊസിഷൻ, ഈ ഇമേജ് ഓഫ് ദ ഫസ്റ്റ് ലെൻസ് L1 ബിക്കം ദ ഓബ്ജക്റ്റ് ഓഫ് ദ സെക്കൻഡ് ലെൻസ്. അപ്പോൾ ഓബ്ജക്റ്റ് ലെൻസിന്, സെക്കൻഡ് ലെൻസിന് കിട്ടിയപ്പോൾ ഈ ലെൻസിൻ്റെ ഇമേജ് എവിടെ വന്ന് വീണേ? ഈ L2ൻ്റെ ഇമേജ് എവിടെ? ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അതിൻ്റെ അർത്ഥം എന്നാന്ന് നമുക്ക് മനസ്സിലായോ? ഓബ്ജക്റ്റ് അറ്റ് ഫോക്കസ് ആണ് ഇമേജ് അറ്റ് ഇൻഫിനിറ്റി ആയി മാറുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ഈ V1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണെന്ന് മനസ്സിലായി. പിടി കിട്ടിയോ? അപ്പോൾ V1ൻ്റെ കൂടെ, കാരണം സെക്കൻഡ് ലെൻസിൻ്റെ ഓബ്ജക്റ്റ് ഇരിക്കുന്നത് അതിൻ്റെ ഫോക്കസിലാണ്, അതുകൊണ്ടാണ് ഇമേജ് എങ്ങോട്ട് പോയത്? ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് അതിനകത്ത് V1 കാൽക്കുലേറ്റ് ചെയ്യാൻ ലെൻസ് ഫോർമുല 1/f = 1/v - 1/u ആ. അപ്പോൾ V1 എന്നല്ല, ഞാൻ V എന്ന് എടുക്കുന്നു, കാരണം നമുക്ക് ഒരെണ്ണത്തിന് V യുടെ F ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 1/v = 1/f + 1/u ആ. അപ്പോൾ ഞാൻ അതിലേക്ക് പോവാണ്. 1/v = 1/f ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1/4. 1/u എത്രയാണെന്ന് ചോദിച്ചാൽ മൈനസ്. കണ്ടോ, ഓബ്ജക്റ്റ് എപ്പോഴും സൈൻ കൺവെൻഷൻ വെച്ച് പ്രോബ്ലം ചെയ്യാവുള്ളൂ. ഓബ്ജക്റ്റ് ഈസ് ഓൾവേസ് പ്ലേസ്ഡ് ലെഫ്റ്റ് ആണ്. അപ്പം -1/12. ഇത് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1/6 ആയിരിക്കും. ദെയർഫോർ വിയുടെ ആൻസർ എത്രയാ? 6 ആ. അപ്പോൾ ഇവർ ചോദിച്ചേക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസാ. അപ്പോൾ ഈ എക്സ് എത്രയാണെന്ന് ചോദിച്ചത്, അത് വിയുടെ കൂടെ F ആഡ് ചെയ്യണം. F ഏത്? സെക്കൻഡ് ലെൻസ്. ഈ F2 ആഡ് ചെയ്യണം ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ F1 ആയിട്ട് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ ഇത് V1 U1 ആയിട്ട് കൂട്ടിയേക്കാം. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലം വരത്തില്ല. അപ്പോൾ 1/V1 എന്നുള്ളത് 6 ആയി. അപ്പോൾ V1 + F2 മക്കളെ, V1 6 + 10 ആണ് രണ്ടാമത്തെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഈസ് 6 ഉണ്ട് 10 ഉണ്ട്. ചില ആൾക്കാർ കയറി നേരെ 6 എന്ന് കയറി എഴുതും. കൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ 6 എന്നാണ് കിടക്കുന്നത്. പക്ഷേ ആൻസർ ഈസ് ഓപ്ഷൻ 60ൻ്റെ ആൻസർ 16 ആണ്. 16 ഓപ്ഷൻ നമ്പർ ബി ആണ് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ 60ൻ്റെ ഓപ്ഷൻ നമ്പർ ബി ആണെന്നുള്ള കാര്യം ഓർക്കുക. 6 + 10 എന്നുള്ളത് ഓർത്തോളുക. ആദ്യം കയറി 6 ബബിൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. ചാടി കയറി ചെയ്യരുത്. കാരണം ആദ്യത്തെ രണ്ടിൻ്റെ, അതായത് ഫസ്റ്റ് ലെൻസിൻ്റെ ഇമേജ് എന്ന് പറയുന്ന പൊസിഷൻ രണ്ടാമത്തെ ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് ആണെങ്കിലും ആ പൊസിഷനെ പ്രിൻസിപ്പൽ ഫോക്കസ് ആകുന്നുള്ളൂ. ആ V എന്ന് പറയുന്ന ഡിസ്റ്റൻസിൻ്റെ കൂടെ F എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അപ്പോൾ ഈ രണ്ടാമത്തെ ഈ ഡിസ്റ്റൻസ് ആണ് കൂട്ടേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ പൊസിഷൻ കാണണം. ആ പൊസിഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തിൻ്റെ പൊസിഷനാണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് മെഷർ ചെയ്യുന്നത് ലെൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. കണ്ടോ, ഈ പൊസിഷൻ, ഈ ഡിസ്റ്റൻസ് ആണ് F2. അപ്പോൾ ഇതിൻ്റെ കൂടെ വിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ, അപ്പോൾ ഈ ഓബ്ജക്റ്റിൽ നിന്ന് പോകുന്ന റേ ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ ഈ ഓബ്ജക്റ്റ് ഇരിക്കുന്നത് ഈ ലെൻസിൻ്റെ L2ൻ്റെ ഫോക്കൽ ലെങ്തിലാണ്. ക്ലിയർ ആയെന്ന് മനസ്സിലായിരിക്കുന്നു. വൺസ് അഗെയിൻ നമ്മുടെ ദർശന അക്കാഡമിയുടെ അഡ്മിഷൻ്റെ കാര്യം ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. +1 +2 ട്യൂഷൻ + എൻട്രൻസ് ലോങ് ടൈം 2024 അഡ്മിഷനാണ്, തുടരുന്നുണ്ട്. അതിൻ്റെ ഫോൺ നമ്പർ എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് മറ്റുള്ളവരോടും കാര്യങ്ങൾ പറയുക. നല്ലൊരു ബെസ്റ്റ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നാണ് ദർശന അക്കാഡമി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതനുസരിച്ച് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ള കാര്യമൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, നമ്മുടെ സമയം കളയുന്നില്ല. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 61. വാട്ട് ഈസ് എ de Broglie wavelength corresponding to a ball of mass 100 gram moving with a speed 33 m/s? അപ്പോൾ de Broglie wavelength പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ടൈംസിലാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 61 നമ്മൾ ലാംഡ ഈസ് ഈക്വൽ ടു S/mv ആ. വേറെ കാര്യങ്ങളൊന്നുമില്ല. വെലോസിറ്റി ഡയറക്റ്റ് തന്നാൽ പിന്നെ നമുക്കതല്ലാതെ വേറെ, പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ഡയറക്റ്റ് തന്നാൽ പിന്നെ അതല്ലാതെ വേറെ മാർഗ്ഗങ്ങളുമില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. H നമുക്കറിയാം 6.6 ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. മാസ് 100 ഗ്രാമാണ്. 100 × 10⁻³ അത് 0.1 ആണ്. ഇൻറ്റു വെലോസിറ്റി V 33 ആണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 61ൻ്റെ ആൻസർ ഓപ്ഷൻ നമ്പർ ബി ആണ്. കാരണം 3.3 6.6 കൂടെ നമുക്കറിയാം കട്ട് ചെയ്യാം. 2ൻ്റെ ഒരു ടൈംസിലേക്ക് അത് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾക്കെല്ലാം കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓപ്ഷൻ നമ്പർ 61B. 62. A laser source
എമിറ്റ് ലൈറ്റ് ഓഫ് വേവ് ലെന്ത് 100 നാനോമീറ്റർ, ലാംഡ തന്നിട്ടുണ്ട്, നാനോമീറ്ററിലാണ്, പവർ മില്ലി വോൾട്ടാണ്, ആവറേജ് നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ്. അത് വെറും പവർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം എനർജി ബൈ ടൈമാണ്. എനർജി എന്ന് പറയുന്നത് എച്ച് ന്യൂ നമ്മൾ എഴുതുമെങ്കിലും ഇവിടെ നമ്പർ ഓഫ് ഫോട്ടോൺസ്, ഒരു ഫോട്ടോണിൻ്റെയാണ് എച്ച് ന്യൂ. അപ്പോൾ എൻ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇവിടെ വീണതായിട്ട് പറയുന്നുണ്ട് ബൈ ടി. അപ്പോൾ അതിനകത്ത് എൻ കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രം മതി. പവർ ഈസ് 3.3 ഇൻറ്റു 10 പവർ -3. n is unknown, that is asked. h is given, nu is you know c by lambda, and also given time also given. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ എഴുതിയേക്കാം. അപ്പോൾ 3.3 ഇൻറ്റു 10 പവർ -3 ഇൻറ്റു n unknown, h given, ഇത് സി ബൈ ലാംഡ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടിയും കൂടെ വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട നമ്പർ മാത്രം മതി. അപ്പം നമുക്കറിയാം 3.3 ഇൻറ്റു 10 പവർ -3 ഇൻറ്റു ലാംഡ മൾട്ടിപ്ലൈ ചെയ്യണം. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് പെർ സെക്കൻഡ് ആണ്, n/t ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ലാംഡ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 300 ഇൻറ്റു 10⁻⁻⁹ ഇൻറ്റു എച്ച് 6.6 ഇൻറ്റു 10⁻34 c 3 ഇൻറ്റു 10 പവർ, ഇതെല്ലാം ഡിനോമിനേറ്ററിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് n/t ആണ്. അപ്പം ലാംഡ 1 3.3 ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ എച്ച് സി കൊണ്ടും ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ആൻസർ 62, ഓപ്ഷൻ നമ്പർ ഇ ആണ്. 4 ഇൻറ്റു 10⁻15 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 62ൻ്റെ ഓപ്ഷൻ ഇ കിട്ടി. അടുത്ത 63ലേക്ക് പോകുന്നു. എ തിൻ കോൺവെക്സ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഹാസ് എ ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ഇൻ എയർ വെൻ ദ ലെൻസ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ഫ്ലൂയിഡ്. അപ്പോൾ ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്തപ്പോൾ നമുക്കറിയാം ഏത് ലെൻസ് ഏത് ലിക്വിഡിലോ ഫ്ലൂയിഡിലോ ഇമേഴ്സ് ചെയ്താൽ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കാരണം 1/f പ്രൊപ്പോർഷണൽ ടു n എന്നാണ് നമ്മൾ പഠിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിക്രീസ് ചെയ്യുമ്പം ഫോക്കൽ ലെങ്ത് എന്ത് പറയും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? അപ്പോൾ നമുക്ക് എയർ ആണെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും n2/n1 -1 ഇൻറ്റു 1/r1 -1/r2 എന്നാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഏതിട്ടേക്കുന്ന എയർ ആണ്. അപ്പോൾ നമുക്കത് എയറിലെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എയർ ഞാനിപ്പോൾ എഴുതുന്നില്ല. n2 എത്രയാണ് 1.5/1 -1 ഇൻറ്റു 1/r1 -1/r2. ഇനി ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്തു, അതിന് L എന്ന് കൊടുത്തു. 1.5 n2/n1. അപ്പോൾ n2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ലെൻസ് ആണ്. n1 എന്ന് പറയുന്നത് നമുക്ക് n ഫ്ലൂയിഡ് ആണെങ്കിൽ അത് ലിക്വിഡ് എന്ന് കൊടുത്താൽ -1 ഇൻറ്റു 1/r1 -1/r2 എന്ന് സോൾവ് ചെയ്യാം. ഇതിനകത്ത് 1/f എയർ ഡിവൈഡ് ബൈ 1/f L സോൾവ് ചെയ്താൽ നമുക്കറിയാം 1.5 -1 ന്യൂമറേറ്റർ 0.5 ആണ്. ഇവിടെ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, n L-1. അപ്പം നമുക്കിത് സോൾവ് ചെയ്താൽ FL/FA ഈക്വൽ ടു 0.5 ഡിവൈഡഡ് ബൈ 1.5/NL-1 എന്ന് വരും. അപ്പോൾ FL/FA എന്ന് പറഞ്ഞാൽ 70/10 ആണ്, അത് 7 ആണ്. 0.5 ഡിവൈഡഡ് ബൈ 1.5/NL-1 എന്ന് വരും. അത് നമ്മൾ സോൾവ് ചെയ്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 7 എന്ന് വരും. 0.5 ഡിവൈഡഡ് ബൈ 1.5 മൈനസ് NL ഡിവൈഡഡ് ബൈ NL എന്നുള്ളത് ഇവിടെ NL എന്ന് വരും. അപ്പം നമ്മൾ 1.5 ഇൻറ്റു 7 10.5 മൈനസ് NL ഈക്വൽ ടു എത്രയാണ് 0.5 NL എന്ന് വരും. അപ്പം നമുക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 10 ഇത് നമുക്ക് 1.5 ഇൻറ്റു 7 LL എന്ന് വരും. അപ്പോൾ ഇത് 11 ഈസ് ഈക്വൽ ടു 7 NL എന്ന് വരും. അപ്പോൾ NL ഈസ് ഈക്വൽ ടു
11/7 എന്ന് പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് ഈസ് ഈക്വൽ ടു 1.4 എന്ന് വരും. അപ്പോൾ നിങ്ങളത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ആൻസർ ഈസ് ഓൾമോസ്റ്റ് 63 ഓപ്ഷൻ നമ്പർ ഇയിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1.5 മൈനസ് NL, അപ്പോൾ 1.4ലേക്ക് ആൻസർ വരുന്നു. അപ്പോൾ 64ലേക്ക് പോവുകയാണ്. 64ലേക്ക് ആൻസർ പോയപ്പോൾ നമ്മുടെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഹൈഡ്രജൻ ആറ്റം സ്പെക്ട്രം ദ വേവ് ലെങ്ത് ഇൻ ബാൽമർ സീരീസ് ഈസ് ഗിവൺ ബൈ 1/λ ആർ ഈക്വൽ ടു, അത് നമുക്ക് നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ തന്നെ അവർ തന്നേക്കുകയാണ്. ബാൽമർ സീരീസ് എപ്പോഴും ട്രാൻസിഷൻ എപ്പോഴും സെക്കൻഡ് ലൈനായി N1 എപ്പോഴും 2 ആയിരിക്കണം. അപ്പം ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്നാണ് വേണ്ടത്. അപ്പോൾ N2 വരുന്ന 2 ആൻസറുകളുണ്ട്. N2 വരുന്ന A ഉണ്ട്, D ഉണ്ട്, B ഉണ്ട്. അപ്പോൾ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് വരുമ്പോൾ എന്തായിരിക്കണം? ഫ്രീക്വൻസി, എനർജി, വേവ് ലെങ്ത് കൂടുമ്പം എനർജി മിനിമം ആയിരിക്കണം, ഫ്രീക്വൻസി മിനിമം ആയിരിക്കണം. ഫ്രീക്വൻസി മിനിമം ആകുമ്പോൾ എന്താണ് ബാൽമർ സീരീസിലേക്ക് വരേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിഫറൻസ് ഏറ്റവും കുറവുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ N2 നിന്ന് ഇൻഫിനിറ്റി എന്ന് വരുമ്പോൾ ഡിഫറൻസ് കൂടുതലാണ്, N2 നിന്ന് 4ലേക്ക് വരുമ്പോൾ 2 ആണ്. അപ്പോൾ ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കണം? ആ N2 N1 ഡിഫറൻസ് എത്രയായിരിക്കണം? മിനിമം ആയിരിക്കണം. അപ്പോൾ ആൻസർ എത്ര വരും? നമുക്ക് ആൻസർ ഓപ്ഷൻ നമ്പർ N1 N2 എന്ന് പറയുമ്പോൾ 64 ഓപ്ഷൻ നമ്പർ എയിലേക്ക് വരുന്നതായിരിക്കും. അടുത്തത് 65, എ കാർ P is heading east with a speed V and another car Q is heading north with a speed 3. അപ്പോൾ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് കാർ Q വിത്ത് റെസ്പെക്ട് ടു? അപ്പോൾ നമ്മൾ എന്താ നമ്മുടെ അതനുസരിച്ച് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇട്ടാൽ ഇത് I, ഇതെത്രയാ? J ആണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം കാർ ഇനിഷ്യൽ VP എന്ന് പറയുന്ന കാറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് √3I കാർ ഈസ്റ്റാണ്. അപ്പോൾ അത് I ക്യാപ്പിലേക്ക് പോയി. VQ എന്ന് പറയുന്ന കാറ് √3J ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് കാർ വിത്ത് റെസ്പെക്ട് ടു, അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റിയാണ് ഫസ്റ്റ് ഇയറിലെ 2 ഡയമെൻഷനിലേക്ക് വരാതെ 2 ഡയമെൻഷനിലെ റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ √3J മൈനസ് √3I എന്ന് വരും. അത് നമുക്കറിയാം ഈ ക്വാഡ്രൻറ്റിൽ പോവും, J പോസിറ്റീവ് ആയി ക്വാഡ്ര. അപ്പം സോറി √3J അപ്പോൾ അത് നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ എററുള്ള, ഇതും നമുക്ക് V ആയിട്ട് എടുക്കണം. അത് പ്രിൻറ്റിങ് എററാണ്. ആദ്യത്തെ V ആണ്, രണ്ടാമത്തെ √3V ആണ്, അടുത്ത VIയും √3VIയുമാണ്. പക്ഷെ ആ V ക്വസ്റ്റ്യൻ പേപ്പറിൽ മിസ്സിങ് ആണ്. അതുകൊണ്ട് അത് എങ്ങനാകും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ VQ മൈനസ് VP, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കി എഴുതാം. √3VJ ക്യാപ് മൈനസ് VI ക്യാപ്. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് എടുത്താൽ നമുക്ക് എത്ര വരും? 3². അപ്പോൾ VQൻ്റെ മോഡുലസ് എടുത്താൽ 3 + 1 4 ആണ്. അതിൻ്റെ റൂട്ട് എടുത്താൽ ആൻസർ എത്രയാണ്? 2V എന്ന് വരും. ആ 2V ആണ് ഈ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇത് VI, ഇതെത്രയാ? √3VJ. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് എടുത്താൽ ഈ ആക്സിസ് √3 ആണ്, V ആണ്, ഇതെത്രയാ? V ആണ്. അപ്പോൾ ഈ തീറ്റ എത്രയാണെന്ന് ചോദിച്ചാൽ ടാൻ തീറ്റ എടുത്താൽ മതി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു √3V ഡിവൈഡഡ് ബൈ മോഡുലസ് എടുത്താൽ മതി, ഡിവൈഡ് ബൈ V എന്ന് എടുത്താൽ ആൻസർ ടാൻ തീറ്റ ഈക്വൽ ടു എത്രയാ? √3. √3 എന്ന് പറയുമ്പോൾ സോറി 2V. ആൻസർ 65ൻ്റെ ഓപ്ഷന് ടാൻ തീറ്റ 60 ഡിഗ്രി 2V. സോറി നമുക്ക് അതെ, ഇത് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആൻസർ കിട്ടേണ്ടത് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, നമ്മുടെ ക്വസ്റ്റ്യനിലൊരു ചെറിയ പ്രശ്നം പറ്റിയത് ടാൻ തീറ്റ ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഏതിലേക്ക് വരും? 1/√3 എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരും. അപ്പോൾ 2V ഇൻറ്റു 30 ഡിഗ്രി വെസ്റ്റ്, നോർത്ത് വെസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരും. അപ്പോൾ ഇതിനകത്തെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ ക്വസ്റ്റ്യനിൽ വി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ലെറ്റർ മിസ്സിംഗ് ആണ്. അപ്പോൾ അതാണ് അവിടെ പറ്റിപ്പോയ ഒരു പ്രോബ്ലം എന്നാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്കത് കാത്തിരുന്ന് കാണാം. ഓക്കെ, 66. എ പാർട്ടിക്കിൾ ഈസ് at rest starts from origin with a constant acceleration makes an angle 60 degree with the positive y axis. അപ്പം y is equal to എത്രയാണ്? ഹാഫ് എ ടി സ്ക്വയർ. ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, y തന്നിട്ടുണ്ട് 10, ഹാഫ് എ അൺനോൺ ആണ്. ആ എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആക്സിലറേഷൻ മേക്സ് 60 ഡിഗ്രി വിത്ത് പോസിറ്റീവ് വൈ ആക്സിസ്. അപ്പോൾ മക്കളെ ആക്സിലറേഷൻ മേക്സ് 60 ഡിഗ്രി വിത്ത് പോസിറ്റീവ്, ഇത് എ കോസ് 60 ആവും. അപ്പോൾ എയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? എ കോസ് 60 ഇൻറ്റു ടി സ്ക്വയർ എന്ന് വരണം. അങ്ങനെ വരുമ്പം 10 ഇട്ടു, 1/2 ഇട്ടു, എ ഇട്ടു, കോസ് 60 1/2 ഇട്ടു, ടി സ്ക്വയർ 2 സ്ക്വയർ ഇട്ടു. അപ്പോൾ നമുക്കറിയാം ഈ 2ഉം 2 സ്ക്വയറും കാൽക്കുലേറ്റ് ചെയ്യുമ്പം എ ഈസ് ഈക്വൽ ടു എത്രയായി? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓപ്ഷൻ എ ആണ്. ഓക്കെ, 67. സപ്പോസ് എ ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ആൻ എക്സ്പ്രഷൻ എഫ് ഈസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ എന്ന് വന്നു. അപ്പോൾ ഡയമെൻഷൻ കെ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ml(t⁻²) ആണ് ഫോഴ്സ്. കെ ഇട്ടു, ഇത് എൽ സ്ക്വയർ ആണ്. അപ്പോൾ എൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പം കെയുടെ ഡയമെൻഷൻ ml(l²) ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം എൽ സ്ക്വയറും എല്ലും കട്ടാവുമെന്ന് അറിയാം. ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. t⁻² എന്ന് വരും. അപ്പോൾ ഓപ്ഷൻ നമ്പർ 67, ഓപ്ഷൻ നമ്പർ ഇയിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അത് നമ്മൾ ഇ എടുത്തു. അടുത്ത 68. നമുക്ക് 4 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. എല്ലാവരും റിയലി എൻജോയിങ്, നിങ്ങളുടെ സജഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യുകയാണ്, കണ്ടിന്യൂ ചെയ്യുകയാണ്. 4 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഹൊറിസോണ്ടൽ ഫോഴ്സ് എക്സൈറ്റഡ് ഓൺ എ 20 കിലോഗ്രാം ബോ സ്ലൈഡ്സ് അപ്പ്. സ്ലൈഡ്സ് അപ്പ് ആണ്. അപ്പം നമുക്കറിയാം ഇത് സ്ലൈഡ് അപ്പ് ചെയ്യുമ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അത് നമുക്കറിയാം അത് എഫ് കോസ് 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ അതിനെ ഒപ്പോസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു ക്വാണ്ടിറ്റി എപ്പോഴും ഉണ്ട്. ഏതാ? ഇൻക്ലൈൻഡ് പ്ലെയിനിലെ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈസ് mg സൈൻ തീറ്റ ആണ്. അപ്പം നമുക്കറിയാം ഇത് നമ്മുടെ mg, ഇത് നമ്മുടെ mg കോസ് തീറ്റ. അപ്പോൾ ഈ ക്വാണ്ടിറ്റി അപ്പോൾ ആരാന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാരാ? mg കോസ് തീറ്റ. അതോടൊപ്പം തന്നെ ഫ്രിക്ഷനും ഉണ്ട്. ഫ്രിക്ഷനും mg കോസ് തീറ്റയും താഴേക്കാണ്. അതിനെ ഒപ്പോസ് ചെയ്താണ് നമ്മൾ ഫ്രിക്ഷനും mg കോസ് തീറ്റ അല്ല mg സൈൻ തീറ്റ. ഇത് നോർമൽ റിയാക്ഷനാണ്. അപ്പം നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് പ്ലസ് mg സൈൻ തീറ്റ ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് എത്രയാ? എഫ് കോസ് തീറ്റ. ഫ്രിക്ഷൻ എപ്പോഴും എത്രയായിരിക്കും? ഇൻക്ലൈൻ പ്ലെയിൻ മ്യൂ ആർ. എഫ് ഈക്വൽ ടു നമുക്കറിയാം മ്യൂ ആർ ആണ്. മ്യൂ ഇൻറ്റു ആർ എത്രയാ? mg കോസ് തീറ്റ ആണ്. അപ്പോൾ ആ മ്യൂ mg കോസ് തീറ്റ അവർ ഡയറക്റ്റ് 80 ന്യൂട്ടൺ തന്നിരിക്കുന്ന സ്ഥിതിക്ക് 80 + 20 കിലോഗ്രാമാണ്. ജി 10 ആണ്. സൈൻ തീറ്റ സൈൻ 30 1/2 ആണ്. എഫ് കോസ് 30 അതായത് √3/2 ആണ് കോസ് 30. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ നമ്പർ ഇ കിട്ടണം. 120√3 എന്ന് കിട്ടും. 120√3 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 69 ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ്. മുമ്പത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് മനസ്സിലായി. ലോസ് ഓഫ് മോഷനോട് കണക്ട് ചെയ്തൊരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ ഒന്ന് കൂട്ടിയാൽ മതി. അടുത്തയോ വേവ് ഓപ്റ്റിക്സിലെയാണ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് വെച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? ആംഗുലർ സെപ്പറേഷൻ. അപ്പം നമുക്കറിയാം ആംഗുലർ സെപ്പറേഷൻ ഓഫ് ദ ഫ്രിഞ്ച് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സ്ക്രീൻ മൂവ്ഡ് അവേ ഫ്രം ദ തീറ്റ ഈസ് ഈക്വൽ ടു λ/d. അത് ശരിയാണ്. സെപ്പറേഷൻ ഇൻക്രീസസ് when the separation between the slit decreases. fringe separation increases. അത് ശരിയാണ്. separation between the slit
ഡിക്രീസസ്, വിഡ്ത്ത് കൂടും. കാരണം ബീറ്റ ഈക്വൽ ടു ഡി ബൈ ഡി ലാംഡ ആണ്. ആൻഡ് ഷാർപ്പ്നെസ് ഓഫ് ഫ്രിഞ്ച് ഡിക്രീസസ് വെൻ ദ സോഴ്സ് സ്ലിറ്റ് വിഡ്ത്ത് ഇൻക്രീസസ്, അതും ശരിയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്രിഞ്ചസ് ഡിക്രീസസ് വെൻ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സ്ലിറ്റ് ഇൻക്രീസസ്, അത് തെറ്റാന്നുള്ള കാര്യം അറിയാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്രിഞ്ചസ്, അപ്പം അതാണ്. അപ്പം 69ൻ്റെ ഓപ്ഷൻ നമുക്ക് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്കറിയാം ഓപ്ഷൻ ഡി ആണ്. അപ്പം നമുക്ക് ഈ വായിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് നമ്മുടെ വൺസ് അഗൈൻ നമ്മുടെ കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു. നമ്മുടെ ഇവിടെ റീസെൻ്റായിട്ട് നമുക്ക് കിട്ടിയ ടോപ്പേഴ്സാണ്. നമുക്ക് നീറ്റ് 700 ഉണ്ട്. സെബിൻ ജോർജ്, ആദിത്യ കഴിഞ്ഞ ഈ കേരള റാങ്ക് കീമിൻ്റെ 6 ഉണ്ട്. ആദിത്യ ദേവ് കഴിഞ്ഞ വർഷത്തെ 685 ഉണ്ട് ഔട്ട് ഓഫ് 20. അപ്പം നമുക്ക് നല്ലപോലെ പഠിക്കാൻ ഉള്ളൊരു സാഹചര്യം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ആ പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മാർക്കിലേക്ക് എത്തിച്ചേരാം എന്നുള്ളൊരു മെസ്സേജാണ് ഞാനിവിടെ തരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. N capacitors each with 1 microfarad capacitance are connected in parallel to store a charge. അപ്പോൾ Q equal to C effective into V. 1 കൂളംബാണ് ചാർജ്. C effective പാരലലിൽ NC ആണ്, ഇൻറ്റു V 100 ആണ്. അപ്പോൾ 1 N ഈസ് അൺനോൺ, നമുക്ക് നോക്കാം. C 1 മൈക്രോഫാരഡ് 10⁻⁻6 100. അപ്പോൾ N എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി, N ഈസ് ഈക്വൽ ടു 1 ഈസ് ഈക്വൽ ടു N ഇൻറ്റു 10⁻⁻4 എന്ന് വരും. അപ്പോൾ N ഈസ് ഈക്വൽ ടു എത്ര വരും? 10⁻4 എന്ന് വരും. ഇനി നമ്മൾ ഇവർ ചോദിച്ചേക്കുന്നത് അപ്പോൾ എത്ര കപ്പാസിറ്റൻസ് ഉണ്ട് ആ നമ്പർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. 10⁻4 ആണ്. ഈ കപ്പാസിറ്റർ എല്ലാം സീരീസിൽ കടച്ചാൽ CS ഈസ് ഈക്വൽ ടു C/N എന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. C എത്രയാണ്? 1 മൈക്രോഫാരഡ് 10⁻⁻6. അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 10⁻4. അപ്പം 10⁻6ഉം 4 വരുമ്പം 10⁻10 ഫാരഡ് വരും. ഓക്കെ. 71. എ ട്രെയിൻ കൺസിസ്റ്റ് ഓഫ് എൻജിനാണ് ഉണ്ട്, 3 കോച്ചുണ്ട്. കോച്ചിൻ്റെ ഓരോന്നിൻ്റെ മാസ് സെയിം ആണ്, M. ഇങ്ങനെ തേർഡ് കോച്ച് ഫാർദസ്റ്റ് ഫ്രം ട്രെയിൻ മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് ആക്സിലറേഷനെ, ട്രെയിൻ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ മൂവുന്നു. മാസ് ഓഫ് ഈച്ച് കോച്ച് M. ഫോഴ്സ് എക്സേർട്ട്, അപ്പോൾ ഫസ്റ്റ് കോച്ച് സെക്കൻഡ് കോച്ചിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഇതേ ആണെങ്കിൽ ഇത് M. ഇതപ്പോൾ എത്രയായി? ഇവിടെ MA വരും, ഇവിടെ എത്ര വരും? MA വരും. അപ്പോൾ സെക്കൻഡ് കോച്ച് അപ്പോൾ എത്ര വരും? 2MA വരും എന്നുള്ളത് അറിയാം. അപ്പോൾ ഇത് വരുമ്പം 3MA വരും. അപ്പോൾ സെക്കൻഡ് കോച്ച് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഫസ്റ്റ് കോച്ച് ഓൺ ദ സെക്കൻഡ് കോച്ച്. അപ്പോൾ അതാണ് ചോദ്യം. അപ്പോൾ 2MA. ആൻഡ് 72. എ യൂണിഫോം റോഡ് ഓഫ് മാസ് 3 കിലോഗ്രാം ലെങ്ത്. അപ്പോൾ ഇഫ് എ പോയിൻറ്റ് മാസ്, അപ്പോൾ അതിനെ ഒരു പോയിൻറ്റ് മാസ് 40 സെൻറ്റിമീറ്റർ ഫ്രം ദ സെൻറ്റർ. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ 1 മീറ്റർ ആണെങ്കിൽ സെൻറ്റർ 15 40 ആണെങ്കിൽ ഇതിരിക്കുന്നത് പോയിൻറ്റ് മാസ് ഇരിക്കുന്നത് എവിടെ? 90ലാണ്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഒരു ആക്സിസിലേക്ക് ഇങ്ങനെ വെച്ചതായിട്ട് കൂട്ടുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആക്സിലേക്ക് ചോദിക്കുമ്പോൾ നമുക്കറിയാം M1 x1 പ്ലസ് M2 x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 ആണ് സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. M1 നമുക്കറിയാം 3 കിലോഗ്രാം ആണ്. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇരിക്കുന്നത് ഫസ്റ്റിൻ്റെ എത്രയാണ്? 50 0യിലാണ്. അപ്പോൾ 50 നിട്ടു. M2 എത്രയാണ്? 1 കിലോഗ്രാം ആണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ ഇരിക്കുന്നത് എത്രയാണ്? ഇത് 50, ഇവിടെ നിന്നാണ് 40 മക്കളെ, അത് 90 0യിലാണ്. അപ്പോൾ M2 എത്രയാണ്? 90 വന്നു, ഡിവൈഡഡ് ബൈ 3 + 1 എത്ര കിട്ടി? 150 + 90 240 ബൈ 4 എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ പുതിയ സെൻറ്റർ ഓഫ് മാസ് 60യിലാണ്. പക്ഷേ സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ് എന്നായി വെച്ചേക്കുന്നത്. അപ്പോൾ ഒറിജിനൽ ഇരുന്ന സെൻറ്റർ ഓഫ് മാസ് 50യാണ്. അപ്പോൾ 60യിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഷിഫ്റ്റ് ഇൻ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ 50ൽ നിന്ന് 60ലേക്ക് പോയാൽ 50 ചാടി കയറി നമ്മൾ വിചാരിക്കരുത്. ആ സാധനം 10 കൂടി 60ആയി. അപ്പോൾ ഷിഫ്റ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം ഫിനിഷ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിയിച്ച്. അപ്പോൾ എല്ലാ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വയ്ക്കുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു.